welcome back to Xylem Learning. So hi Jaren, Samira, Aziz, hi Krishnanjali, hi Nazu, Bhagya, hi, hello, good evening. Hi Ajal, hi Shahul, hi Adav, Gauri, yes, hi. So ഇന്നലെയുള്ള എല്ലാ ആൾക്കാരും ഇന്ന് സെറ്റ് ആയിട്ടിരിക്കുകയാണോ? ഇന്ന് നമ്മൾ മെയിൻലി പ്രോബ്ലംസ് ആണ് മുഴുവനായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്സേ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമോ? സോ മോഡൽ എക്സാമിന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും റെഡിയാണോ? സെറ്റ് ആയിട്ടിരിക്കുകയാണോ? ഹായ് ഗെയിമർ ഡ്യൂഡ്, ഹായ് ശ്രേയ, അമൃത, അഖിലാമിസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ ഫുൾ പവറായിട്ട്. ഹായ് അജയ്, ഹായ് നാസു, ഹായ്. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നേരെ പോയാലോ? സോ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാവരും ഒന്ന് കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നോക്കി പോകാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ വേണ്ടി പറ്റും. ഹായ് മഹിമ, ഹായ് അസീസ്, ഹായ് അമൽ, യെസ്. സോ എന്നാൽ പിന്നെ തുടങ്ങിയാലോ? സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ എൻ പി ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 ആണെന്ന് തന്നിട്ടുണ്ട്, പിൻ്റെ വാല്യൂ 1/2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മീൻ എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ബൈനോമിയലിൻ്റെ കേസിൽ ബൈനോമിയൽ ഇക്വേഷൻ എന്താ വരുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത് NCX P⁻x Q⁻n−x ആണ് വരുന്നത്. ഇനി ഇവിടെ മീൻ എന്ന് പറയുന്നത് മീൻ ഇസ് ഈക്വൽ ടു എൻ പിയും വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ NP ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ മീൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ മീൻ ഇസ് ഈക്വൽ ടു N ഇൻറ്റു P, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 അല്ലേ നമ്മൾ ആൻസർ വരാം. എത്ര ആൻസർ വരുന്നത്? പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ. 8 ആണ് ആൻസർ വരിക. യെസ് ഫിയ, യെസ് 8 ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ്? 8 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. സോ നിങ്ങളെ കയ്യിലും മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ R ഇസ് ഈക്വൽ ടു +1 ആണെങ്കിൽ നമ്മളെ കോറിലേഷൻ എന്താണ്? അല്ല ഗെയിമർ ഡ്യൂഡ് 32 അല്ല, 8 ആണ് ആൻസർ വരുന്നത്. 8 ആണ്. യെസ് മഹിമ, യെസ് ഗൗരി, യെസ് 8 ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യൻ R ഇസ് ഈക്വൽ ടു +1 ആണെങ്കിൽ നമ്മളെ കോറിലേഷൻ എന്താണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സോ ഇവിടെ ഇനി നെക്സ്റ്റ് ഓക്കെ. സോ ഇനി കോറിലേഷൻ കോഎഫിഷ്യൻ R ഇസ് ഈക്വൽ ടു +1 ആണെങ്കിൽ എന്താണ്? യെസ് സമീറ, യെസ് ഫിയ, വൈശാഖ്, അജയ്, ഗൗരി, യെസ് ആൻസർ എന്താണ് വരുന്നത്? പെർഫെക്റ്റ് പോസിറ്റീവ് എന്നാണ് വരിക. പെർഫെക്റ്റ് പോസിറ്റീവ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് നെഗറ്റീവ് വരിക? R ഇസ് ഈക്വൽ ടു -1 വരുമ്പം. ഇനി സീറോ കോറിലേഷൻ എപ്പോഴാണ് വരിക? R ഇസ് ഈക്വൽ ടു 0 വരുമ്പോഴാണ് സീറോ കോറിലേഷൻ. ഇനി 0ൻ്റെയും 1ൻ്റെ ഇടയിലാണെങ്കിലോ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതെന്താണ്? അത് പോസിറ്റീവ് കോറിലേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി -1ൻ്റെയും 0ൻ്റെയും ഇടയിലാണെങ്കിലോ അപ്പോൾ എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്? നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇവിടെ R എന്ന് പറഞ്ഞാൽ എന്താണ്? കാൾപേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. സോ ഇനി നെക്സ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത് പെട്ടെന്നൊരു ബസ് സ്ട്രൈക്ക് വന്നു. അതിൽ തന്നെ ഉണ്ട് സംഭവം. എന്താണ് നമ്മൾ ഉത്തരം? അതിൽ തന്നെ ഉണ്ട് സഡൻ വേരിയേഷൻ. പെട്ടെന്നൊരു വേരിയേഷൻ വന്നു. സോ സഡൻ വേരിയേഷൻ വന്നു കഴിഞ്ഞപ്പം അതെന്തിൻ്റെ എക്സാമ്പിളാണ്? യെസ് കൃഷ്ണാഞ്ജലി, യെസ് എന്താണ് അവിടെ ആൻസർ വരുന്നത്? ഇറഗുലർ വേരിയേഷൻ. പെട്ടെന്ന് നമുക്കറിയില്ല, മുൻകൂട്ടി നമുക്കിത് പറയാൻ പോലും അറിയില്ല. മുൻകൂട്ടി എന്താണ് നമുക്ക് പറയാൻ അറിയില്ല. സോ മുൻകൂട്ടി അറിയാതെ ഓൺ ദ സ്പോട്ട് വരുന്നത് അതാണ് എന്ത്? ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത്. യെസ് മഹിമ, ഫിയ, സ്നേഹ, യെസ് സൗദ, ഹലോ. സോ എല്ലാവരും ഇറഗുലർ വേരിയേഷൻ, യെസ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് നമ്മളെ കൈ സ്ക്വയർ നമ്മൾ എക്സ് ഫോളോ ചെയ്യുന്ന chi² n ആണെങ്കിൽ chi² എന്താണ്? chi² എന്താ സംഭവം? നമുക്കിപ്പം z എന്നുള്ളത് നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ z1² + z2² etc + zn² ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? chi² വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും അല്ലേ?
യെസ്, ഇറഗുലർ വേരിയേഷൻ എന്താണ് ഗൗരി? ബിയോണ്ട് ദി ഹ്യൂമൻ കൺട്രോൾ ആണ്. നമ്മളെ കൺട്രോളല്ല ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. സോ ഇവിടെ കൈ സ്ക്വയർ n, ഇതാണ് നമ്മളെ കൈ സ്ക്വയറിൻ്റെ എന്താണ് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ മീൻ വരുന്നത്, മീൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, കുറേ ആൾക്കാരെ കറക്റ്റ് ആൻസർ. മല്ലുബോയ് 2n അല്ല കേട്ടോ, മീൻ വരുന്നത് n ആണ്. മീൻ വരുന്നത് വേരിയൻസ് ആണ് എന്ത്? 2n എന്ന് പറയുന്നത്. വേരിയൻസ്, നമ്മളെ കൈ സ്ക്വയറിൻ്റെ വേരിയൻസ് ആണ് എന്ത്? 2n എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് എന്താണ്? മീനാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്? ഇവിടെ ജസ്റ്റ് z ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അല്ലെങ്കിൽ z സ്ക്വയർ ഫോളോ ചെയ്യുന്നത് എന്താണ്? z ഫോളോ ചെയ്യുന്നത് നോർമൽ 0 1 ആണെങ്കിൽ z സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇതും മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഗെയിം ഡൂട്ട് 2n വരുന്നത് വേരിയൻസിൻ്റെ കേസിലാണ്, n ആണ് എന്ത്? മീനിന് വരുന്നത്. ഇനി നെക്സ്റ്റ്, an estimator is said to be dash estimator of a parameter if it contains all information in the sample about the parameter. നമ്മൾ പാരാമീറ്ററിനെ പറ്റി മുഴുവൻ ഇൻഫർമേഷനും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? നമ്മളതിനെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്നാണ് പറയാം. സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ. ഇനി അൺബയാസ്ഡ് ആണെങ്കിലോ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ ആയിരിക്കണം. ഇനി കൺസിസ്റ്റൻ്റ് ആണെങ്കിലോ സാമ്പിൾ സൈസ് ലാർജ് ആവുന്നതിനനുസരിച്ച് എക്സ്പെക്ടേഷൻ ഓഫ് ടി ടെൻസ് ടു തീറ്റ ആയിരിക്കും. ആൻഡ് വേരിയൻസ് ഓഫ് ടി എന്തായിരിക്കും? അത് ടെൻസ് ടു 0 ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ്, എഫിഷ്യൻ്റ് ആണെങ്കിൽ T1 T2 രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണെങ്കിൽ അത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണെങ്കിൽ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? T1 is more efficient. സോ ഇതിൽ ആരെ ചോദിച്ചാലും, ഇതിൽ ഏതാളെപ്പറ്റി ചോദിച്ചാലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരെയാണ്? സഫിഷ്യൻ്റ് എന്ന ആളെയാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, സമീറ, ഗൗരി, സ്നേഹ, ഫിയ, അജയ്, വഫ്ര. കൺസിസ്റ്റൻ്റ് അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, സഫിഷ്യൻ്റ് ആണ്. മിൽഫ. ഇനി നെക്സ്റ്റ് നമ്മൾ 6th വൺ, ANOVA. ഏത് ടെസ്റ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സിഗ്നിഫിക്കൻസ് ഓഫ് സെവറൽ മീൻസ് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ANOVA യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, ദ നൾ ഹൈപ്പോത്തസിസ് ഫോർ കൈ സ്ക്വയർ ടെസ്റ്റ്. കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ കേസിൽ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? നൾ ഹൈപ്പോത്തസിസ് വരുന്നത് എന്താണ്? ദ വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻറ്റ്. സോ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കും കേസിൽ വരിക? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അത് വരിക the variables are not independent. എന്നായിരിക്കും. വേരിയബിൾസ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്നായിരിക്കും. സെവറൽ മീൻസ്. യെസ് അനസ്, നമുക്ക് NP X ബാർ ചാർട്ട് SRWR നെക്സ്റ്റ് ലൈവ് ആരോ ഇവിടെ എന്തോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലൈവ് നമുക്ക് വരുന്നത് നാളെ രാവിലെ 6 മണിക്കാണ് കേട്ടോ. ബൂസ്റ്റർ ലൈവ് നാളെ രാവിലെ 6 മണിക്കാണ് നമുക്ക് വരുന്നത്. അനസ് നമുക്ക് അനസിൻ്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. നമ്മളെ ബാർ ചാർട്ട്, നമ്മളെ എക്സ് ബാർ ചാർട്ടിൽ നമ്മളുടെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? അത് എക്സ് ഡബിൾ ബാർ ആണ്. എക്സ് ഡബിൾ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ബൈ എൻ ആണ്. പ്രോബ്ലം ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് കാണാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പർ കൺട്രോൾ ലിമിറ്റ് വരുന്നത് എക്സ് ഡബിൾ ബാർ പ്ലസ് A2 R ബാറും ലോവർ കൺട്രോൾ ലിമിറ്റ് വരുന്നത് എക്സ് ഡബിൾ ബാർ മൈനസ് A2 R ബാർ എന്നായിരിക്കും. 6-2 ഗൗരി അതെന്താ ചോദിച്ചേ? യെസ്, എക്സ് ബാർ ഞാൻ എക്സ് ഡബിൾ ബാർ എന്ന് പറഞ്ഞുള്ളൂ. എക്സ് ബാർ ആണ് അവിടെ വരുന്നത്. സോ ഇനി നെക്സ്റ്റ് ഏതാണ് വരുന്നത്? നമ്മുടെ ആർ ചാർട്ട് വരുന്നുണ്ട്. പിന്നെ ഏതാണ്? NP ചാർട്ട് വരുന്നുണ്ട്. സോ അതിൻ്റെ സെൻറ്റർ ലൈനും ഇതൊക്കെ എത്രയാണ് വരുന്നതെന്ന് പറഞ്ഞേ. അതിൻ്റെ സെൻറ്റർ ലൈനും അതുപോലെ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും ഒക്കെ എന്താണ് വരുന്നത് അവിടെ? എന്താണ് വരുന്നത് അവിടെ?
സോ ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള നമ്മളെ 11th ചാപ്റ്റർ എന്നുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇനി നെക്സ്റ്റ് മോഡൽ 23 യെസ്. അപ്പോൾ യെസ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബൈനോമിയൽ പോയിസോൺ യെസ് മുതൽ പോയി അത് വളരെ ഈസിയാണ്, നമുക്കത് നോക്കാം. സോ ഇവിടെ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ആർ ചാർട്ടാണ്. ആർ ചാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? റേഞ്ച് ചാർട്ടാണ്. ഇതെന്താണ്? റേഞ്ച് ചാർട്ടാണ് അത് വരുന്നത്. സോ റേഞ്ച് ചാർട്ടിൽ ഇവിടെ നമുക്ക് A2 ഇനി A2 അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. A2 അത് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ് ആണ്, ക്വാളിറ്റി കോൺസ്റ്റന്റ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് A2 എന്നായിരിക്കും. ഇനി ആർ ചാർട്ടിൽ നമ്മളെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് ആർ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ആർ ബൈ എൻ ആയിരിക്കും. അതായത് ഓരോന്നിൻ്റെ റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾസ്. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് D4 ഇൻറ്റു ആർ ബാറും ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് D3 ആർ ബാറും ആണ്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ നമുക്കറിയാം ഏതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് NP ചാർട്ട് ഉണ്ട്, P ചാർട്ട് ഉണ്ട്, C ചാർട്ട് ഉണ്ട്. ഈ 3 ആൾക്കാരാണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് NP ചാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? NP ചാർട്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? NP ബാർ ആണ്. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് NP ബാർ പ്ലസ് 3√NPQ ബാർ ആണ്. ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് NP ബാർ മൈനസ് 3√NPQ ബാർ ആണ്. സോ ഇനി നെക്സ്റ്റ് യെസ് അബി A2 ക്വസ്റ്റ്യനിൽ തരും. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ കോൺസ്റ്റൻ്റ് ആ ടേബിൾ നമുക്ക് തരും. അപ്പോൾ അതിൽ നമുക്ക് സാമ്പിൾ സൈസ് N എത്രയാണ് തന്നിരിക്കുന്നത് അത് വച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. D4 ഒക്കെ ക്വസ്റ്റ്യനിൽ തരും. ഇനി തന്നിട്ടില്ല എന്നാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി നമ്മൾ ആ ഒരു കോൺസ്റ്റൻ്റ് ടേബിൾ ഉണ്ട്. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ടേബിൾ കാണാം. സോ ആ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ആ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ സാമ്പിൾ സൈസ് നിങ്ങൾക്ക് ആ ടേബിൾ നോക്കിയാൽ കാണാം. സൈഡിൽ സാമ്പിൾ സൈസ് N കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് കോളം വരുന്നത് N ആണ്. ഇനി A1, A2, D3, D4 അങ്ങനെ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ സാമ്പിൾ സൈസ് N = 4 ആണെങ്കിൽ ആ 4ന് നേരെയുള്ള A2 നോക്കാം. ഇനി സാമ്പിൾ സൈസ് വരുന്നത് N = 5 ആണെങ്കിൽ 5ൻ്റെ നേരെ നോക്കിയാൽ മതി. സോ ഇത്തരത്തിലാണ് നമ്മൾ ഈ വാല്യൂസ്, ഈ കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ നോക്കേണ്ടത്. യെസ് ഫാത്തിമ, എന്തുകൊണ്ട് കിട്ടില്ല? നമുക്ക് ഈ ലൈവ് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. യെസ് ഷാമിൽ, നാളത്തെ ലൈവ് നാളെ രാവിലെ 6 മണിക്കാണ് നമുക്ക് ലൈവ് വരുന്നത്. ബൂസ്റ്റർ ലൈവ്. എക്സാം നാളെ രാവിലെയാണോ ഉച്ചക്കാണോ? സോ യെസ്, അപ്പോൾ അവിടെ ആളുടെ ഡൗട്ട് തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മളുടെ മാച്ച് ദ ഫോളോയിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇത് ഏതൊക്കെയാണ്? നമ്മുടെ ടൈം സീരീസിൻ്റെ കമ്പോണൻസ് ആണ്. അത് തിയറി ക്വസ്റ്റ്യൻ ആണ്. ടൈം സീരീസിൻ്റെ കമ്പോണൻറ്റ് ചോദിക്കാറുണ്ട്. ടൈം സീരീസിൻ്റെ കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്. 3 കമ്പോണൻസ് ആണുള്ളത്. സെക്യുലർ ട്രെൻഡ് ഉണ്ട്, ഇറഗുലർ വേരിയേഷൻ ഉണ്ട്, പിന്നെ എന്താണ്? പീരിയോഡിക് മൂവ്മെൻ്റ് ഉണ്ട്. സോ പീരിയോഡിക് മൂവ്മെൻറ്റ് 2 വേരിയേഷൻ. പീരിയോഡിക് മൂവ്മെൻറ്റിൽ തന്നെ സീസണൽ വേരിയേഷൻ ഉണ്ട്, അതേപോലെ തന്നെ സൈക്ലിക് വേരിയേഷൻ ഉണ്ട്. ഓക്കെ ഗൗരി നന്ദന, യെസ്. മോർണിംഗിൽ നമുക്ക് ബൂസ്റ്റർ ലൈവ് ഉണ്ട്. 6 മണിക്കാണ്. മാക്സിമം ഒരു 7 മണി 7:15 7:00 ഉള്ളിൽ നമ്മൾ ആ ലൈവ് തീർക്കും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളും ഒന്ന് ബ്രഷപ്പ് ചെയ്തു പോകും. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. എക്സാം ഈസി ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. സ്നേഹ, ഒരു ടെൻഷനും വേണ്ട. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കൂളായിട്ടിരിക്കുക, ഒന്ന് ഡീപ് ബ്രത്ത് ഒക്കെ എടുക്കുക. നാളെ എക്സാമാണ്, സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും. ആദ്യത്തെ എക്സാമാണ്, പക്ഷേ ടെൻഷനൊന്നും വേണ്ട. ഒന്നൊരു ഡീപ് ബ്രത്ത് എടുത്ത് വിടുക, പഠിക്കാതിരിക്കുക, എല്ലാം സെറ്റാവും. സോ യെസ്, ഗൗരി ആൻസർ ഇട്ടിട്ടുണ്ട്. അതാണോ വരുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ സെക്യുലർ ട്രെൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അത് ലോങ് ടേം ആണ് നോക്കുന്നത്. ലോങ് ടേം വേരിയേഷൻ ആണ് നോക്കുന്നത്. സോ ഷോസ് ജനറൽ ടെൻഡൻസി ഓഫ് ഡാറ്റ.
ജനറൽ ടെൻഡൻസി ഓഫ് ഡാറ്റ ആണെന്ന് അവിടെ നമ്മൾ കാണുന്നത്. ഇനി നെക്സ്റ്റ് സീസണൽ വേരിയേഷൻ ആണെങ്കിൽ, സീസണൽ വേരിയേഷൻ എന്താ? ഇപ്പോൾ ഓണത്തിന് വിഷുവിനൊക്കെ ഡ്രസ്സ്, കേരള സാരിക്കൊക്കെ എന്താ മാർക്കറ്റ് കൂടുതലായിരിക്കും, സദ്യക്ക് മാർക്കറ്റ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ എന്താണ് നമ്മളെ ബാഗ്, ബുക്സ്, കുട അതിനൊക്കെ മാർക്കറ്റ് കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള വേരിയേഷൻ ആണ് സീസണൽ വേരിയേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യെസ് നിഹാന, യെസ്, നമുക്ക് ഇൻ്റഗ്രേഷൻ നമുക്ക് നോക്കാം. സോ ഇവിടെ വരുന്ന ആൻസർ എന്തായിരിക്കും? സീസണൽ വേരിയേഷൻ്റെ വരുന്നത് ഡിമാൻഡ് ഫോർ വൂളൻ ക്ലോത്ത്സ്, ഡിമാൻഡ് ഫോർ വൂളൻ ക്ലോത്ത്സ്. അതായത് ഇപ്പോൾ തണുപ്പ് കാലത്ത് നമ്മളെ കമ്പിളി വസ്ത്രങ്ങൾക്കുള്ള മാർക്കറ്റ് എന്താണ് കൂടുതലായിരിക്കും. അതാണ് എന്ത് നമ്മളുടെ ബിൻ്റെ ആൻസർ വരുന്നത്. യെസ് ഷാനു, മഹിമ, യെസ്, മല്ലു ബോയ്, യെസ്. നമുക്ക് ഗൗരി അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, നമുക്ക് A+ തന്നെയാണ്, A+ അല്ല ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് നമ്മളെ സി പാർട്ട്. സി ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? സൈക്ലിക് വേരിയേഷൻ. സൈക്ലിക് വേരിയേഷനിൽ മോർ ദാൻ 1 ഇയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സീസണൽ ആണെങ്കിലോ വിതിൻ 1 ഇയർ, ഒരു വർഷത്തിനകത്തുള്ള വേരിയേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ സൈക്ലിക് വേരിയേഷനിൽ ഇവിടെ എന്താണ് നമുക്ക് വരുന്നത്? ഹാസ് 4 ഡിഫൈൻഡ് പീരിയഡ്സ്. എന്താണത്? ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ബിസിനസ് സൈക്കിൾ. ഇന്നലെ നമ്മളത് ഡിസ്കസ് ചെയ്തും കൂടെയാണ്. എന്തൊക്കെയായിരുന്നു? പ്രോസ്പെരിറ്റി വന്നു, പിന്നെ അത് മെല്ലെ ഡിക്ലൈൻ ചെയ്തു, പിന്നെന്തായി? ഏറ്റവും നമ്മളെ ഡിപ്രഷൻ സ്റ്റേജിൽ വന്നു, ഡിപ്രഷൻ, പിന്നെ അതിൽ നിന്ന് എന്താ അത് ഇമ്പ്രൂവ് ചെയ്ത് വന്നു. സോ ഇത്തരത്തിൽ 4 ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റേജുകൾ എന്തിനുണ്ട്? സൈക്ലിക് വേരിയേഷൻ ഉണ്ട്. സമീറ, ടെസ്റ്റിംഗ് എല്ലാം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും നമുക്ക് നോക്കാം, ഇന്നും ടെസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഇവിടെ ഇതാണ് നമ്മൾ 4 സ്റ്റേജസ് വരുന്നത്. സോ സൈക്ലിക് വേരിയേഷൻ ഏതാണ്? 4th ആണ് ആൻസർ വരുന്നത്. യെസ് അസീസ്, യെസ്, നമുക്ക് 4 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഡി ആണെങ്കിൽ, ഡി എന്താണ്? ഇറഗുലർ വേരിയേഷൻ. തൊട്ട് നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ കണ്ടു. എന്താണ്? ബസ് സ്ട്രൈക്കിൻ്റെ ഒക്കെ പറഞ്ഞു. ബസ് സ്ട്രൈക്കൊക്കെ വരുമ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് വരുന്നൊരു വ്യത്യാസമാണ്. ഇപ്പോൾ വല്ല സുനാമി വന്നു, പെട്ടെന്ന് വരുന്ന വ്യത്യാസമാണ്. ഫ്ലഡ് വന്നു, പ്രളയം വന്നു, അതെന്താണ്? പെട്ടെന്ന് വരുന്ന വ്യത്യാസമാണ്. സോ അത്തരത്തിലുള്ള പെട്ടെന്നുള്ള വ്യത്യാസം, അൺഫോർസീൻ ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഫാക്ടേഴ്സ്. സോ ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത് ഏതാണ്? അത് വരുന്നത് 3rd one ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, തേർഡ്, യെസ്, ഷുവർ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. യെസ് സുഹേൽ, കുറേ ആൾക്കാർ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ പോകുന്നത്. സോ ഇനി നെക്സ്റ്റ് അൺബയാസ്നെസ് എന്താണെന്നാണ്. അൺബയാസ്നെസ് എന്താണ്? നമുക്ക് ടി ഒരു എസ്റ്റിമേറ്റർ ആണ്, തീറ്റ ഒരു പാരാമീറ്റർ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? അത് തീറ്റ ആയിരിക്കും. സോ ഇനി നെക്സ്റ്റ് ഇവിടെ ഇത് ചെറിയൊരു ട്രിക്ക് ഉണ്ട്, ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇൻറ്റഗ്രേഷൻ പഠിക്കുമ്പം ഡിഫറൻസിയേഷൻ പാർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് R(x) എന്ന് പറയുന്നത് ഒരു റവന്യൂ ഫംഗ്ഷൻ ആണ്. R(x) എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാർജിനൽ റവന്യൂ കാണാൻ, മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് R(x). അതായത് റവന്യൂ ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റവന്യൂ ഫംഗ്ഷൻ കാണാനാണ്. അപ്പം നേരെ തിരിച്ച് ചെയ്താൽ മതി. നേരെ തിരിച്ച് നമുക്ക് d/dx ഓഫ് R(x) ആണ് എന്ത്? x² - 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R(x) കാണാൻ എന്ത് ചെയ്താൽ മതി? R(x) എന്ന് പറയുന്നത് d/dx അത് വന്നു കഴിഞ്ഞാൽ എന്താ? അത് ഇൻറ്റഗ്രൽ x² - 12 dx എന്നാവും. ഇതാണ് എന്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ റവന്യൂ ഫംഗ്ഷൻ കാണാൻ വേണ്ടി ഇക്വേഷൻ. ഡിഫറൻസിയേഷൻ ആണെങ്കിൽ അതിനെ നേരെ തിരിച്ചെന്താ ഇൻ്റഗ്രേഷനിലേക്ക് ആക്കാൻ പറ്റും. യെസ്, ഡിഫറൻസിയേഷനിലും ഇൻ്റഗ്രേഷനിലും ഉണ്ട് നമുക്ക്. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ MR എന്താണ്? x² - 12 ആണ്. സോ ഇവിടെ x² - 12 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x³ / 3 - 12x എന്ന് കിട്ടും. x³ / 3 - 12x + c. കാരണം എന്താണ്? നമുക്കിവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ല വരുന്നത്. നമ്മൾ യൂഷ്വലി ഇവിടെ റവന്യൂ ഫംഗ്ഷന് നമ്മൾ മാർജിനലാക്കാൻ വേണ്ടി നമ്മൾ d/dx ആണ് ചെയ്യുക. സോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇൻ്റഗ്രേഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇത് ഏതിലത്തെ ക്വസ്റ്റ്യൻ ആണ്? ബൈനോമിയലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മൾ ഇവിടെ ബൈനോമിയൽ ഒന്ന് സെറ്റ് ആക്കോ മിസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ബൈനോമിയലും പോയ്സോണും എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം.
ബൈനോമിയൽ നമ്മളുടെ ഇക്വേഷൻ വരുന്നത് നമ്മളുടെ 5th ചാപ്റ്റർ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റിയിൽ ബൈനോമിയലുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, പോയ്സോൺ ഉണ്ട്. ബൈനോമിയൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ബൈനോമിയൽ ഇക്വേഷൻ എന്താ വരുന്നത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് വേർ പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്, ഈക്വൽ ടു 0 അതർവൈസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി പോയ്സോണിലാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ വരുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എക്സ് ഇസ് ഈക്വൽ ടു 0 1 2 എക്സെട്ര ഈക്വൽ ടു 0 അതർവൈസ്. ഇതാണ് എന്ത് നമ്മളെ പോയ്സോണിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിൽ നമുക്കറിയാം ഇവിടെ ബൈനോമിയലിൽ മീൻ എന്ന് പറയുന്നത് മീൻ ഇസ് ഈക്വൽ ടു എൻ പി ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് എൻ പി ക്യൂ ആണ്, ആൻഡ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൻ പി ക്യൂ ആണ്. ഇനി പോയ്സോൺ ആണെങ്കിലോ മീൻ എന്ന് പറയുന്നത് എന്താണ്? ലാംഡയാണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ലാംഡ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാലോ അത് റൂട്ട് ലാംഡയാണ്. അതെന്താണ്? റൂട്ട് ലാംഡയാണ് നമുക്ക് അവിടെ വരാം. സോ ഇനി ഇവിടെ നമുക്ക് റൂട്ട് ലാംഡ. ഇനി പോയ്സോണിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ എന്താണ്? മീൻ ഈക്വൽ ടു വേരിയൻസ് ആണ്. അതേപോലെ ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ്, ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മിസ്സേ 1 മാർക്കാണ് ഡൗട്ട് വരുന്നത്, 1 മാർക്കിലാണ് പോയി പോകുന്നത് എന്നുള്ളത്. സോ ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ റെയർ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? യെസ് ശരൺ, ഹലോ. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 30% വിമൺ ആർ അൺഎംപ്ലോയിഡ് ഇൻ എ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാടു. സോ 30 ആൾക്കാർ അൺഎംപ്ലോയിഡ് ആണ്. അപ്പോൾ ഇവിടെ പി എന്താണ്? ഇവിടെ പി ഇസ് ഈക്വൽ ടു 0.3 ആണ്. അതാണ് നമ്മൾ പി ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ക്യൂ എന്ന് പറയുന്നത് എന്താ? അത് 1 മൈനസ് പി ആയിരിക്കും. കാരണം എന്താ? പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പി ക്യൂ എങ്ങനെ കിട്ടുവാടാ? ക്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പി ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 ആയിരിക്കും എന്ത്? ക്യൂ എന്ന് പറയുന്നത്. സോ ക്യൂ നമുക്ക് കിട്ടി, പി നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ പറയുന്നത് സാമ്പിളിൻ്റെ സൈസ് എന്താണ്? 9 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി കാണേണ്ടത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. അതായത് എക്സാക്ട്ലി ഈ 9 എണ്ണത്തിൽ 3 ആൾക്കാർ, കൃത്യമായിട്ട് 3 ആൾക്കാർ, നമ്മൾ റാൻഡം ആയിട്ടൊരു 9 വിമണ്ണെ നമ്മൾ സെലക്ട് ചെയ്തു, 9 സ്ത്രീകളെടുത്തു. അതിൽ കൃത്യമായിട്ട് നമ്മളുടെ 3 ആൾക്കാർ അൺഎംപ്ലോയിഡ് ആവാനുള്ള സാധ്യത എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ് നമ്മൾ കാണേണ്ടത്. ഷാനു നമുക്ക് പറയും, ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് 1 ടൈപ്പ് 2 എററിലേക്ക് വരാം കേട്ടോ. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ത് വരും? എൻ, നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് അറിയാലോ? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. സോ ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് ആരാണ്? എന്നിൻ്റെ സ്ഥലത്ത് വരുന്നത് 9 ആണ്. എന്നിൻ്റെ സ്ഥലത്ത് വരുന്നത് 9 ആണ്. 9 സി 3. പി എന്താണ്? പി വരുന്നത് 0.3 റേസ് ടു എക്സ് ആൻഡ് 0.7 റേസ് ടു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എൻ മൈനസ് എക്സ് എന്ത് കിട്ടും? 9 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 C3 ഇൻറ്റു 0.3 ക്യൂബ് 0.7 റേസ് ടു 9 മൈനസ് 3 എന്ന് വെച്ചാൽ എന്താണ്? അത് 6 ആണ് കിട്ടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ വരിക? കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയായിരിക്കും നമുക്ക് ആൻസർ വരാം? വിനോദ്, യെസ്, നമുക്ക് വേണം ഒന്നും കൂടെ പറയാം. 0.3 എങ്ങനെ കിട്ടി? ഓക്കെ, 0.3 എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്, ആൻഡ് ഇവിടെ ക്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുന്നത് വിമൺ അൺഎംപ്ലോയിഡ് ആയതിനെയാണ് നമ്മൾ പി ആയിട്ട് എടുക്കുന്നത്. സോ ഇവിടെ പി എന്ന് പറയുന്നത് 30%. നമ്മളിപ്പോൾ ഒരു 100 ആൾക്കാർ എടുക്കുകയാണ്, 100 ആൾക്കാർ എടുക്കുകയാണെങ്കിൽ, 100 സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 30 ആൾക്കാർ ജോലി ഇല്ലാത്ത ആൾക്കാരാണ്, 70 ആൾക്കാർ എന്നാണ് ജോലിക്കാരാണ്. ഓക്കെ, 100 ആൾക്കാരിൽ 30 ആൾക്കാർ എന്താണ്? ജോലി ഇല്ലാത്ത ആൾക്കാരാണ്, 70 ആൾക്കാർ എന്താണ്? ജോലി ഉള്ള ആൾക്കാരാണ്. അതായത് ഇവർ അൺഎംപ്ലോയിഡ് ആണ് ആൻഡ് ഇവരെന്താണ്? എംപ്ലോയിഡ് ആണ്, ജോലി ഉള്ള ആൾക്കാരാണ്. സോ പ്രോബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ആ തന്നിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അല്ലേ. സോ ഇവിടെ 30% സ്ത്രീകൾക്ക് ജോലി ഇല്ല എന്ന് പറയുമ്പോൾ പി എന്തായിരിക്കും?
30/100 ആണ്. 30/100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.3 എന്ന് കിട്ടും. അങ്ങനെയാണ് അവിടെ 0.3 വന്നിട്ടുള്ളത്. ഇനി ക്യൂ എന്ന് പറയുന്നത് എന്താ? അത് 70%. അപ്പം 30% ആൾക്കാർക്ക് ജോലി ഇല്ല എന്ന് പറയുമ്പോൾ 70% ആൾക്കാർക്ക് എന്താ? ജോലി ഉണ്ടെന്നാണല്ലോ. അപ്പോൾ ക്യൂ എന്ത് വന്നു? ക്യൂ എന്ന് പറയുന്നത് 70/100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്ക് 0.7ഉം 0.3യും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ക്ലിയർ ആണോ സാഗർ, വിനോദ്? യെസ് സ്നേഹ. 30/100 ചെയ്യുമ്പോൾ നമുക്ക് പി എന്ത് കിട്ടി? 0.3 കിട്ടി. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആൻസർ ഫൈനലി കുറേ ആൾക്കാർ ആൻസർ ഇട്ടിട്ടുണ്ട്. സോ ഇതിന് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 0.2668 ആണ്. യെസ് കറക്റ്റ് ആണ്. യെസ് ഗൗരി നന്ദന, ഗൗരി മിച്ചു, പിന്നെ ആരൊക്കെയാണ്? നവീൻ, ശ്രേയ, സമീറ, യെസ് എല്ലാവരും കറക്റ്റ് ആൻസർ ഇട്ടിട്ടുണ്ട്. ആൻസർ വരുന്നത് എന്താണ്? 0.2668 ആണ് എന്ത് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ഷാനുവിലേക്ക് വരുമ്പോൾ ഷാനുവിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഷാനു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ടൈപ്പ് 1 ടൈപ്പ് 2 എററാണ്. അബി അതിൻ്റെ ഇടയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ എന്നാലും നമുക്കൊന്നും കൂടെ പറയാം. ടൈപ്പ് 1 എറർ എന്ന് വെച്ചാൽ റിജക്ട് H naught when H naught is true. അതായത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ആൾ ശരിയായിരുന്നു, പക്ഷെ ഞാൻ എന്താക്കി? അതിനെ റിജക്റ്റ് ചെയ്തു. ഇനി ടൈപ്പ് 2 എറർ എന്ന് വെച്ചാലോ? ടൈപ്പ് 2 എറർ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ആക്സെപ്റ്റ് H naught when H naught is false. ഞാൻ കണ്ടുപിടിച്ച വാല്യൂ തെറ്റാണ്, പക്ഷെ ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇതാണ് എന്ത്? ടൈപ്പ് 1 ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് വെച്ചാൽ എന്താണ്? അത് ആൽഫയാണ്. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് അത് ആൽഫയാണ്. അത് എന്ത് തന്നെയാണ്? അത് സിഗ്നിഫിക്കൻസ് ലെവൽ കൂടിയാണ്. സിഗ്നിഫിക്കൻസ് ലെവലാണെന്ന് നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്നിഫിക്കൻസ് ലെവൽ. യെസ് ലക്കീസ് വ്ലോഗ്. യെസ് ക്വസ്റ്റ്യൻ നമ്പർ 15 ഒക്കെ നമ്മൾ പറയും. ഇപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ എത്തി? 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു 4 ആൾക്കാരും കൂടെ കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ ആളായിട്ട് നമുക്ക് ഇവിടെ 15ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. കുഴപ്പമില്ല, ഇപ്പോഴാണ് വന്നതെങ്കിലും കൂടെ തന്നെ വന്നാൽ മതി. കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഫുൾ സെറ്റ് ആക്കാം നമുക്ക്. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എററാണ്. ടൈപ്പ് 2 എററാണ് എന്ത്? ബീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പവർ ഓഫ് എ ടെസ്റ്റ് എന്താടാ? പവർ ഓഫ് എ ടെസ്റ്റ് എന്താണ്? പവർ ഓഫ് എ ടെസ്റ്റ് യെസ് ഫസ്റ്റ് പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് പ്രോബബിലിറ്റി ഓഫ് റിജക്ട് H naught. പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് റിജക്ട് H naught when H naught is false. H naught false ആണ് കേസിൽ. ഷഫാൻ ഓക്കെ. ടൈപ്പ് 1 എറർ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ മ്യൂ ഈസ് ഈക്വൽ ടു 40 എന്ന് ഞാൻ കണ്ടുപിടിച്ചു. മീൻ വാല്യൂ പോപ്പുലേഷൻ്റെ മീൻ 40 ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചത് ചിലപ്പോൾ തെറ്റാവാം അല്ലെങ്കിൽ ശരിയായിരിക്കാം. അല്ല സുഹേൽ, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമല്ല ബാക്കി ക്വസ്റ്റ്യൻസും ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ക്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നെങ്കിൽ യൂഷ്വലി നമുക്ക് പി ആണ് തരാറ് കേട്ടോ. സോ ഇവിടെ നമുക്ക് മ്യൂ 40, അതായത് ഞാൻ കണ്ടുപിടിച്ച വാല്യൂ 40 ആണ്. ഇനി അത് വേണമെങ്കിൽ ശരിയാകാം തെറ്റാകാം. ഇനി ഞാൻ ടെസ്റ്റ് നടത്തി, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഞാൻ ആ ടെസ്റ്റ് നടത്തിയപ്പം ഞാൻ കണ്ടുപിടിച്ചത് ശരിയാണ് എന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ എന്താക്കി? അതിനെ തള്ളിക്കളഞ്ഞു. ശരിയാണെങ്കിൽ കൂടെ ഞാൻ അതിനെ തള്ളിക്കളഞ്ഞു. അതാണ് ടൈപ്പ് 1 എറർ. ഇനി ചിലപ്പം അത് തെറ്റായിരിക്കാം, അത് തെറ്റാണ്, പക്ഷെ ഞാൻ എന്താക്കി? അത് ആക്സെപ്റ്റ് ചെയ്തു. അതാണ് എന്ത്? ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റി ആണ് എന്ത്? ആൽഫ എന്ന് പറയുന്നത്, അതായത് സിഗ്നിഫിക്കൻസ് ലെവൽ. ബീറ്റ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ ആണ്. ഇനി പവർ ഓഫ് എ ടെസ്റ്റ് ഫസ്റ്റിനാണ് വരുന്നത് റിജക്ട് H naught when H naught is false. H naught തെറ്റാണെങ്കിൽ നമ്മൾ അതിനെന്താക്കി? റിജക്റ്റ് ചെയ്തു. ഇനി അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് ബീറ്റ. ഇതാണ് എന്ത്? നമ്മളുടെ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ പവർ ഓഫ് എ ടെസ്റ്റ്. ഇതാണ് നമ്മളുടെ പവർ ഓഫ് എ ടെസ്റ്റ് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ്, പവർ ഓഫ് എ ടെസ്റ്റ് 1 മൈനസ് ബീറ്റ. യെസ് ഹോമി, 1 മൈനസ് ബീറ്റ ആണ് വരുന്നത്. ഓക്കെ. യെസ് തനുഷ, നമുക്ക് 15th ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. സ്നേഹ, റാൻഡം വേരിയബിൾസിൽ ക്വസ്റ്റ്യൻ വരിക സാധാരണ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. കണ്ടിന്യൂസിൻ്റെ കേസ് ആണെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക ഇങ്ങനെയായിരിക്കും.
ഇൻറ്റഗ്രൽ ഇപ്പോൾ ഇൻറ്റഗ്രൽ എന്ത് ഇപ്പോൾ ലൈക്ക് 0 to k എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ കെയിൻ്റെ വാല്യൂ എന്താണ്? അങ്ങനെ നമ്മളോട് ചോദിക്കാം. യെസ് ജോസ്മോൻ, യെസ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്തായാലും ചോദിക്കും. അത് നമ്മൾ എസ് എ പാർട്ടിൽ എന്തായാലും ഉണ്ടാവും. റാസി, നമ്മൾ എസ് എ പാർട്ടിൽ വരുന്നതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റും അതേപോലെ ഇൻഡെക്സ് നമ്പേഴ്സൊക്കെ. അതൊക്കെ നമുക്ക് വരുന്നത് എസ് എ പാർട്ടിൽ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ റിഗ്രഷന് വേണമെങ്കിൽ എസ് എ പാർട്ടിൽ ചോദിക്കാവുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ബൈ 3 ആയിരിക്കും. എന്തുകൊണ്ടാണ്? എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആണ്. സോ രണ്ടിനോട് ഒന്ന് കൂട്ടണം. രണ്ടിനോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. സോ ഇവിടെ 0 to k ദിസ് ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. സോ k ക്യൂബ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3 എന്ന് പറയുന്നത് എന്താണ്? അത് 9 ആണ്. സോ k ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞാൽ ഇതെന്തായി? അത് 0 ആയിപ്പോയി അല്ലേ? 0 ബൈ എനി നമ്പർ അത് 0 ആണ്. സോ ഇവിടെ 9 കിട്ടും. k ക്യൂബ് എന്ത് കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 3 27 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ k എന്താണ്? k എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 27 ആണ്. ആൻസർ എന്ത് കിട്ടും? കെൻ്റെ ആൻസർ 3 എന്ന് കിട്ടും. സോ ഇത്തരത്തിലാണ് കണ്ടിന്യൂസിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി വേറൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഏതാണ് മനസ്സിലാവാത്തത്? സോ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ഇതിലേക്ക് വരാം. സോ ഇനി നെക്സ്റ്റ് യെസ് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ മിക്സ് ആക്കി ചെയ്യാം. നമുക്ക് കുറച്ച് മോഡലിൽ കുറച്ച് 15 ക്വസ്റ്റ്യൻ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. 15 കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സോ ഇവിടെ Z ഫോളോ ചെയ്യുന്നത് N01 ആണ്. പ്രോബിലിറ്റി എന്ന് പറയുന്നത് -2.5ൻ്റെയും 2.7ൻ്റെയും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ Z ഈ ഒരു പ്രോബിലിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ചെയ്യേണ്ട എന്താണ്? ഇവിടെ നമുക്കറിയാം, ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്ന Z ആണ്. നമ്മൾ Z ട്രാൻസ്ഫോർമേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നിട്ടുള്ളത് തന്നെ Z ആണ്. ആകെ ചെയ്യേണ്ട എന്താ? നമുക്ക് ആ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഇവിടെ ഇതാണ് Z is equal to 0. ഇവിടെ എന്ത് കിട്ടും? -2.5 കിട്ടും. ഇതെന്താണ്? 2.7 ആയിരിക്കും. ഏത് ഏരിയ ആണ് എനിക്ക് കാണേണ്ടത്? ഈ ഏരിയ ആണ് എനിക്ക് കാണേണ്ടത്. ഈ ഷെയ്ഡഡ് പോർഷനാണ് എനിക്ക് കാണേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. സോ എന്താക്കുക? ഇതിനെ നമുക്ക് 0 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആൻസർ എത്രയാണ് വരുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ആൻസർ എത്രയായിരിക്കും വരുന്നത്? ആൻസർ എത്രയായിരിക്കും നമുക്ക് വരുന്നത്? ആൻസർ എത്രയായിരിക്കും ഇവിടെ വരിക? ഇവിടെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? പ്രോബബിലിറ്റി ഓഫ് -2.5 ലെസ് ദാൻ Z ലെസ് ദാൻ 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇത്തരത്തിൽ 0ന് രണ്ട് സൈഡിലായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ഏരിയ എടുത്തിട്ട് എന്താണ്? ആഡ് ചെയ്യണം. സോ ഇവിടെ എന്ത് കിട്ടും? പ്ലസ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 2.7. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതെന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ നമുക്ക് ഫൈനലി ആൻസർ വരുന്നത് എത്രയായിരിക്കും ഇവിടെ ആൻസർ വരിക? ഇവിടെ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഇയാളുടെ ഏരിയ വരുന്നത് 0.4938 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മൈനസ് വന്നാലും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അത് പ്ലസ് ഇട്ടിട്ട് ആലോചിച്ചാൽ മതി. 2.5 വെച്ചിട്ട് നോക്കിയാൽ മതി. ആൻഡ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 2.7 അവിടെ നമുക്ക് വരുന്നത് 0.4965 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ എന്തായിരിക്കും വരിക? ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 0.9903 എന്ന് കിട്ടും. 0.9903 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ് മിസ്റ്റർ, നമുക്ക് സ്പീഡാക്കാം. യെസ് രാജി, ക്ലാസ് കഴിഞ്ഞ പാടെ നമുക്ക് നോട്ട്സ് ഇടാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ 1/2 എന്ന് എഴുതണേ 0.98 അങ്ങനെ എഴുതാൻ പറ്റില്ലേ? 1/2 എന്നാണെങ്കിൽ നമ്മളിപ്പോൾ ബൈനോമിയൽ കേസിൽ P is equal to 1/2നെ നമുക്ക് വേണേൽ 1/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.5 ആണ്. ആ ഡെസിമൽ എന്താണെന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. യെസ്റ്റർഡേ നോട്ട്സ് ഓക്കെ റാജി, നമുക്കത് പറയാം. യെസ് ബെസ്റ്റ് ഫോർ എവർ, യെസ് ആൻസർ വരുന്നതാണ് യെസ് ബെസ്റ്റ് ഫോർ എവർ. ഗൗരി യെസ്, നവീൻ,
ലക്കി വ്ളോഗ്സ്, നൈറ്റ് കിങ്, റിഷ, യെസ് ഐശ്വര്യദേവ്. യെസ് ഐശ്വര്യദേവക്ക് ഇന്നലത്തെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. സോ യെസ് കറക്റ്റ് ആൻസർ എന്നത് 0.9903. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഫറൻസിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. y is equal to x സ്ക്വയർ തന്നിട്ടുണ്ട്. നമ്മളുടെ d/dx ഓഫ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. ഇനി ഡിഫറൻഷ്യൽ എക്സ് റേസ് ടു എൻ ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്താ വരുന്നത്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. സോ ഇവിടെ വരുന്നത് എന്താ? 2 ആണ്. സോ dy/dx എന്ന് വെച്ചാൽ എന്താണ്? അത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടും? 2x റേസ് ടു 2 മൈനസ് 1 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. 2 മൈനസ് 1 എന്താ? 2x ആണ്. ഇനി അതിനൊരു വട്ടം കൂടെ എന്താ ഡെറിവേറ്റീവ് കാണണം. യെസ് ജോസ്മോൻ, യെസ്. എല്ലാവർക്കും നാളെ എക്സാം നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. 0.4938. ഇത് കാൽക്കുലേഷൻ വരുന്നത് അത് നമ്മളെ ടേബിളാണ്, സെഡ് ടേബിളാണ്. സെഡ് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം സൈഡിൽ കുറേ വാല്യൂസ് പോകുന്നത്. ആ സൈഡിലെ വാല്യൂസ് 2.5 നോക്കുക. 2.5ൻ്റെ തൊട്ടടുത്തുള്ള കോളം 2.5ഉം 0യും കൂടെ കൂട്ടിമുട്ടുന്ന വാല്യൂ അതൊന്ന് നോക്കിക്കേ. ആൻസർ 0.4938 ആയിരിക്കും. ഇനി 2.5ൻ്റെ തൊട്ട് താഴെ 2 താഴെ പോയി കഴിഞ്ഞാൽ 2.7 കാണാം. 2.7ൻ്റെ തൊട്ടടുത്ത് വരുന്ന വാല്യൂ അത് വരുന്നത് 0.4965 ആണ്. അങ്ങനെയാണ് ആ വാല്യൂസ് വരുന്നത്. തിയറി യെസ് ഗൗരി നമ്മൾ തിയറീൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അൻഷി അത് കിട്ടുന്നത് നമ്മളെ ടേബിളിൽ നിന്നാണ്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ സെഡിൻ്റെ ഇനിയൊന്നും വേണം. ടെക്സ്റ്റിൻ്റെ ഏറ്റവും ബാക്കിൽ പെട്ടെന്ന് എടുത്തോ. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നമുക്ക് കാണാം സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ. സെഡ് കാണാം, ടി കാണാം, കൈ സ്ക്വയർ കാണാം, എഫ് കാണാം. ആദ്യത്തെ ടേബിൾ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നിന്ന് വന്നു കഴിയുമ്പം ആദ്യത്തെ ഒരു ടേബിൾ ഉണ്ട്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ സൈഡിൽ 2.5ന് തൊട്ടടുത്തുള്ള ആദ്യത്തെ കോളം നോക്കാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. 2.7ൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ 0.4965 കിട്ടും. സോ അത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ യെസ് ഗൗരി ഏതാ ഒന്നും കൂടെ ഒന്ന് പറയണ്ടേ? 13. ഓക്കെ. സോ ഇവിടെ നമ്മുടെ ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ ആദ്യം y is equal to x സ്ക്വയർ ആണ്. നമുക്കറിയാം എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് ആരാ ഉള്ളത്? ഇവിടെ എന്നിൻ്റെ സ്ഥലത്തുള്ളത് 2 ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? 2x റേസ് ടു എൻ മൈനസ് 1ൻ്റെ സ്ഥലത്ത് എന്ത് കിട്ടും? 2 മൈനസ് 1 കിട്ടും. 2 മൈനസ് 1 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. സോ ഇവിടെ ആൻസർ എന്ത് കിട്ടി? 2x എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടാം. ഇനി നെക്സ്റ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതിനൊരു വട്ടം കൂടെ എന്താ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 2x ആണ് നമ്മളോട് കാണാൻ പറയുന്നത്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? അതെന്താണ്? 1 ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? 2 × 1. ആൻസർ എന്താ? 2. ഇതാണ് എന്ത് നമ്മളെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുക. സോ 13ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 14ാമത്തെ ക്വസ്റ്റ്യൻ അത് ഇന്നലെ ചോദിച്ചപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇന്നലെ കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊന്നും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ പ്രോബ്ലം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്നേഹ. ഇതേ സെയിം പ്രോബ്ലം ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാൻ സൈഡിലൊന്നും എഴുതി വെക്കാതെ ഒന്ന് നമുക്ക് പറഞ്ഞു പോകാൻ. വേണമെങ്കിൽ മീന് 100, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6, പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് 0.1093. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ. ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ. സോ ഇവിടെ നമുക്ക് എനോവയിൽ നമുക്ക് തന്നിട്ടുണ്ട്. യെസ് റിഷ, വഫ്ര, മിച്ചു. നമുക്ക് ആൻസർ നേരത്തെ 2 ആണ്. സോ ഇവിടെ എനോവയിൽ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു MSB by MSE. ഇതാണ് എന്ത് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് MSB തന്നിട്ടുണ്ട്, MSE തന്നിട്ടുണ്ട്. ആൻസർ എന്ത് വരും? 12.725. MSB എന്ന് പറഞ്ഞാൽ 12.725, MSE എന്ന് പറയുന്ന 1.05. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ആൻസർ വരും? 12.12 എന്നായിരിക്കും ആൻസർ വരിക. ഇവിടെ നമുക്ക് എഫ് ഓഫ് 0.05 എന്ന് പറയുന്നത് എത്രയാണ്? അത് 4.26 ആണെന്ന് കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ റിജക്ട് H0. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ ഇവിടെ എഫ് ഗ്രേറ്റർ ദാൻ, ഇവിടെ എഫിൻ്റെ വാല്യൂ എന്താണ്? 12.12. 12.12 എന്താ? 4.26-നെക്കാട്ടും വലിയ ആളാണ്. സോ എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ റിജക്ട് H0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇത് ഗ്രേറ്റർ ആണ് വാല്യൂ. സോ നമുക്ക് എന്ത് കിട്ടും? റിജക്ട് H0 എന്ന് കിട്ടും. റിജക്ട് H0 അതാണ് എന്ത് നമ്മളുടെ കമൻറ്റ് ഓൺ ദി റിസൾട്ട് എന്ന് വെച്ചാൽ റിജക്ട് H0. ഇവിടെ H0 എന്ന് വെച്ചാൽ എന്താണ്? ഓൾ മീൻസ് ആർ ഈക്വൽ. ഓൾ മീൻസ് ആർ ഈക്വൽ. ഇനി H1 എന്ന് വെച്ചാൽ എന്താണ്? ഓൾ മീൻസ് ആർ നോട്ട് ഈക്വൽ. ഓൾ മീൻസ് ആർ നോട്ട് ഈക്വൽ. ഓൾ മീൻസ് ആർ നോട്ട്. എനോവൻ്റെ കേസിൽ ഇതാണ് നമ്മളുടെ
എച്ച് നോട്ടും H1 വരുന്നത്. സോ ഇവിടെ നമ്മൾ എന്താക്കി, H0 റിജക്ട് ചെയ്തു. അപ്പോൾ എന്താണ്, എല്ലാ മീൻ വാല്യൂസ് എന്താണ്, ഈക്വൽ അല്ല. H0 റിജക്ട്. യെസ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് നമ്മളെ ഗൗരിയോ ആരോ നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. മീൻ ഇസ് ഈക്വൽ ടു 100. സിഗ്മ തന്നിട്ടുണ്ട്. മീൻ 100 എന്ന് വെച്ചാൽ ഇതെന്താ, മ്യൂ ആണ്. സോ ഇത്തരത്തിലൊരു ക്വസ്റ്റൻ വന്നാൽ ആദ്യം ചെയ്യേണ്ട, ഇതിനകത്ത് എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കണം, അതിനെ സെഡ് ആക്കി മാറ്റണം. സോ ഇവിടെ നമുക്ക് n തന്നിട്ടുണ്ടോ? എന്നിൻ്റെ വാല്യൂ ഞാൻ കണ്ടില്ല മുകളിൽ. മീൻ 100 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്നിൻ്റെ വാല്യൂ കൂടെ തന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സാഗർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പഠിച്ചതൊക്കെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുക. സോ അത് ടെൻഷൻ ആവാണ്ടിരിക്കുക, ഏറ്റവും കൂളായിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. യെസ്, 15ാമത്തെ ക്വസ്റ്റ്യൻ. കുറേ ആൾക്കാർ 15ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താ, ഇവിടെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. എക്സ് ഓൺ വൈ ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഓൺ വൈ ആണെങ്കിൽ ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു വൈ മൈനസ്, ഇക്വേഷൻ എന്താണ് ഇവിടെ, എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻ ടു വൈ മൈനസ് വൈ ബാർ. ഇതാണല്ലോ നമ്മൾ ഇക്വേഷൻ വരുന്നത്. കൈ സ്ക്വയർ, ഇവിടെ കൈ സ്ക്വയർ ഇല്ല, എഫ് അല്ലേ. കൈ സ്ക്വയർ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ? കൈ സ്ക്വയറിൻ്റെ ക്രിട്ടിക്കൽ റീസൺ എന്താ വരുന്നത്? ക്രിട്ടിക്കൽ റീസൺ വരുന്നത് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫ എന്നാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളിവിടെ എഫ് കാൽക്കുലേറ്റ് ചെയ്തു, എഫിൻ്റെ വാല്യൂ വലുതായതുകൊണ്ട് റിജക്റ്റ് ചെയ്തു. അതേപോലെ കൈ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാണെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. കൈ സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ മോഡലിൽ ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് എന്ത് വന്നു, വൈ മൈനസ് വൈ ബാർ. സോ ഇവിടെ നമുക്കറിയാം വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത്, 1.2 എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും യൂഷ്വലി 1.2. സോ ഇവിടെ നമുക്ക് എക്സ് മൈനസ് 4 ആൻഡ് 1 മൈനസ് 2y മൈനസ് വൈ. സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്, ഇവിടെ നമുക്ക് ഫൈനലി ആൻസർ വരുന്നത് എത്രയായിരിക്കും? ആൻസർ വരുന്നത് എത്രയായിരിക്കും? ആൻസർ വരുന്നത് എത്രയാണ്? അത് 1.2 ആണെന്ന് നമുക്ക് ആൻസർ ആയിട്ട് വരാം. എത്രയാണ് അത് ആൻസർ വരുന്നത്? 1.2 എന്ന് കിട്ടും. കാരണം എന്താണ്, നമുക്കറിയാം വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണെന്ത്, ബി എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ആദ്യം ഇവിടെ ഇതിനോട് മാറ്റി എഴുതാം. സോ ദിസ് ഈക്വൽ ടു 1 മൈനസ് 2y മൈനസ് 2.4 പ്ലസ് 4. എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 2y പ്ലസ് 1.6. സോ ഇവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ആര്, നമ്മളുടെ ബി എക്സ് വൈ എന്ന് നമുക്കറിയാം. സോ ആൻസർ എന്താ 1.2 ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. ഐശ്വര്യദേവ്, സ്നേഹ, യെസ്. യെസ്, ആൻസർ വരുന്നതാണ് 1.2. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് പ്രെഡിക്റ്റ് എക്സ് ഫോർ വൈ ഇസ് ഈക്വൽ ടു 6. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. സെക്കൻഡ് പാർട്ടൊക്കെയാണ് കുറേ ആൾക്കാർ പറയാൻ പറഞ്ഞിരിക്കുന്നത്. വൈ ഇസ് ഈക്വൽ ടു 6 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വൈൻ്റെ സ്ഥലത്ത് എന്താ 6 ഇട്ട് കൊടുക്കുക, അത്രേ ചെയ്യാനുള്ളൂ. ആൻസർ എന്തായിരിക്കും ഇവിടെ വരാം? ആൻസർ എന്തായിരിക്കും വരിക? എക്സ് ഇസ് ഈക്വൽ ടു 1.2 ഇൻറ്റു വൈൻ്റെ സ്ഥലത്ത് നമ്മൾ 6 കൊടുത്തു പ്ലസ് 1.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 7.2 പ്ലസ് 1.6. ഫൈനലി എക്സിൻ്റെ ആൻസർ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 8.8 എന്നായിരിക്കും നമുക്ക് കിട്ടുക. യെസ് സ്നേഹ, യെസ് കറക്റ്റ് ആൻസർ 8.8 ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ, അതിൽ ഇത്രമാത്രം ഒന്നും ചിന്തിക്കാനില്ല. ഇത് എന്താണ്, നമ്മളെ റിഗ്രഷൻ്റെ പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടും. യെസ് സമീറ, 8.8 ആണ് ആൻസർ വരുന്നത്. യെസ്, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കോവേരിയൻസ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, എത്രയാണ്? -10 ആണ്. വേരിയൻസ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 16 ആണെന്ന് തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് വൈ തന്നിട്ടുണ്ട്, എത്രയാണ്? 9 ആണെന്ന് തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? 6 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അൻഷി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ റിഗ്രഷനിലൊരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. അതറിയണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് എഴുതാം. എക്സ് ഓൺ വൈ എന്ന് വെച്ചാൽ ഇക്വേഷൻ വരുന്ന എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. അതായത് വൈൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ബി എക്സ് വൈ ആണ്. അതായത് വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ബി എക്സ് വൈ ആണ് എന്ന് നമ്മൾ
പഠിച്ചിട്ടുണ്ട്, നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നത് പ്രോപ്പർട്ടിയാണത്. അതിൽ സോ വൈൻ്റെ കൂടെയുള്ള ആൾ BXY ആണെന്ന് പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്. സോ ഇവിടെ വൈൻ്റെ കൂടെയുള്ള ആളാരാണ് 1.2, അതുകൊണ്ട് BXY എന്താ 1.2 ആണ്. ഇനി നെക്സ്റ്റ് ഇവിടെ predict x4 y = 6. വൈൻ്റെ വാല്യൂ 6 ആണെങ്കിൽ, വൈയുടെ വാല്യൂ 6 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദ്യം. സോ ഇവിടെ വൈക്ക് എന്താ 6 എന്ന് കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈനൽ എക്സിൻ്റെ വാല്യൂ എന്താണ് 8.8. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഗൗരി അതാ മൊത്തം കാൽക്കുലേഷൻ എഴുതിയിട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. സോ ഇവിടെ ഇതിൽ ഞാനും ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അത് ഞാൻ മാറ്റി പോകുമ്പോൾ നിങ്ങൾ കമൻറ്റിൽ വേണമെങ്കിൽ ഗൗരി അതോടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ അൻഷി? ഇനി നെക്സ്റ്റ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 6 കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. യെസ്, ഐശ്വര്യദേവൊക്കെ ആൻസർ ഇട്ട് കഴിഞ്ഞു. ഇക്വേഷൻ എന്താ വരുന്നത്? കോവേരിയൻസ് XY ഡിവൈഡഡ് ബൈ റൂട്ട് വേരിയൻസ് ഓഫ് എക്സ്. അതായത് എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്? ആക്ച്വലി സിഗ്മ എക്സ് സിഗ്മ വൈ ആണ്. സോ ഇവിടെ കൊവേരിയൻസ് എത്രയാണോ -10 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചാൽ എന്താ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √16 × √9, ദാറ്റ് ഈസ് ഈക്വൽ ടു -10/4 × 3, ദാറ്റ് ഈസ് ഈക്വൽ ടു -10/12. യെസ് ഐശ്വര്യ, ആൻസർ വരുന്നത് എത്രയാണ്? -0.833 ആണ് ആൻസർ വരുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് -0.833 ആണ്. സമീറ ഒന്ന് ആ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. വെഞ്ചൻസ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ആ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ അതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ പബ്ലിക് എക്സാം ഫുൾ മാർക്ക് അടിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഇവിടെ ഇതല്ലാതെ നമുക്ക് എസ്സേ പാർട്ടിൽ വേണ്ട ഇക്വേഷൻ എന്താ? R = n sigma xy minus sigma x sigma y divided by root of n sigma x square minus sigma x the whole square into root of n sigma y square minus sigma y the whole square. ഇവിടെ ഇത് ഏത് കോറിലേഷനാണ് ഫോളോ ചെയ്യുന്നത്? നമുക്ക് 3 ടൈപ്പ് ഓഫ് കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെന്താണ് സീറോ കോറിലേഷൻ. 3 ടൈപ്പാണ് നമുക്കുള്ളത്. ഇതിൽ ഏതാണ് ഫോളോ ചെയ്യുന്നത്? ഇത് ഏത് കോറിലേഷനാണ് ഫോളോ ചെയ്യുന്നത്? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ, എന്തായിരിക്കും? ഓക്കെ സമീറ, ഓക്കെ യെസ്, വെരി ഗുഡ്. അസീസ് -0.833 ആണ്, വെറും 0.833 അല്ലേ? ഇവിടെ വരുന്നത് എങ്ങനെയാണ്? -1ൻ്റെയും 0ൻ്റെയും ഇടയിലാണ് എന്ത് നമ്മളെ വാല്യൂ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ടൈപ്പ് കോറിലേഷൻ ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്? അവിടെ ഫോളോ ചെയ്യുന്നത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഫോളോ ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവ് കോറിലേഷൻ ആണ് എന്ത് അവിടെ ഫോളോ ചെയ്യുന്നത്. So ഇനി നെക്സ്റ്റ് റൈറ്റ് എനി 4 uses of statistical quality control. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഏതെങ്കിലും 4 യൂസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് യൂസസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് മീൻസ് ഓഫ് ഡിറ്റക്ടിങ് എറേഴ്സ് ഇൻ ദി പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് അറ്റ് ഇൻസ്പെക്ഷൻ. ഇറ്റ് ലീഡ്സ് ടു മോർ യൂണിഫോം ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഇംപ്രൂവ്സ് ദി കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ. ഇതിൽ ഏതെങ്കിലും 4 കൊടുത്താൽ മതി. യെസ്, നേരത്തെ ആൻസർ എന്നാൽ നെഗറ്റീവ് ആണ് വരുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഫോർ യൂസ് ആണ്. ഫിറ്റ്നസ് ഫോർ യൂസ് ആണ്. ഇനി മറ്റൊരു ഡെഫിനിഷനും കൂടിയുണ്ട്. ക്വാളിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി ആണ്. ഓക്കെ അല്ലേ? കിട്ടിയിട്ടുണ്ടോ അത്? സിനാൻ, ഇതെപ്പോഴാണ് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും തീർക്കായത്. യെസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വേരിയബിലിറ്റി ആണ് വഫ്ര. സോ ഇതാണ് ക്വാളിറ്റി. ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്സ്. അത് ആരാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഈ ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്സ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ഇത് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന ആരാടാ? വാൾട്ടർ എ ഷെവാർട്ട് ആണെന്ന് കൺട്രോൾ ചാർട്ട്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതൊക്കെ ടൈപ്പ് ചാർട്ട് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ് സ്നേഹ, വാൾട്ടർ എ ഷെവാർട്ട് ആണ്. യെസ് ദേവിക, ചാപ്റ്റർ വൈസ് അല്ല നമ്മൾ മിക്സ് ആയിട്ടാണ് പോകുന്നത്. അതിൽ ഓരോന്നിലും ഓരോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ദേവിക.
സോ ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞ സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ ആണ്. ഇൻഡെക്സ് നമ്പേഴ്സിൽ നമുക്ക് സിമ്പിൾ പ്രൈസ് ഇൻഡെക്സ് വരുന്നുണ്ട്. സിമ്പിൾ പ്രൈസ് ഇൻഡെക്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് അരിത്മെറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? അതിൻ്റെ ഇക്വേഷൻ നമുക്ക് വരുന്നത് ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ്. ഇനി നെക്സ്റ്റ് സിമ്പിൾ ജോമെട്രിക് മീൻ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ ഇക്വേഷൻ വരുന്നത് nth റൂട്ട് ഓഫ് x1 x2 എക്സെട്ര xn എന്നാണ്. ഇനി സിമ്പിൾ ഹാർമോണിക് മീൻ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ ഇക്വേഷൻ വരുന്നത് n ഡിവൈഡഡ് ബൈ സിഗ്മ 1 ബൈ എക്സ് ആണ്. ആൻഡ് ലാസ്റ്റ് വരുന്നതാണ് നമ്മളുടെ സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ. സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. This is equal to sigma p1 by sigma p0 into 100. അതായത് ഈ p1ലെ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യുക ആൻഡ് p2ലെ വാല്യൂസ് ഒക്കെ p0ലെ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യുക, എന്നിട്ട് എന്താ അത് ഡിവൈഡ് ചെയ്യുക. സോ ആൻസർ എത്രയാണ് വരുന്നത്? അവിടെ ഇവിടെ ബേസ് ഇയർ എന്ന് പറയുന്നത് ഇതാണ്. സോ ബേസ് ഇയറിലെ പ്രൈസിനെ P0 എന്നും കറണ്ട് ഇയറിലെ പ്രൈസിനെ P1 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ ഇവിടെ ഇത് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ഇവരെ 3 ആൾക്കാരെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? സിഗ്മ P1 എന്ന് പറയുന്നത് 184 പ്ലസ് 44 പ്ലസ് 52 ആണ്. ആൻസർ എന്തായിരിക്കും വരുന്നത്? നമുക്കവിടെ ആൻസർ വരുന്നത് 280 എന്നാണ് ആൻസർ വരിക. ഇനി സിഗ്മ P0 അതായത് 132 പ്ലസ് 38 പ്ലസ് 48 എന്ന് പറയുന്നത് എത്രയാണ്? അത് 218 ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 280 divided by 218 into 100. So this is equal to, yes Shreya, yes, ആൻസർ വരുന്നത് എത്രയാണ്? 128.44 ആണ് ആൻസർ വരുന്നത്. ശ്രേയ ലക്കീസ് വ്ലോഗ്, യെസ് 128.44 ആണ്. ഫാത്തിമ ആൻസർ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോ. ലക്കീസ് വ്ലോഗ്, യെസ് 128.44 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അബ്ദുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൺട്രോൾ ചാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും നമ്മൾ കൺട്രോൾ ചാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ് ഗൗരി, യെസ് കറക്റ്റ് ആൻസർ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അൺബയാസ്നെസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അൺബയാസ്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മ്യൂ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിബ ഇതെല്ലാം പാസ്സാവാൻ വേണ്ടിയിട്ടില്ല, ഇതിൽ ഏത് പഠിച്ചാലും നിങ്ങൾ പാസ്സാവും. സോ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് ഇത് T1 എന്താണ്? അൺബയാസ്ഡ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഒരു എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് T1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മ്യൂ ആയിരിക്കും. അതായത് എസ്റ്റിമേറ്ററിൻ്റെ മീൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മ്യൂ ആയിരിക്കും കിട്ടുക. സോ ഇവിടെ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് T1ൻ്റെ സ്ഥലത്ത് നമ്മളുടെ എസ്റ്റിമേറ്റർ തന്നെ കൊടുക്കാം. x1 പ്ലസ് 2x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മ്യൂ ആണ് എന്ന് കിട്ടും. ഇനി നമ്മൾ എക്സ്പെക്ടേഷൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. എക്സ്പെക്ടേഷൻ്റെയും വേരിയൻസിൻ്റെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ എക്സ്പെക്ടേഷൻ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എ ആണ്. വേരിയൻസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബിയും വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആണ്, പ്ലസ് 0 ആണ്, അതവിടെ പോയി. സോ ഇവിടെ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കിട്ടും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പറയുന്നത് അകത്ത് പ്ലസ് ആണെങ്കിൽ പുറത്ത് എന്ത് തന്നെയായിരിക്കും? പ്ലസ് ആയിരിക്കും. ഇനി അകത്ത് മൈനസ് ആണെങ്കിൽ പുറത്ത് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഇനി വേരിയൻസ് ആണെങ്കിലോ വേരിയൻസിൽ അകത്ത് പ്ലസ്സോ മൈനസോ എന്ത് തന്നെ ആയാലും അത് നമ്മളൊരു തരത്തിലും ബാധിക്കുന്നില്ല. ആൻസർ വരിക വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ എന്നായിരിക്കും. ഇത്രയും പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്ത് വെച്ചോ. ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ് വേണ്ടത്. സോ ഇവിടെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് 1/k ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ നേരെ എന്താണ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. സോ 1/k എന്ന് പറയുന്നത് 1/k ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x2. ഇത് എ എക്സ് എന്നുള്ളൊരു ഫോമിലല്ലേ ഉള്ളത്? ഇത് എ എക്സ് എന്നുള്ള ഫോമിലല്ലേ? എ എക്സ് ആണെങ്കിൽ എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് എഴുതാമല്ലോ. സോ ഇവിടെ 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x2 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൾ ടു മ്യൂ ആണ്. ഇനി വേണമെങ്കിൽ ഈ കെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ ഇവിടെ എന്ത് കിട്ടും? മ്യൂ പ്ലസ് 2 മ്യൂ പ്ലസ് മ്യൂ ഇസ് ഈക്വൾ ടു കെ മ്യൂ എന്ന് കിട്ടും. ഇത് മ്യൂ ആയി, ഇത് 2 മ്യൂ ആയി, ഇത് എന്താ? മ്യൂ ആയി. സോ ഇവിടെ എന്ത് കിട്ടും? 4 മ്യൂ ഇസ് ഈക്വൾ ടു ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി?
4 mu is equal to k mu എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കെയിൻ്റെ വാല്യൂ എന്താണ്? കെയിൻ്റെ വാല്യൂ എന്താ വരുന്നത്? കെയിൻ്റെ വാല്യൂ എന്താ വരുന്നത് ഇവിടെ? കെയിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 4 എന്നായിരിക്കും. കെയിൻ്റെ വാല്യൂ എന്താണ്? 4 എന്നായിരിക്കും കിട്ടുക. ഇനി നെക്സ്റ്റ് നമ്മൾ 4 മാർക്കിൻ്റെ സെറ്റിലേക്കാണ്. ഈ 2 റിഗ്രഷൻ ലൈൻ തന്നിട്ടുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അസംപ്ഷൻ എടുക്കണം. സോ വൈ ഓൺ എക്സും ഒന്നിനെ വൈ ഓൺ എക്സ് ആയിട്ടും മറ്റതിനെ എക്സ് ഓൺ വൈ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നിനെ വൈ ഓൺ എക്സും മറ്റതിനെ എക്സ് ഓൺ വൈയും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈ ഓൺ എക്സിന് ഞാൻ ആദ്യത്തെ അളവ് വൈ ഓൺ എക്സ് ആയിട്ട് എടുക്കുന്നു. 4x minus 5y plus 33 equal to 0. ഇനി ഇവിടെ 20x minus 9y minus 107 equal to 0. ഇനി ഇതിനെ നമ്മൾ എന്താക്കാം? വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ വൈനെ ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കി എല്ലാവരും നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. സോ അതിന് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇവിടെ വൈനെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് പോസിറ്റീവ് വാല്യൂ അല്ലോ. 5y is equal to 4x plus 33 എന്ന് കിട്ടും. അപ്പോൾ y എന്താണ്? 4/5x plus 33/5 എന്ന് കിട്ടും. ഇനി ഇവിടെയാണെങ്കിൽ എക്സ് ഓൺ വൈ ആണെങ്കിലോ, സോ എക്സ് എന്നൊരു സ്ഥലത്ത് വെച്ചു. 20x is equal to 90y plus 107. സോ എക്സ് is equal to 90/20y. സോറി, ഇവിടെ 9 ആണ്. സോ 9y plus 107. ഇവിടെ എന്ത് കിട്ടും? 20x minus 9y minus 107 equal to 0. 20x എന്ന് പറയുന്നത് എന്താണ്? 9y plus 107 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് 9/20y plus 107/20 എന്ന് കിട്ടും. സോ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ BYX, അതായത് എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആരാണ്? അത് BYX ആണ്. അതെന്താണെന്ന് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ഇവിടെ BXY എന്താണ്? BXY എത്രയാണെന്ന് കിട്ടും? BXY നമുക്ക് കിട്ടുന്നത് 9/20 എന്ന് കിട്ടും. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ BYX ഇൻറ്റു BXY മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4/5 ഇൻറ്റു 9/20 എന്ന് കിട്ടും. സോ ഇതെന്തായി? 5/5 ഇൻറ്റു 5 9/25. അതെന്താണ്? ലെസ് ദാൻ 1 ആണ്. നമുക്ക് കിട്ടാം. സുമയ്യ ആ ആൻസർ ഒന്നും കൂടെ നോക്കിക്കേ. BYX മൈനസ് ആണോ വരാം? മൈനസ് ആണോ കിട്ടുക? അതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. യെസ് സ്നേഹ, യെസ്. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് മനസ്സിലായ എന്താണ്? നമുക്കിവിടെ ലെസ് ദാൻ 1 കിട്ടി. ലെസ് ദാൻ 1 കിട്ടിക്കഴിഞ്ഞാൽ എന്താ? നമ്മളെ അസംപ്ഷൻ എന്താ? കറക്റ്റ് ആണ്. സോ നമ്മളെ ഫസ്റ്റ് ആളെന്ന് പറയുന്ന ആരാണ്? അത് നമ്മളെ വൈ ഓൺ എക്സ് ആണ്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്ന ആരാണ്? അത് എക്സ് ഓൺ വൈ ആണ്. സോ ഇത് വൈ ഓൺ എക്സ് ആണ് ആൻഡ് ഇതാരാണ്? എക്സ് ഓൺ വൈ ആണെന്ന് കിട്ടി. സോ ഇത് മനസ്സിലായിട്ടുണ്ടോ? സുമയ്യ 9/20 അല്ല കേട്ടോ, 9/25 ആണ് വരുന്നത്. നിത ഇത് മാത്സ് അല്ല, ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ് ആണ് വരുന്നത്. 20 സാഗർ, ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്താണ്? 4/5 ഇൻറ്റു 9/20 ആണ്. സോ ഇവിടെ നമുക്ക് 5 4s are 20. സോ അതൊന്ന് കട്ട് ചെയ്തതാണ്. സോ നമുക്ക് 9/5 എന്ന് കിട്ടും. സോ 5 ഇൻറ്റു 5 നമുക്ക് എന്ത് കിട്ടും? 25. സോ 9/25 കിട്ടും. അശ്വിൻ കൃഷ്ണ എന്താണ് ഡൗട്ട്? നിത ഇതതിന് മാത്സ് അല്ല. ഇത് മാത്സ് അല്ല. അബി ഇവിടെ വരുന്നത് ഏതെങ്കിലും 2 ഇക്വേഷൻ തന്നിട്ട് അതിന് വൈ ഓൺ എക്സ് ആണോ എക്സ് ഓൺ വൈ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരാളെ നമ്മൾ വൈ ഓൺ എക്സ് ആയിട്ടും മറ്റൊരാളെ എക്സ് ഓൺ വൈ ആയിട്ടും എടുക്കുക. വൈ ഓൺ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ എവിടെ ആയിരിക്കണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ബാക്കി എല്ലാവരും ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലും ആയിരിക്കും. മീൻ വാല്യൂസ് ചോദിക്കാറുണ്ട് സ്നേഹ. യെസ്, മീൻ വാല്യൂസ് ചോദിക്കാറുണ്ട്. നിത എന്തിനാ വേറെ ആരെങ്കിലും പറയുന്നത്? ഞാൻ തന്നെ ഇവിടെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ് ആണ്, മാത്സിൻ്റെ ക്ലാസ് അല്ല. ആസ്ലിൻ റൂട്ട് BYX ഇൻറ്റു BXY വരുന്നത് അത് നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനാണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാൻ ഇക്വേഷൻ ആണത് R = ± റൂട്ട് BYX ഇൻറ്റു BXY. ഇത് അതല്ലാത്തൊരു പ്രോപ്പർട്ടി കൂടിയിട്ടാണ് തൊട്ട് മുന്നത്തെ പ്രോപ്പർട്ടി വരുന്നത്. BYX ഇൻറ്റു BXY എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു BYX ഗ്രേറ്റർ ദാൻ Y ആണെങ്കിൽ BXY എന്തായിരിക്കണം? അതെന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. യെസ് ദേവിക, യെസ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിത ഇത് മാത്സ് അല്ല, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് മാത്സ് അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് വേറെ തന്നെയാണ്. ആസ്ലിൻ ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇനി നെക്സ്റ്റ് നമുക്കിവിടെ
മീനും വേരിയൻസും ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒരു മീൻ വാല്യൂവിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിനി മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥലത്ത് എക്സ് ബാറും വൈൻ്റെ സ്ഥലത്ത് എന്താ വൈ ബാറും കൊടുത്താൽ മതി. IAS ആദിത്യൻ, ഇത് എല്ലാ കൊല്ലം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, സ്ഥിരമായിട്ട് വരാറുള്ളതാണ്, സ്ഥിരമായിട്ട് ഈ സംഭവം വരാറുള്ളതാണ് കേട്ടോ. സോ ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ മീൻ വാല്യൂസ് കാണാൻ വേണ്ടി പറഞ്ഞാൽ, മീൻ വാല്യൂസ് കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഇക്വേഷൻ എന്താണ് 4x - 5y + 33 = 0യും 20x - 9y - 107 = 0 ആണ്. ഇവിടെ എക്സിന് ബാർ കൊടുക്കുക, വൈക്ക് എന്താ ബാർ കൊടുക്കുക, ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, മീൻ ചോദിച്ചാൽ സുമയ അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മീൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ടാവല്ലോ, ആ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥലത്തൊക്കെ എന്താ എക്സ് ബാർ കൊടുക്കുക, വൈൻ്റെ സ്ഥലത്ത് വൈ ബാർ കൊടുക്കുക. എന്നിട്ട് നമ്മളത് എന്താ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ റാങ്ക് കോറിലേഷൻ ചില വർഷങ്ങളിൽ റാങ്ക് കോറിലേഷൻ ചോദിച്ചിട്ടുണ്ട്. IAS ആദിത്യം നാളെ രാവിലെ ലൈവ് ഉണ്ട്, നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ട്, ബൂസ്റ്റർ ലൈവ് ഉണ്ട് നാളെ രാവിലെ. IAS അശ്വിൻ, യെസ്, ആ അനോവേൻ്റെ ആ ഒരു പാർട്ടിലേക്ക് എത്തുകയാണ്. അനോവേൻ്റെ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. യെസ് ലിയോ, നമുക്കിത് ചെയ്ത് നോക്കാം. സോ ഇവിടെ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരാം, 4x ബാർ - 5y ബാർ ഇവിടെ വെച്ചു, ദിസ് ഈസ് ഈക്വൽ ടു -33. ഇവിടെ ആണെങ്കിൽ 20x ബാർ - 9y ബാർ എന്ന് പറയുന്നത് 107 കിട്ടും. ഇനി ഇവിടെ ഏതെങ്കിലും 2 ടേമിനെ നമുക്ക് ഈക്വൽ ആക്കണം. അത് ഈക്വൽ ആക്കാൻ വേണ്ടി ഇയാളെ ഞാൻ ഇൻറ്റു 5 ചെയ്യാണ്, ഇയാളെ ഇൻറ്റു 1 ചെയ്യാണ്. ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 20x, 5 4s are 20x ബാർ മൈനസ് 5 5s are 25y ബാർ. പിന്നെ എന്താണ് -33 ഇൻറ്റു 5, ആൻസർ വരാം -165 എന്ന് കിട്ടും. സോ ഇനി നെക്സ്റ്റ് നമ്മുടെ താഴെ 20x ബാർ മൈനസ് ഇൻറ്റു 1 ആണല്ലോ, അവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല, 9y ബാർ ഇസ് ഈക്വൽ ടു 107 എന്ന് കിട്ടും. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് എത്ര ആൻസർ വരാമെന്നൊന്ന് പറഞ്ഞേ, എത്രയായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് വരാം. ഇവിടെ നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് മൈനസ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇത് മൈനസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ 20 - 20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും, നമുക്ക് 0 കിട്ടും, നമുക്കിവിടെ 0 കിട്ടും. ഇനി ഇവിടെ എന്തായി, ഇത് -25y ബാർ പ്ലസ് 9y ബാർ എന്നായിരിക്കും കിട്ടുക. മൈനസും മൈനസ് ഇൻറ്റു ചെയ്താൽ എന്താണ്, പ്ലസ് ആയിരിക്കും കിട്ടുക. സോ ഇവിടെ എന്ത് കിട്ടും, -25 പ്ലസ് 9 എന്ന് പറയുമ്പം നമുക്ക് ആൻസർ വരാം -16y ബാർ എന്നായിരിക്കും. സോ ഇവിടെ -16y ബാർ എന്ന് കിട്ടും. ഇനി ഇവിടെ -165 -107, അപ്പോൾ എന്തായിരിക്കും വരിക, അവിടെ ആൻസർ വരാം 165 പ്ലസ് 107. സോ -272. y ബാർ എന്ന് പറയുന്നത് എന്താണ്, -272 ബൈ -16. y ബാർ എന്തായിരിക്കും കിട്ടുക, 272/16. ആൻസർ വരുന്ന എത്രയാണ്, 17 എന്നായിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ y ബാർ എന്ത് കിട്ടി, 17 ആണെന്ന് കിട്ടി. ഇത്തരത്തിലാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള ഇക്വേഷനിൽ എക്സ് ബാർ വൈ ബാർ മീൻ വാല്യൂസ് എന്ന് വെച്ചാൽ എന്താ, മീൻ വാല്യൂസ് എന്ന് വെച്ചാൽ എന്താ, നമ്മളതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, എക്സ് ബാർ വൈ ബാർ എന്നല്ല ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്തൊക്കെ എക്സ് ബാർ എന്ന് കൊടുക്കുക, വൈൻ്റെ സ്ഥലത്തൊക്കെ വൈ ബാർ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ 2 ഇക്വേഷൻ എന്താ സോൾവ് ചെയ്താൽ മതി. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1ഉം 5 എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LCM ആണ്. ഫിറോസ് മോഡലിന് വന്ന ക്വസ്റ്റ്യൻ വരും എന്നല്ല പറഞ്ഞത്, മോഡലിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു മോഡൽ നമ്മൾ ചെയ്തു നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാറ്റേണുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആഷ്ലിൻ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ വരില്ല, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. നമ്മളുടെ അടുത്ത് 1 മൾട്ടിപ്ലൈ ചെയ്തത് LCM എടുത്തതാണ്. സോ LCM എടുക്കുക എന്ന് പറയുമ്പം ഇവിടെ എനിക്ക് ഏതെങ്കിലും 2 ടേമിന് എന്താ ഈക്വൽ ആക്കണം. ഇനി അല്ലെങ്കിൽ ഇവിടെ 9 5 ആണ്, ഇതിനെ 9 കൊണ്ടും ഇതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2 സ്ഥലത്തും 45 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിനെ കളയാൻ വേണ്ടി പറ്റും. നജീബ, യെസ്, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. സോ y ബാർ 17 കിട്ടും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു
ആളെടുക്കാം, ഏതെങ്കിലും ഒരു ആളെടുക്കുക. ഞാനിവിടെ പറയുന്നത് കോൺസെപ്റ്റ് ആണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ. സോ 4x ബാർ മൈനസ് 5y ബാർ ഇസ് ഈക്വൾ ടു -33. ഇവിടെ y ബാർ എന്താണ് 17 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ 4x ബാർ മൈനസ് 5 ഇൻറ്റു 17 ഇസ് ഈക്വൾ ടു -33 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫൈനൽ ആൻസർ വരുന്നത് എന്തായിരിക്കും? 17 ഇൻറ്റു 5 എന്ന് പറയുന്നത് 85 ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? -33 പ്ലസ് 85. അപ്പോൾ എന്ത് കിട്ടും? 52 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 എന്നായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ y ബാർ എക്സ് ബാർ 13 എന്നും കിട്ടും, y ബാർ എന്താണ് 17 എന്നായിരിക്കും ഫൈനലി നമുക്ക് ആൻസർ കിട്ടുക. -33 എങ്ങനെ +33 ആയി? -33 +33 ആയില്ലല്ലോ, അത് മൈനസിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്, അതെല്ലാം മൈനസിൽ തന്നെയാണ് ഇരിക്കുന്നത്, അത് പ്ലസ് ആയില്ലല്ലോ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻ, യെസ് അത് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. സോ ഇനി നെക്സ്റ്റ്, ഇത് നമ്മളെ കണ്ടിന്യൂസിൻ്റെ കേസാണ്. ഇതിൽ നമ്മളോട് മീനും വേരിയൻസ് ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. മീൻ എന്ന് വെച്ചാൽ എന്താണ്? സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ്. സോ ഇവിടെ ചെയ്യേണ്ട എന്താ? ഓരോ എക്സ് വാല്യൂം പി ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ എത്ര വരുന്നത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ, എത്ര പെട്ടെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ ആൻസർ എന്താണെന്നുള്ളത്? 0 × 1/8 പ്ലസ് 1 × 3/8 പ്ലസ് 2 × 3/8 പ്ലസ് 3 × 1/8. So this is equal to 0 plus 3/8 plus 6/8 plus 3/8 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 1 3, 3 × 2 6, 3 × 1 വീണ്ടും 3. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 6 + 3 9, 9 + 3 12/8 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി വേരിയൻസ്, യെസ് മീൻ സമീറ, യെസ് സുമയ, യെസ് 1.5 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേരിയൻസ് എന്തായിരിക്കും? വേരിയൻസ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. സോ ആദ്യം ആരെയാ കാണേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ആണ്. സോ എന്താണ്? 0 സ്ക്വയർ ഇൻറ്റു 1/8 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 3/8 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 3/8 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 1/8 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് 0 ആയിപ്പോയി, ഇത് 1 × 3/8 ആണ്. ഇനി നെക്സ്റ്റ് ഇത് 4 × 3/8 ആണ്. ഇനി നെക്സ്റ്റ് ഇത് 9 × 1/8 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 3/8 പ്ലസ് 12/8 പ്ലസ് 9/8. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? ഇവിടെ ആൻസർ വരുന്നത് 24/8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 1.5 square, that is equal to 3 minus 2.25, that is equal to 0.75. Yes Mitsu, yes Samira, yes 0.75 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ വരുന്നത്. യെസ് സുമയ, 3 നമുക്കത് മൈനസ് ചെയ്യണം, അപ്പോൾ നമുക്ക് എന്താണ് ഫൈനലി 0.75 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. സോ ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്താണ് PMF എന്താണ് ചോദിച്ചിട്ടുള്ളത്? PMF എന്താണ് നമുക്കറിയാലോ. PMF എന്താണ് വരുന്നത്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? e⁻ raised to x by x factorial where x is equal to 0, 1, 2 etc. equal to 0 otherwise. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ലാംഡ ഈസ് ഈക്വൾ ടു 3.4 ആണെന്ന് തന്നിട്ടുണ്ട്. ലാംഡ 3.4 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 0, 1, 2. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 2 എന്താ ഇൻക്ലൂഡ് ചെയ്യണം. സോ 0, 1, 2 ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ഇവിടെ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ ഇവിടെ ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം, ഓരോ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. സോ ആദ്യം നമ്മളുടെ ഇവിടെ ലാംഡയ്ക്ക് എന്താണ് 3.4 എന്ന് കൊടുക്കാം. 3.4 raised to x എന്താണ് ഇവിടെ വരുന്നത്? 0 ആണ് വരുന്നത്. ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താണ്? 0 ഫാക്ടോറിയൽ പ്ലസ്
e raised to minus 3.4, 3.4 raised to 1 by 1 factorial plus e minus 3.4, 3.4 raised to x എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആണ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും 2 ഫാക്ടോറിയൽ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.3397 ആണ്. ഫൈനൽ ആൻസർ എത്രയാണ്? 0.3397 ആണെന്ന് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. യെസ്, നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ലെസ് ദാൻ എന്ന് മാത്രമല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൂടെ ഉണ്ട്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താ 2 കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം സുമയ്യ. 2 വേണം. ഇനി ഇതിന് പകരം നമ്മളോട് ചോദിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്നാണെങ്കിൽ, ലെസ് ദാൻ 2 എന്ന് വെച്ചാൽ 2നെക്കാട്ടും ചെറിയ നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ 2നെക്കാട്ടും ചെറുത് ഏതാ? 0യും 1ഉം. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഓ അതിൽ ചെറുതോ, 2ൽ ചെറുതോ എന്നല്ല 2ഓ അതിൽ ചെറുതോ എന്നാണ്. സോ 2ഉം ഉണ്ട്, 1ഉം ഉണ്ട്, 0 ഉണ്ട്. ഹിബ ഷെറിൻ മോഡൽ എക്സാം മാത്രം പഠിച്ചുകൊണ്ട് പാസ്സാവില്ല. ഇത് മോഡൽ എക്സാം മാത്രമല്ല, കൂടെ നമ്മൾ ചാപ്റ്ററും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ചാപ്റ്ററിലേക്കാണ്. നോർമലിൻ്റെ കേസിൽ നമ്മളുടെ നോർമലിൻ്റെ ഒരു എക്സ് വേരിയബിൾ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അത് നമ്മൾ മ്യൂ സിഗ്മ സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മളുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വരുന്നത് 1/σ√2π e raised to minus 1/2 x minus mu by sigma the whole square എന്നായിരിക്കും. ഇവിടെ എക്സിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, മ്യൂവിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. പക്ഷേ നമ്മളെ സിഗ്മ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്ന കാൽക്കുലേഷൻ. പോയ്സോൺ ഡേയിൽ ഇവിടെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം e raised to 3.4 എന്താണ്? അത് കോമൺ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. സോ ഇവിടെ എന്ത് കിട്ടും? ദിസ് ഈക്വൽ ടു e raised to minus 3.4. ഇവിടെ 3.4 raised to 0 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. 0 ഫാക്ടോറിയൽ 1 ആണ്. സോ ഇവിടെ എന്ത് വന്നു? 1 plus 3.4 plus 3.4 square by 2 ഫാക്ടോറിയൽ. ഇനി എന്താ? ഇയാളെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് e raised to 3.14ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് യെസ് റാജി, നമുക്ക് പ്രാക്ടിക്കൽസും കൂടെ ഉണ്ടല്ലോ. സോ അപ്പോൾ അത്രയായിരിക്കും മാർക്ക് ഉണ്ടായിരിക്കുക. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇപ്പോൾ എക്സ് ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. മ്യൂ ആണ് എന്നിവിടെ മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. സിഗ്മ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയൻസ് ആണ്. സോ ഈ പ്രോബ്ലത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ 6 അല്ല, 6 സ്ക്വയർ ആണ് വരുന്നത്. 6 സ്ക്വയർ ആണ് നമുക്കവിടെ വരേണ്ടത്. നമുക്കിനി z എന്ന് വെച്ചാൽ എന്താണ്? z എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. z ഫോളോ ചെയ്യുന്ന നോർമൽ വിത്ത് മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? 1ഉം ആയിരിക്കും. സോ z എന്താണ്? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. z എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മളുടെ z-ൻ്റെ ടേബിൾ ഉണ്ട്, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉണ്ട്. അതിൽ നമുക്ക് എന്ത് കിട്ടും? z-ൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. സോ ഇവിടെ ഇനി നമുക്ക് z ട്രാൻസ്ഫോർമേഷൻ എക്സിനെ എങ്ങനെ z ആക്കി മാറ്റും? എക്സിനെ z ആക്കി മാറ്റാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി. z is equal x minus mu by sigma. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ നമുക്ക് z ആക്കാൻ വേണ്ടി പറ്റും. സോ യെസ് സുമയ്യ, യെസ്. ഇവിടെ ആദ്യത്തെ ആളെ നമ്മൾ എന്താ ചെയ്യുക? പ്രോബിലിറ്റി ഓഫ് 48 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 58. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഏരിയ അണ്ടർ ദി നോർമൽ കർവ് എന്ന് പറയുന്നത് 1 ആണ്. ഇത് വരുന്നത് എത്രയാണ്? 1 ആണ് വരുന്നത്. സോ ഇതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? z ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ പ്രോബിലിറ്റി കാണാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇതെന്താ? പ്രോബിലിറ്റി ഓഫ് 48 മൈനസ് ഇവിടെ മ്യൂ എന്ന് പറയുന്നത് 54 ആണ്, സിഗ്മ എന്ന് പറയുന്നത് 6 ആണ്. സോ 48 മൈനസ് 54 ഡിവൈഡഡ് ബൈ 6 ലെസ് ദാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ 58 മൈനസ് 54 ഡിവൈഡഡ് ബൈ 6. ദിസ് ഈസ് ഈക്വൽ ടു എത്രയാ വരിക? ഇത് എത്രയായിരിക്കും വരിക? അജാസ് വൈവാക്കടോ, പ്രോബ്ലം ചെയ്യാലോ. ഇവിടെ എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് മൈനസ് 6/6 ലെസ് ദാൻ z ലെസ് ദാൻ ഇവിടെ എന്ത് വന്നു? 4/6 എന്ന് കിട്ടും. സോ ദിസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ z ലെസ് ദാൻ
z ലെസ് ദാൻ ഇവിടെ വരെ 0.66 ആയിരിക്കും. യെസ് സുമയ്യ, -1ൻ്റെയും 0.66ൻ്റെയും ഇടയിലാണ് ആര് നമ്മളെ z വരുന്നത്. സോ നോക്കിയാൽ കാണാം ഇതെന്താണ് മൈനസ് വാല്യൂ ആണ്, ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, 0ൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമുക്ക് വരുന്നത്. സോ നമ്മളൊക്കെ എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് നമുക്ക് പ്രോബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ z ലെസ് ദാൻ 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.66 എന്നാക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ വരുന്നത് നേരെ ടേബിൾ എടുക്കുക, ടേബിളിൽ 1 എവിടെയാണോ ഉള്ളതെന്ന് നോക്കുക, 0 ഉണ്ട്, കോളത്തിൽ 0 ഉണ്ടായിരിക്കും, അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് 1ൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ എത്രയാണ് വരുന്നത്? 0.3413 എന്നായിരിക്കും. ഇനി നെക്സ്റ്റ് 0.6 നോക്കുക, 0.6ഉം 0.06ഉം ഇത് രണ്ടും കൂടെ എവിടെയാണ് കൂട്ടിമുട്ടുന്നത് നോക്കുക, നമുക്ക് അവിടെ ആൻസർ വരുന്നത് ദിസ് പ്ലസ് 0.2486 എന്ന് കിട്ടും. ഫൈനലി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എത്രയാണ് വരുന്നത്? യെസ് ദേവിക, യെസ് കറക്റ്റ് ആൻസർ. യെസ് ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത് 0.5899 ആയിരിക്കും. ഫൈനൽ ആൻസർ 0.5899 ആയിരിക്കും. യെസ് ഗൗരി, യെസ് കറക്റ്റ് ആൻസർ ആണ് വന്നിട്ടുള്ളത്. യെസ് വഫ്ര, യെസ്. സോ ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 60 കാണാനാണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 60 കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്ത് തന്നെ ചെയ്യാം? Z ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 60 മൈനസ് മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 54 ആണ്. 54 ഡിവൈഡ് ബൈ സിഗ്മ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. സോ എന്ത് കിട്ടി? പ്രോബിലിറ്റി ഓഫ് Z ലെസ് ദാൻ 6/6. പ്രോബിലിറ്റി ഓഫ് Z ലെസ് ദാൻ 1 എന്ന് കിട്ടും. ഇവിടെ എന്താ Z ലെസ് ദാൻ 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് എന്താണ്? 60നെക്കാട്ടും ചെറുതാണ് അല്ലേ? സോ ഇവിടെ ചെറിയൊരു വ്യത്യാസം കൂടെ വരുന്നുണ്ട്. ഇവിടെ പ്രോബിലിറ്റി ഓഫ് Z ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? നമ്മളെ ഗ്രാഫ് വരെ ഇങ്ങനെയാണ്. ഇതാണ് നമ്മളെ Z = 0, ഇതാണ് Z = 1, ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ Z എന്ന് പറയുന്നത് എന്താണ്? Z 1നെക്കാട്ടും ചെറുതാണ്. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത്രയും ഏരിയൻ്റെ ഇത്രയും ആൾക്കാരുടെ പ്രോബിലിറ്റിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇത്രയും ഏരിയൻ്റെ പ്രോബിലിറ്റി. സോ അതെന്തായിരിക്കും വരിക? അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ നമുക്കറിയാം ഇത് നമ്മളുടെ ഈ ഒരു സെൻറ്റർ പോർഷൻ, ഇവിടെ നമ്മളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഇനി ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴോ, സോ ഇതിനെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാം? 0.5 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 മുതൽ 1 വരെയുള്ള ഏരിയ, 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1, അതാണ് നമ്മളെ ഏരിയ. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.5 പ്ലസ് 0.3413. എന്താണ് വാല്യൂ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഫൈനലി ആൻസർ വരുന്നത് 0.8413 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. മോഡൽ എക്സാമിൻ്റെ അതേ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പബ്ലിക് എക്സാമിന് ഉണ്ടായിരിക്കാം. യെസ് അജാസ് ഫുൾ വൈബ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യുവർ ഗോൾ വിൽ നെവർ കം ടു യു, യു ഹാവ് ടു ഫൈൻഡ് യുവർ ഗോൾ. സോ നമ്മളെ ഗോള് സ്റ്റാറ്റിസ്റ്റിക്സ് ഫുൾ മാർക്ക് നേടാന്നുള്ളതാണെങ്കിൽ അതിന് വേണ്ടിയുള്ള പണി നമ്മൾ തന്നെ എടുക്കണം. സോ യെസ് വഫ്ര, സമീറ, യെസ് ആൻസർ എന്താണ്? 0.8413 ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് വേറെ ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ കുറേ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്. കുറച്ചൊരു വെറൈറ്റി പിടിക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ ഏതൊക്കെ ടൈപ്പാണെന്ന് നമ്മളോട് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, സീറോ കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കൂടി വരിക. ദാറ്റ് ഈസ് ദേ മൂവ് ഇൻ സെയിം ഡയറക്ഷൻ. അവരെങ്ങനെയാണ് മൂവ്മെൻറ്റ്? സെയിം ഡയറക്ഷനിലാണ് അവർ മൂവ് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിലോ എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കുറഞ്ഞു വരിക. അതായത് എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സോ ഇതെന്താണ്? ഇവർ മൂവ് ചെയ്യുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സീറോ കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോ കോറിലേഷൻ അഥവാ നോ റിലേഷൻഷിപ്പ്. അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. എക്സും വൈയും തമ്മിൽ എന്താ? ഒരു ബന്ധവുമില്ല. അതാണ് എന്ത്? നമ്മളുടെ നോ കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് യെസ് ഷീബ, യെസ് എക്സ് ആൻഡ് വൈ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ. യെസ് ജോസ്മോൻ, നെഗറ്റീവ് കോറിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ്. ഈ നെക്സ്റ്റ് സീറോ കോറിലേഷൻ ആണെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നെക്സ്റ്റ് R = 0 ആണെങ്കിൽ, നല്ല ക്വസ്റ്റ്യൻ, R = 0 ആണെങ്കിൽ റിഗ്രഷൻ ലൈൻസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. R = 0 ആണെങ്കിൽ റിഗ്രഷൻ ലൈൻസ് എന്തായിരിക്കും? അതിൻ്റെ എന്താണ് ആൻസർ വരിക? അവിടെ എന്താണ് നമുക്കവിടെ ആൻസർ വരിക? ആൻസർ എന്തായിരിക്കും വരിക അവിടെ? R = 0 ആണെങ്കിൽ റിഗ്രഷൻ ലൈൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും.
ഓക്കെ. ഇനി r is equal to 1 ആണെങ്കിലും അത് കോയിൻസിഡൻ്റ് ആയിരിക്കും. r is equal to 1 ആണെങ്കിൽ കോയിൻസിഡൻ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സാമ്പിൾ ഇതിൻ്റെ വേണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോസിറ്റീവിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഇൻകം എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ യൂസ് ഓഫ് ഫെർട്ടിലൈസർ, ഈൽഡ് ഓഫ് ക്രോപ്പ്. സോ ഇതുപോലെ എന്തെങ്കിലും രണ്ട് വാല്യൂസ് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ഹൈറ്റ് ആൻഡ് വെയിറ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് അതിന് കൊടുക്കാം. പിന്നെ നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിലോ അപ്പോൾ എന്തൊക്കെയുണ്ട്? പ്രഷർ ആൻഡ് വോളിയം പിന്നെന്താണ് നമ്മളുടെ പ്രഷർ ആൻഡ് വോളിയം, പിന്നെ നമ്മളുടെ ഡിസ്റ്റൻസ് ഓഫ് ലൈറ്റും അതേപോലെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും. സീറോ കോറിലേഷൻ ആണെങ്കിൽ ഹൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ് ഇതൊക്കെ എന്താണ്? നമ്മളുടെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇനി നെക്സ്റ്റ് നമുക്കിവിടെ വരുന്നത് നമുക്കൊരു ഇക്വേഷൻ. റിഗ്രഷനിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? BXY ഈസ് നോട്ട് ഈക്വൽ ടു BYX. രണ്ട് വാല്യൂസ് ഉണ്ടാകും, വ്യത്യാസമായിരിക്കും. അതേപോലെ BXYൻ്റെയും YXൻ്റെയും സൈനുകൾ സെയിം ആയിരിക്കും. സെയിം സൈൻ ആയിരിക്കും ഇത് രണ്ടാളെന്തെങ്കിലും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാളും തന്നെ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്? BXY ഇൻറ്റു BYX എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഇനി R ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് BYX ഇൻറ്റു BXY ആണ്. ആൻഡ് BYX ഇസ് ഈക്വൽ ടു BYXും BXYയും നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ വെച്ചൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. യെസ് അബ്ദുൾ റഹ്മാൻ, യെസ് ANOVA ടേബിൾ അതിൻ്റെ ക്വസ്റ്റൻ നമുക്കുണ്ടല്ലോ. ആക്ച്വലി മോഡൽ പേപ്പർ നോക്കുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് ലൈക്ക് മോഡൽ മാത്രമാണോ വരിക, വേറെ ക്വസ്റ്റൻ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. സോ കുറച്ചൊന്ന് വേറെ ക്വസ്റ്റൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബാക്കി മോഡലിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും കേട്ടോ, വിഷമിക്കേണ്ട. സോ ഇവിടെ BYXൻ്റെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് R. രണ്ട് സ്ഥലത്തും R കോമൺ ആണ്. YX ഇന്നലെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം വരുന്നത് ആരാണ്? Y ആണെങ്കിൽ മുകളിൽ Y ആണ് വരേണ്ടത്. σy/σx. ഇനി ഇവിടെ ആണെങ്കിൽ σx/σy ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചതിന് ചോദ്യം R ഉണ്ട്, σx ഉണ്ട്, BXY ഉണ്ട്. കാണേണ്ടത് ആരാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Y ആണ് കാണേണ്ടത്. സോ ഇവിടെ എന്ത് കിട്ടും? BXY ഇസ് ഈക്വൽ ടു R ഇൻറ്റു സിഗ്മ x/σy ആണ്. σx/σy. സോ എന്താണ്? σy ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ σyനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, BXYനെ താഴേക്ക് എടുത്തു. സോ σy is equal to R into σx divided by BXY. That is equal to R എത്രയാണ് വരുന്നത്? R തന്നിട്ടുണ്ട് 0.65 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇൻറ്റു ഇവിടെ σx എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 4 ആണ് ഡിവൈഡഡ് ബൈ BXY എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് വരുന്നത് 1.5 ആണ് അവിടെ വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതെല്ലാവരും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ വരുന്നത് എത്രയായിരിക്കും? ഫൈനൽ ആൻസർ വരുന്നത് 1.73 എന്നായിരിക്കും. സോ നമ്മളുടെ σy എന്ന് പറയുന്നത് എത്രയാണ്? അത് 1.73 ആണെന്ന് കിട്ടും. റിഷ യെസ് ANOVA നമ്മൾ എന്തായാലും പറയും. അബ്ദുൾ റഹീം എന്തായാലും നമ്മൾ ANOVA ഇപ്പം എന്തായാലും പറയും. ഈ നെക്സ്റ്റ് നേരത്തെ കണ്ട പോലെ തന്നെയുള്ള സെയിം മോഡലൊരു ക്വസ്റ്റ്യൻ ആണ്. മീനും വേരിയൻസും കാണാനാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് σx P(x) ആണ്. സോ എന്താണ്? 0 ഇൻറ്റു 0.1 പ്ലസ് 1 ഇൻറ്റു 0.3 പ്ലസ് 2 ഇൻറ്റു 0.4 പ്ലസ് 3 ഇൻറ്റു 0.2. ആൻസർ എന്താ വരിക? 0 പ്ലസ് 0.3 പ്ലസ് 0.8 പ്ലസ് 0.6. ഫൈനൽ ആൻസർ വരുന്നത് എത്രയായിരിക്കും? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 1.7 ആയിരിക്കും. ഇനി വേരിയൻസ് കാണാൻ വേണ്ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കൂടെ നമ്മൾ കാണണമല്ലോ. സോ ഈ സാഷലിൻ നെക്സ്റ്റ് നമുക്ക് മോഡലിൻ്റെ ബാക്കി ചെയ്യാം. യെസ് റിഷ, യെസ് 1.7 ആണ് അവിടെ ആൻസർ വരുന്നത്. ഇനി ഇവിടെ σx സ്ക്വയർ P(x). അപ്പോൾ എന്താണ്? 0 സ്ക്വയർ ഇൻറ്റു 0.1 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 0.3 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 0.4 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 0.2 എന്ന് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 0.3 പ്ലസ് 2 സ്ക്വയർ എന്താണ്? 4 ആണ്. 4 ഇൻറ്റു 0.4 പ്ലസ് 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. 9 ഇൻറ്റു 0.2. ദിസ് ഇസ് ഈക്വൽ ടു 0.3 പ്ലസ് 1.6 പ്ലസ് 1.8. ഫൈനൽ ആൻസർ വരുന്നത് എത്രയാണ്? 3.7 ആണ് നമുക്ക് ഇക്വേഷൻ വരാം. യെസ് ഫിറോസ്, യെസ് കാൽക്കുലേഷൻ കോഎഫിഷ്യൻറ്റും അതേപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സും എന്തായാലും പബ്ലിക് എക്സാമിന് എന്തായാലും ഉണ്ടായിരിക്കും അത് രണ്ടും. സോ ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? 3.7 ആണ് നമുക്ക് വരാം.
ഇനി നെക്സ്റ്റ് വേരിയൻസ് എന്തായിരിക്കും? അപ്പം വേരിയൻസ് എന്തായിരിക്കും വരിക? വേരിയൻസ് എന്ന് പറയുന്നത് variance is equal to expectation of x square minus expectation of x the whole square. Expectation of x square എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 3.7. യെസ് ജോസ്മോൻ, യെസ് 3.7 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ 3.7 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എത്രയാണ്? അത് 1.7 ആണ്. സോ 1.7 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.7 മൈനസ് 1.7 സ്ക്വയർ എത്രയാണ് വരുന്നത്? അത് 2.89 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 0.81. ഇതാണ് എന്ത് ഫൈനൽ വേരിയൻസ് നമുക്ക് കിട്ടുക. വേരിയൻസ് എത്രയാണ് വരുന്നത്? അത് 0.81 ആണ് എന്ത് നമ്മളെ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ് ഗൗരി, ഇൻഡെക്സ് നമ്പർ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എസ് എ പാർട്ടൊക്കെ കൂളായിട്ട് നമുക്ക് ഫുൾ മാർക്കാണ് അതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ആഷ്ലി കുറച്ച് നേരം പറയുന്നു മിസ്സേ നമുക്ക് ബാക്കി മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാമെന്നുള്ളത്. ഇനിയാണ് നമ്മൾ കുറച്ച് വലിയ ആൾക്കാർ വരുന്നത് അല്ലേ. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞു 24th ക്വസ്റ്റ്യൻ, 23 വരെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 24th ക്വസ്റ്റ്യനിൽ വരുന്നത് എന്താണ്? അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് SRSWR വഴി എക്സ്പെക്ടേഷൻ ഓഫ് ഇത് എക്സ് ബാർ ആയിരിക്കും. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അതായത് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇവിടെ നമ്മുടെ പോപ്പുലേഷൻ സൈസ് എത്രയാണെന്ന് നോക്കാം. എത്ര ആൾക്കാരുണ്ട്? പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇവിടെ പോപ്പുലേഷൻ ആരൊക്കെയാണ്? അത് 5, 10, 15, 20. സോ ഇവിടെ പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇനി സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ പോപ്പുലേഷൻ സൈസ് കിട്ടി, സാമ്പിൾ സൈസ് കിട്ടി. SRSWORൻ്റെ കേസിൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു NCN ആണ്. ഇനി SRSWORന് പകരം SRSWR ആണെങ്കിലോ വിത്ത് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസാണെങ്കിലോ SRSWR ആണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? n⁻n എന്നായിരിക്കും. സോ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ സൈഡിലൊന്ന് പറഞ്ഞു പോയതാണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ NCN എന്ന് പറയുമ്പോൾ 4C2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4C2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ വരിക? നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കാണേണ്ടത് മ്യൂ ആണ്. ഞാൻ ഇനി കാണാൻ വേണ്ടി പോകുന്നത് മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എല്ലാ മ്യൂവിൻ്റെ ഈ എല്ലാ വാല്യൂസിനും ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സോ ഇത് എത്രയാണ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ വരിക? SRSWRൻ്റെ തിയറി. ഓക്കെ, SRSWRൻ്റെ തിയറി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. SRSWR അത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. അതെന്താണെന്ന് പറയണോ? സോറി, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് അതിൽ നമ്മുടെ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് NCN ആണ്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/NCN ആയിരിക്കും. അവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ ഒരു ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 ബോളുണ്ട്. ഞാനതിൽ ഒരെണ്ണം എടുത്തു, അത് തിരിച്ച് വെക്കുന്നില്ല. അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. റീപ്ലേസ് ചെയ്യാനാണ് അടുത്ത ആൾ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ടേബിൾ യെസ് ഇവിടെ പോപ്പുലേഷൻ മീൻ എത്രയാണ് വരുന്നത് എന്നാൽ ടേബിൾ നമുക്ക് നോക്കാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 എന്ന് കിട്ടും. 50/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12.5 ആണെന്ന് മീൻ കിട്ടുന്നത്. ജോസ്മോൻ പോപ്പുലേഷൻ മീൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തോ? പോപ്പുലേഷൻ മീൻ വരുന്നത് 12.5 ആണ് നമുക്ക് വരുന്നത്. ഈ നെക്സ്റ്റ് നമ്മൾ ടേബിൾ വഴിയാണ് എന്ത് നമ്മൾ സാമ്പിൾസ് എന്ത് കണ്ടുപിടിക്കുക? സാമ്പിൾ മീൻ കണ്ടുപിടിക്കുക ടേബിൾ വെച്ചിട്ടായിരിക്കും. സോ നമ്മളെ സാമ്പിളിൽ നമ്മളെ പോപ്പുലേഷൻ എന്താ? 5, 10, 15, 20 ആണെന്ന് പറയാം. സോ ആദ്യത്തെ ആളെ നമ്മൾ എടുക്കുക, അയാളെ ബാക്കി ആൾക്കാർ കൂടെ പെയർ ചെയ്യാം. സോ എന്ത് കിട്ടും? 5, 10, 5, 15, 5, 20. അപ്പോൾ നമുക്ക് 3 സാമ്പിൾ കിട്ടി. ഇനി എത്ര എണ്ണം കൂടെ വേണം? ഇനി ഒരു 3 എണ്ണം കൂടെ വേണം. സോ അതിന് എന്താക്കാം? അടുത്ത ആളെടുക്കാം. 10 എടുത്തു, 2 ആൾക്കാർ കൂടെ പെയർ ചെയ്തു. 10, 15, 10, 20. പിന്നെ തൊട്ടടുത്ത ആളെടുത്തു, 15 എടുത്തു. 15ൻ്റെ കൂടെ പിന്നെ ആരാ വരുന്നത്? 20 ആണ്. സോ 15, 20. സോ 15, 20 കിട്ടും. സോ ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സാമ്പിൾ കാണാം. സോ ഇതിൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത് 5 + 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15/2 7.5. ഇത്തരത്തിൽ ഓരോ ആൾക്കാരുടെ എന്താണ് സാമ്പിൾ മീൻ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് ആൻസർ വരുന്നത് 75 എന്നായിരിക്കും. ഇനി നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ്
എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് ഇവിടെ ആൻസർ ടോട്ടൽ വരുന്ന എത്ര 75 ആണ്. 75 ഡിവൈഡ് ബൈ എത്ര സാമ്പിൾസ് ഉണ്ട്? 6 സാമ്പിൾ ഉണ്ട്. സോ ഇവിടെ എന്ത് കിട്ടും? 12.5 എന്ന് കിട്ടും. സോ ഇവിടെ എന്ത് മനസ്സിലായി? ഇവിടെ മ്യൂ എന്താണ്? സെയിം ആണ്. മ്യൂവും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്താണ്? സെയിം ആണ്. സോ ഫൈനലി നമുക്ക് ആൻസർ എന്താണ് വരുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് നമ്മളെന്താ ഫൈനലി നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി SRSWR ആണ് ചോദിക്കുന്നതെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. വിത്ത് റീപ്ലേസ്മെൻറ്റ്. സോ ഇവിടെ നമ്മളുടെ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് n⁻n ആണ്. അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/n⁻n ആണ്. ഇവിടെ n എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ സൈസാണ്. ആൻഡ് സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സൈസാണ്. സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് സാമ്പിൾ സൈസാണ്. സോ ഇതാണ് നമുക്കവിടെ തിയറി വരുന്നത്. സോ യെസ്, ഇതാണ് നമുക്ക് അവിടെ ചോദിച്ചത്. യെസ്, കുറേ ആൾക്കാർ വസിഹ, ഐശ്വര്യ, ദേവിക, മുഹമ്മദ് ബാസിദ് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. 12.5 ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് യെസ് കൈ സ്ക്വയറിൻ്റെ ചോദിച്ചിട്ടുണ്ട്. 25ാമത്തെ ക്വസ്റ്റ്യൻ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളതാണ്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കൈ സ്ക്വയറിൻ്റെ കേസിൽ നമുക്ക് ആദ്യം വരുന്നത് H0 H1 എന്താണെന്ന് നോക്കാം. H0 എന്ന് പറയുന്നത് കൈ സ്ക്വയർ ഏത് കേസിലാണ് ചെയ്യുക? നമ്മൾ കൈ സ്ക്വയർ യൂഷ്വലി ചെയ്യുക ആട്രിബ്യൂട്ട്സിൻ്റെ കേസിലാണ്. കൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ ചെയ്യുക. കൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ ചെയ്യപ്പോഴാണ് ആട്രിബ്യൂട്ട്സിൻ്റെ കേസിലാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ H0 എന്ന് പറയുന്നത് എന്താണ്? ദ ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. അതായത് ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല, എല്ലാവരും യുണീക്ക് ആയിട്ടാണ് ഉള്ളത്. ദി ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇനി H1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദി ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആർ ഡിപ്പെൻഡൻറ്റ്. ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ഇനി ഇവിടെ നമുക്കൊരു ടേബിൾ ആയിട്ടുണ്ട്. യെസ് ഷീബ, ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതാണ് നമ്മൾ H0 പറയുന്നത്. മല്ലുബോയ് മാർക്ക് കിട്ടണമെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നാളെ എക്സാമിന് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി സോ ഇനി ഇവിടെ H0 H1 എന്താണ് നമുക്ക് അറിയാം. അത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് H0 H1. ഇനി ഇതിൽ എപ്പോഴും നമ്മളൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ഹൈപ്പോത്തസിസ് എന്താണ് എന്ന് പറയലാണ്. രണ്ടാമത്തേത് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ എന്താണ്? ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? കൈ സ്ക്വയർ ആണ്. സോ ഇവിടെ എന്ത് വരും? കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. ഇതാണ് എന്ത്? നമ്മളുടെ കൈ സ്ക്വയർ. നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നത് ഇതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവലും അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ലെവലും ക്രിട്ടിക്കൽ റീജനും പറയാം. സിഗ്നിഫിക്കൻസ് ലെവൽ ഇവിടെ ആൽഫ എന്താണെന്ന് തന്നിട്ടുണ്ട്? 0.05 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്തായിരിക്കും? ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫയാണ്. ഇവിടെ കൈ സ്ക്വയർ ആൽഫ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് അത്? കൈ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ 0.05 ആണ്. ഇത് കാണാൻ വേണ്ടി നമുക്കിവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം. ആൽഫയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റുള്ളൂ? കൈ സ്ക്വയർ കാണാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നു. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് -1 ഇൻറ്റു നമ്പർ ഓഫ് കോളം -1. ഇവിടെ എത്ര റോ ഉണ്ട്? ഇവിടെ 2 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 2 കോളം ഉണ്ട്. സോ R ഇസ് ഈക്വൽ ടു ഇവിടെ 2 ആണ്. C ഇസ് ഈക്വൽ ടു 2 ആണ്. സോ 2 - 1 ഇൻറ്റു 2 - 1. ഇവിടെ 1 ഇൻറ്റു 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഓൾറെഡി കൈ സ്ക്വയർ 1 ആൽഫ തന്നിട്ടുണ്ട്. സോ കൈ സ്ക്വയർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആണ്. 0.05 ആണ് നമ്മളുടെ ആൽഫ. അങ്ങനെയാണെങ്കിൽ കൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 3.8415 ആണ്. 3.8415.
സോ ഇവിടെ നമുക്ക് എന്ത് വരും? കൈ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.8414. 3.8414 വലുതാണ് എന്ത്? നമ്മളുടെ കൈ സ്ക്വയറിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. സോ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യം എന്താക്കി? ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറഞ്ഞു. 2 ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. 3 നമ്മളെ സിഗ്നിഫിക്കൻസ് ലെവലും ക്രിട്ടിക്കൽ റീജിയനും പറഞ്ഞു. ഓക്കെ, ഇനി 4ാമത്തെ എന്താ? കാൽക്കുലേഷൻ പാർട്ടിലേക്ക് വരികയാണ്. ഓക്കെ ഗൗരി, ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എത്ര ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്? നജീബ, ആ ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. X follows in 68, something. Probability of X greater than 72, 0.1587. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ടേബിളിലേക്ക് ഇതാരാണ്? ഈ ഇരിക്കുന്നതൊക്കെ എന്താണ്? O ആണ്, ഒബ്സർവ്ഡ് വാല്യൂസ് ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂസ് കാണണം. എക്സ്പെക്റ്റഡ് EIJ കാണാനുള്ള ഇക്വേഷൻ RI × CJ ഡിവൈഡ് ബൈ N ആണ്. ഇവിടെ N എത്രയാണ് വരുന്നത്? ഇവിടെ N വരുന്നത് 80 ആണ്. ടോട്ടൽ ഫ്രീക്വൻസി എത്ര വരുന്നത്? 80 ആണ് വരുന്നത്. ഇനി ആദ്യത്തെ ആൾ E11, അതായത് ഈ ഒരു കോളമാണ് നമ്മൾ നോക്കുന്നത്. E11 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R1 × C1 ബൈ N ആണ്. E12 കാണാനോ R1 × C2 ബൈ N ആണ്. ഇനി E21 കാണാനോ R2 × C1 ബൈ N ആണ്. E22 കാണാനോ R2 × C2 ബൈ N ആയിരിക്കും. സോ ഇത്തരത്തിലാണ് എന്ത്? നമ്മളുടെ ഈ എക്സ്പെക്റ്റഡ് വാല്യൂസ്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് ഇങ്ങനെയാണ് കാണാൻ വേണ്ടി പറ്റുക. സോ ആദ്യം ചെയ്യേണ്ടത് R1 എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തെ റോയിൻ്റെ ടോട്ടൽ. ടോട്ടൽ വരുന്നത് 52 ആണ്. ആദ്യത്തെ കോളത്തിൻ്റെ ടോട്ടൽ വരുന്നത് എത്ര? 30 ആണ്. സോ എന്ത് കിട്ടും? 52 × 30 ബൈ 80. യെസ് ഷീബ, യെസ് കറക്റ്റ് ആണ്. എന്താണ്? 52 × 30 ബൈ 80 എന്ന് ചെയ്യണം. സോ നമുക്ക് അവിടെ ആൻസർ വരുന്നത് 19.5 എന്നായിരിക്കും. സോ ഇതിൽ എഴുതാം എത്രയാണ് വരുന്നത്? ഇത് 19.5. നമ്മൾ ചെറിയ ബ്രാക്കറ്റിൽ കൂടെ തന്നെ എഴുതണം. ഇങ്ങനെയാണ് ടേബിൾ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് R1 × C2. ഇപ്പോൾ R1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റോയിലെ ആള് R1. ഇനി C2 എന്ന് വെച്ചാലോ രണ്ടാമത്തെ കോളത്തിൻ്റെ ടോട്ടലാണ്. സോ 52 × 50 ഡിവൈഡ് ബൈ 80, ദാറ്റ് ഈസ് ഈക്വൽ ടു 32.5. സോ ഇവിടെ എന്ത് വന്നു? ഇത് 32.5 ആണ് നീട്ടി. ഇത് വരുന്നത് 32.5 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് R2 C1 ആണ്. ഇവിടെയുള്ള ആളാണ് കാണുന്നത്. സോ R2 × C1. സോ 28 × 30 ഡിവൈഡഡ് ബൈ 80. ഫൈനലി ആൻസർ വരുന്നത് എത്രയാണ്? 10.5 ആണ് ആൻസർ വരിക. യെസ് വെഞ്ചൻസ്, ലാപ്പേർ, പാഷ, ഫിഷേഴ്സ്, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കണ്ടിട്ടില്ല. ഇത്രയും കാലം ചോദിച്ചിട്ടുണ്ട്. നാളെയും നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദേവിക, ചെയ്യാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഇനിയിപ്പോൾ പബ്ലിക് ഉണ്ടല്ലോ. സോ അതിലാണ് നമ്മൾ മെയിനായിട്ട് പെർഫോം ചെയ്യേണ്ടത്. സോ യെസ് മിച്ചു, 10.5 ആണ് ആൻസർ വരുന്നത്. സോ ഇത് കൂടെ ചെയ്തു പോവാം. പിന്നെ നാളെ ചോദിച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ. നാളെ നമ്മൾ കൂളായിട്ട് എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്. സോ ഇവിടെ എന്താണ്? R2 എന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് R2 C2 ആണ്. സോ ഇവിടെ എത്രയാണ് വരുന്നത്? 10.5 ആണ്. ഇവിടെ 10.5 വന്നു. ഇനി ഇവിടുത്തെ ആളെ കണ്ടുപിടിക്കാനോ ഇതാണ് R2, ഇതാണ് എന്ത്? C2. So R2 × C2, 28 × 50 divided by 80. This is equal to 17.5 എന്ന് കിട്ടും. ആൻസർ എന്താണ്? 17.5 എന്ന് കിട്ടും. സോ 17.5. ഇപ്പോൾ എന്തൊക്കെയായി? ഒബ്സർവ്ഡ് വാല്യൂസ് ഉണ്ട്, എക്സ്പെക്റ്റഡ് വാല്യൂസ് ഉണ്ട്. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ആരെ കാണാം? കൈ സ്ക്വയർ ഈസി ആയിട്ട് കാണാം. സോ കൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ സ്ക്വയർ ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. സോ ഇവിടെ എന്ത് കിട്ടും?
സോ ദിസ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ആൾ 12 മൈനസ് 19.5 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 19.5. ഒബ്സർവ്ഡ് വാല്യൂ വരുന്ന 12 ആണ്, എക്സ്പെക്റ്റഡ് വാല്യൂ വരുന്ന 19.5 ആണ്, അതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 19.5 പ്ലസ് ഇനി നെക്സ്റ്റ് വരുന്ന ആൾ നെക്സ്റ്റ് വരുന്നത് 40 മൈനസ് 32.5 സ്ക്വയർ 40 minus 32.5 square divided by 32.5 divided by 32.5 and plus ഇവിടെ നെക്സ്റ്റ് വരുന്നത് 18 മൈനസ് 10.5 18 മൈനസ് 10.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10.5 പ്ലസ് ഇനി അടുത്തത് വരുന്ന ആരാ 10 ഉണ്ട് പിന്നെ കൂടെ ആരാണ് 17.5 അപ്പോൾ 10 മൈനസ് 17.5 സ്ക്വയർ ആരാണോ മൈനസ് ചെയ്യുന്നത് അവരെന്താ താഴേക്ക് എടുത്താൽ മതി. ഓക്കെ അഭിരാജ്, ഇവിടെ വരുന്നത് ഇത് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്. ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ എന്താണ് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഏത് ടെസ്റ്റിങ്ങോ സ്റ്റാറ്റിസ്റ്റിക്കാലും ഏത് ടെസ്റ്റ് നടത്തുകയാണെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറയലാണ്. ആദ്യം എന്താണ് H0 ആട്രിബ്യൂട്ട്സ് ഇൻഡിപെൻഡൻ്റ് ആണ്, ആട്രിബ്യൂട്ട്സ് ഇൻഡിപെൻഡൻ്റ് അല്ല, H0 H1 നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ Z ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. Z ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. ഇതേപോലെ തന്നെയുള്ള ഒരാൾ തന്നെയാണ് ഇവിടെ കൈ സ്ക്വയർ. ഇവിടെ കൈ സ്ക്വയർ എന്ത് വന്നു സിഗ്മ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് O മൈനസ് ഇ സ്ക്വയർ ബൈ ഇ കിട്ടും. ഇനി ആൽഫ 0.05 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ കൈ സ്ക്വയർ 0.05 അതിൻ്റെ വാല്യൂ 3.8415 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇനി കൈ സ്ക്വയറിൻ്റെ വാല്യൂ കാണാം. ആ കിട്ടുന്ന ഉത്തരം 3.8 വലുതാണെങ്കിൽ H0 റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. സോ ഇനി ഇവിടെ ഒബ്സർവ്ഡ് വാല്യൂ ഇവിടെ 12 എന്നൊക്കെ പറയുന്നത് ഇത് ഒബ്സർവ്ഡ് വാല്യൂ ആണ്. ഇത് O11 ഇത് O12 ഇത് O21 ഇത് O22. അതായത് ആദ്യത്തെ റോവിലെ ആദ്യത്തെ കോളത്തിലെ ഉള്ള ആൾ, ഇവിടെ ആണെങ്കിൽ ആദ്യത്തെ റോവിലെ രണ്ടാമത്തെ കോളത്തെ ആൾ. സോ ഇങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് വേണം? സോ ഇതിൽ നിന്ന് പിന്നെ ഇനി നമുക്ക് എന്താ കാണാൻ വേണ്ടിയുള്ളത്? ഇവിടെ നമ്മൾക്ക് കിട്ടാൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഇതാണ് RI × CJ/N. സോ ഇവിടെ ഇവിടുത്തെ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കോളത്തിലെ ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിലെ ആൾ. സോ ആദ്യത്തെ റോ ആദ്യത്തെ കോളം. സോ ആദ്യത്തെ റോ ടോട്ടൽ 52, കോളം ടോട്ടൽ 30. സോ ഇവിടെ ബൈ n ആണ്. സോ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E11 E12 E21 E22 എല്ലാവരും കിട്ടും. E22 എന്ന് വെച്ചാൽ എന്താണ് രണ്ടാമത്തെ കോളത്തിലെ രണ്ടാമത്തെ റോയിലെ ആൾ. സോ ഇത് കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? ഈ ഒരു പൊസിഷനിലാണ്. സോ 28 × 50 ഡിവൈഡ് ബൈ 80 എന്ന് കിട്ടും. സോ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു എന്നുള്ള ആളെ കണ്ടുപിടിക്കുന്നത്. ഇത്രയും ആൾക്കാർ കണ്ടുപിടിച്ചാൽ O മൈനസ് ഇ സ്ക്വയർ കാണാം. സോ എന്ത് കിട്ടും? ഇതൊരു O മൈനസ് ഇ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ വരിക? ഇയാളെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വരുന്നത് 2.88 ആണ്. പ്ലസ് നെക്സ്റ്റ് ആളെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.73. നെക്സ്റ്റ് ഇയാളെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5.36. നെക്സ്റ്റ് ഇയാളെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് 3.21. ഇനി ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൈ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. കൈ സ്ക്വയർ എന്ന് പറയുന്നത് 13.18 ആണെന്ന് കിട്ടും. ഈ ആൻസർ വന്നിട്ടുണ്ടോ? 13.18 ആണ് നമുക്ക് അവിടെ ആൻസർ വരിക. 13.18 ആണ് ഫൈനലി ആൻസർ വരിക. എത്ര ആൾക്കാർക്ക് അത് എത്തിയിട്ടുണ്ട്? കസ്റ്റം ഗെയിമർ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടോ ഫൈനലി? ഇവിടെ നമുക്ക് കൈ സ്ക്വയറിൻ്റെ വാല്യൂ 13.18 എന്നായിരിക്കും കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്. കാൽക്കുലേഷൻ വരെ കഴിഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കാൽക്കുലേഷൻ വരെ കഴിഞ്ഞു. അഞ്ചാമത്തെയാണ് എന്ത്? ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. സോ എന്താണത്? കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ എത്രയാണ് വരുന്നത്? 13.18 ആണ്. ഇനി കൈ സ്ക്വയർ ആൽഫേൻ്റെ വാല്യൂ എന്താണ്? 3.8415 ആണ്. 3.8415 ആണ്. ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാം, ഈസി ആയിട്ട് പറയാം ഇത് എത്രയാണ്? ഗ്രേറ്റർ ആണ്. യെസ് ഗൗരി, യെസ് സുമയ, 13.18 ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് 3.8-നെക്കാട്ടും വലിയൊരു വാല്യൂ ആണ് എന്ത് നമുക്ക് 13.18 വരുന്നത്. കസ്റ്റം ഗെയിമർ നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ വരുന്നത് O മൈനസ് ഇ സ്ക്വയർ ബൈ ഇ ആണ് കേട്ടോ. സോ ഇവിടെ എന്തായി? ഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഗ്രേറ്റർ ആണ്. നമ്മൾ കണ്ടുപിടിച്ച ആള് നമ്മളെ ടേബിളിലുള്ള ആളെക്കാട്ടും വലുതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക.
ഷിബ ഫസ്റ്റ് പറഞ്ഞാണ് കറക്റ്റ്. റിജക്ട് എച്ച് നോട്ട് ആണ് ആൻസർ വരാം. വി റിജക്ട് എച്ച് നോട്ട്, ദെർഫോർ റിജക്ട് എച്ച് നോട്ട് എന്ന് കിട്ടും. റിജക്ട് എച്ച് നോട്ട്. യെസ് കസ്റ്റം ഗെയിമർ, യെസ് റിജക്ട് എച്ച് നോട്ട് ആണ് നമുക്ക് ആൻസർ വരുന്നത്. അത് ക്ലിയർ അല്ലേ? സോ ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഇനി ANOVA ടേബിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയതായിട്ടൊരു ടേബിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ANOVA ടേബിൾ എങ്ങനെയാണ്? ഇതുപോലെ ഉണ്ടാവുക. ആദ്യത്തെ കോളത്തിൽ സോഴ്സ്, രണ്ടാമത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മൂന്നാമത്തേൽ യെസ് വി റിജക്ട് എച്ച് നോട്ട്. അപ്പം അതായത് എന്താണ്? വെയിറ്റ് ഇസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് കിട്ടും. ഉജ്വൽ ഒരു 10 മണി 10:30 ഉള്ളിൽ മാക്സിമം 10 മണിയാണ് വിചാരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തീർക്കാൻ വേണ്ടി നോക്കാം. ഉജ്വൽ ബോറിംഗ് ആവുന്നത് കൂടെ ചെയ്തു പോകാത്തതുകൊണ്ടാണ്. ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെ ബോറിംഗ് ഒന്നുമില്ല, അത് ചെയ്ത് തീരാനുള്ള സമയം പോലും ഉണ്ടാവില്ല. സോ ഇനി നമ്മുടെ ടേബിൾ, നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട് ഈ ടേബിൾ എങ്ങനെയാണ്. ഷീബ യെസ് നമ്മളെ കൺക്ലൂഷൻ വരുന്നത് റിജക്ട് എച്ച് നോട്ട്. അതായത് ഗൗരി കൊടുത്തിട്ടുണ്ട് റിജക്ട് എച്ച് നോട്ട്, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ഇവിടെ ഈ ആട്രിബ്യൂട്ട്സ്, ഈ വാല്യൂസ് എന്താണ്? ഇവർ ഈ ഫേവറബിൾ എഗെയിൻസ്റ്റ്, അവരെന്താണ്? ഇൻഡിപെൻഡൻ്റ് അല്ല, അവർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് SSB തന്നിട്ടുണ്ട്, SSW തന്നിട്ടുണ്ട്, SSB തന്നിട്ടുണ്ട്, SSW തന്നിട്ടുണ്ട്. സോ ഇവിടെ SSBയും SSW നമ്മൾ എഴുതി. പിന്നെ ആരെ തന്നിട്ടുണ്ട്? F ആൽഫ തന്നിട്ടുണ്ട്. സോ അതും നമ്മൾ കൊടുത്തു. ഇവിടെ ആൽഫ എന്താണ്? ആൽഫ എന്ന് പറയുന്നത് 0.05 ആണ്. ആൽഫ എന്ന് പറയുന്നത് 0.05 ആണ്. ഇത്ര ആൾക്കാരെ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. യെസ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ ബാക്കി ആൾക്കാരെ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ ഇനി എന്തൊക്കെ ഹിൻ്റാണ് തന്നിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5 ട്രീറ്റ്മെൻറ്റ്സ് അപ്ലൈ ടു 5 പ്ലോട്ട്സ്. സോ ഇവിടെ K എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5 ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളത്, 5 പ്ലോട്ടുകൾ ഉണ്ടെന്ന് പറയുമ്പം നിഷാൻ ബ്ലോഗേഴ്സ് ഓൾറെഡി എക്സ് ബാർ ചാർട്ട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ N എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 5 ആണ്. ഇവിടെ ക്യാപിറ്റൽ N, അതായത് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത് 25 ആണ് തന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയാണ്? 25 ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടെ വരുന്നത് എന്താണ്? K-1 ആണ്. ഇവിടെ വരുന്നത് N-K ആണ്. ഇവിടെ വരുന്നത് ഇതിൻ്റെ ടോട്ടലായിരിക്കും. സോ K-1 എന്ന് പറയുമ്പോൾ എന്താ? 5 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. ഇനി N-K എന്ന് വെച്ചാലോ 25 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് N-1 ആണെങ്കിലോ അത് എത്രയായിരിക്കും? 25 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. സോ ഇവിടെ വരുന്നത് 4 ആണ്, ഇവിടെ വരുന്നത് 20 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് ഇവിടെ താഴെ വരുന്നത്, അതായത് 24. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇവിടെ നമ്മൾ SS കിട്ടിക്കഴിഞ്ഞാൽ ഇനി ആരെ കാണാം? TSS കാണാം. TSS ഇവിടെ ആരോ നേരത്തെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യെസ് പ്രകാശ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. TSS എന്താണ് വരിക? TSS എന്ന് പറയുന്നത് SSB പ്ലസ് SSW ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 190 + 76. കറക്റ്റ് ആൻസർ ആണ്. എത്രയാണ്? 266 ആണ് വരിക. 266 ആണ് നമുക്കവിടെ വരിക. 266. ഇനി നെക്സ്റ്റ് MSB കാണണം, MSW കാണണം, MF കാണണം. ഇല്ല കസ്റ്റം ഗെയിമർ, ഫുഡ് കഴിച്ചിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. സോ ഇവിടെ ഇനി നെക്സ്റ്റ് യെസ് കല്യാണി 266 ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? MSBയും MSW ആണ് കണ്ടത്. MSB എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു SSB/K-1. ഇതാണ് ഇക്വേഷൻ. ഇനി MSW അഥവാ MSE എന്ന് പറഞ്ഞാലും അത് രണ്ടും സെയിം ആൾക്കാരാണ്. അത് എത്രയാണ് വരുന്നത്? SSW/N-K ആണ്. സോ ഇവിടെ SSB ഉണ്ട്, ഇത് SSB ആണ്, ഇത് SSB ആണ്, ഇത് SSW ആണ്, ഇതെന്താണ്? TSS ആണ്. സോ SSB നമുക്കറിയാം എത്രയാണ്? 190 ആണ്. ഡിവൈഡഡ് ബൈ K-1 എന്ന് പറയുന്നത് എത്രയാണ്? അത് വരുന്നത് 4 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫൈനലി ആൻസർ വരുന്നത് 47.5 എന്നായിരിക്കും കിട്ടുക. ഷീബ ഋഷ കല്യാണി YT ഗെയിമിംഗ് യെസ് 47.5 കിട്ടും. ഇനി SSW എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 76 ആണ്. സോ എന്താണ്? 76 ഡിവൈഡ് ബൈ N-K എന്ന് പറയുന്നത് 20 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3.8 എന്ന് കിട്ടും. സോ 3.8 നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും വരിക? നെക്സ്റ്റ് നമുക്ക് എന്തായിരിക്കും വരിക? ഇത് രണ്ടും കൂടെ F എന്ന് പറഞ്ഞാൽ എന്താണ്?
എഫ് ഇസ് ഈക്വൽ ടു എം എസ് ബി ഡിവൈഡഡ് ബൈ എം എസ് ഡബ്ല്യു ആണ്. എം എസ് ബി ഡിവൈഡഡ് ബൈ എം എസ് ഡബ്ല്യു ആണ് നമുക്ക് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് എന്തായിരിക്കും അവിടെ ആൻസർ വരിക? ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് പറഞ്ഞേ എന്തായിരിക്കും വരിക നമുക്കിവിടെ? ഇവിടെ നമുക്ക് 47.5 ഡിവൈഡഡ് ബൈ 3.8 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് എത്രയാണ്? ആൻസർ വരുന്നത് എത്രയായിരിക്കും? ആൻസർ വരുന്നത് 12.5 ആണെന്ത് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരാം. സോ ഇവിടെ എം എസ് ബി നമുക്ക് എത്രയാണെന്ന് കിട്ടി? എം എസ് ബി എന്ന് പറയുന്നത് 47.5ഉം എം എസ് ഡബ്ല്യു എന്ന് പറയുന്നത് 3.8ഉം എഫ് നമുക്ക് എന്ത് കിട്ടി? അത് 12.5 ആണെന്ന് കിട്ടി. യെസ്, ഐശ്വര്യ ദേവ്, വൈ ടി ഗെയിമിംഗ്, കല്യാണി മേനൻ, യെസ്, കീർത്തന പ്രകാശ്, ഋഷ, യെസ്, 12 സുമയ്യ, കസ്റ്റം ഗെയിം. സോ ഇവിടെ നമുക്ക് എത്രയാണ് വരുന്നത്? 12.5 ആണെന്ന് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താണ്. ഫൈനൽ കൺക്ലൂഷൻ ഇവിടെ എഫിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാം, 12.5 ആണെന്ന് അറിയാം. എഫ് ആൽഫൻ്റെ വാല്യൂ എന്താണ്? 2.87 ആണ്. ഇനി നിങ്ങൾ പറഞ്ഞേ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ? എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇവിടെ നമ്മളെ വാല്യൂ എന്ന് പറയുന്നത് എഫിൻ്റെ വാല്യൂ എന്താണ്? വലുതാണ്. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ടേബിളിലുള്ള വാല്യൂവിനെക്കാട്ടും എന്താണ്? വലിയ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. സോ എന്ത് കിട്ടും? യെസ് ഷീബ, എഫ് ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ എന്ന് കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമല്ലേ ചെയ്യാനുള്ളൂ, എന്താണ്? റിജക്ട് എച്ച് നോട്ട്. ഇനി അനോവൻ്റെ കേസിൽ ഇവിടെ എച്ച് നോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ മീൻസ് ആർ ഈക്വൽ. സെവറൽ മീൻസിനെ സെവറൽ മീൻസ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അനോവയാണ് യൂസ് ചെയ്യുക. ഒരൊറ്റ മീൻ ആണെങ്കിൽ നമ്മൾ സെഡോ ടിയോ യൂസ് ചെയ്യും. 2 പോപ്പുലേഷൻ മീൻ ആണെങ്കിൽ നമ്മൾ സെഡ് യൂസ് ചെയ്യും. ഇനി 2ൽ കൂടുതലാണെങ്കിൽ നമ്മൾ അനോവ ആയിരിക്കും യൂസ് ചെയ്യുക. യെസ്, റിജക്ട്. യെസ്, റിജക്റ്റ് ആണ് നമുക്ക് വരുന്നത്. ഇവിടെ എച്ച് നോട്ട് എന്ന് പറയുന്നത് μ1 ഈക്വൽ ടു μ2 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു μn ആണ്. μk എന്ന് കൊടുക്കാം. ഇനി h1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ മീൻസ് ആർ നോട്ട് ഈക്വൽ. That is ഇവരൊന്നും എന്ത് ഈക്വൽ അല്ല. μ1 നോട്ട് ഈക്വൽ ടു μ2 നോട്ട് ഈക്വൽ ടു എക്സെട്ര നോട്ട് ഈക്വൽ ടു μk. സോ നമുക്ക് എന്ത് കിട്ടി? ഈ മ്യൂ വാല്യൂസ് ഒക്കെ എന്താ, ഈ മീൻ വാല്യൂസ് ഒന്നും എന്താണ് ഈക്വൽ അല്ല എന്ന് നമുക്ക് കിട്ടി. ഈ നെക്സ്റ്റ് യെസ്, നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള ചാപ്റ്ററിൽ നേരത്തെ ഇപ്പോൾ ആരോ ഒന്നും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന എക്സ് ബാർ ചാർട്ട്. സോ എക്സ് ബാർ ചാർട്ട് ഒന്നും കൂടെ പറയാനുള്ള അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ഈ എക്സ് ബാർ ചാർട്ടിൽ എന്തൊക്കെയാണ് നമ്മളെ വാല്യൂസ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് വരുന്നത് സെൻറ്റർ ലൈൻ അഥവാ CL. അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് ഡബിൾ ബാർ എന്നാണ്. യെസ്, കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടും ചെറുതാണെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ. ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ എഫിന് എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.4 ആണെന്ന് വിചാരിക്കുക. ഇവിടെ 1.4 എന്താണ്? 2.87നെക്കാട്ടും ചെറുതാണല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കും? ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്യും. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? വലുതാണെന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്താക്കും? അതിനെ റിജക്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? അത് സിഗ്മ എക്സ് ബാർ ബൈ എൻ ആണ്. എക്സ് ബാറുകളാണ് ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ എന്ത് ചെയ്താൽ മതി? ഇവരെല്ലാവരും നമ്മളെന്താ ആഡ് ചെയ്യുക. സോ 26 + 25 ഇവരെല്ലാവരും ആഡ് ചെയ്യുക. ഇവരെ ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. 26 + 25 + എക്സെട്ര + 24 + 22 ഡിവൈഡഡ് ബൈ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 10. അത് എത്ര സാമ്പിൾ ഉണ്ട്? 10 സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ 10. ആൻസർ എന്താ വരുന്നത്? ആൻസർ വരുന്നത് എന്താണ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 250 കിട്ടും. 250/10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 ആണ് ആൻസർ എന്ന് കിട്ടും. യെസ് കറക്റ്റ് ആൻസർ. വൈ ടി ഗെയിമിംഗ് ആൻസർ യെസ് കറക്റ്റ് ആൻസർ ആണ്. യെസ്, എക്സ് ബാർ ചാർട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ വരയ്ക്കാനുണ്ട്. എക്സ് ബാർ ചാർട്ട് വരച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. സോ ഇനി സെഡും ടി ഒക്കെ ഇന്നലെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇനി ഇവിടെ നെക്സ്റ്റ് ഇനി ആരാണ് വേണ്ടത്? ആർ ബാർ കൂടെ വേണം. കാരണം എന്താ? നമ്മളുടെ അപ്പർ കൺട്രോൾ ലിമിറ്റ് കാണാൻ ഇക്വേഷൻ എന്താണ്? എക്സ് ഡബിൾ ബാർ പ്ലസ് എ ടു ആർ ബാറും ലോവർ കൺട്രോൾ ലിമിറ്റ് കാണാനുള്ള ഇക്വേഷൻ എക്സ് ഡബിൾ ബാർ മൈനസ് എ ടു ആർ ബാറും ആണ്.
ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ, ഈ മോഡൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ ഒരാളും കൂടെ വേണമല്ലോ, ആരാണ്? ആർ ബാർ വേണം. ആർ ബാർ കാണാൻ വേണ്ടി ഇവിടെ റേഞ്ചുകൾ തന്നിട്ടുണ്ടല്ലോ, റേഞ്ച് തന്നിട്ടുണ്ട്, ഇവരെല്ലാവരും കൂടെ അതിൻ്റെ ആവറേജ് കാണാം. സോ 3 + 4 + 6 + etc. + 3 + 4 ഇവരെല്ലാവരും ആഡ് ചെയ്യുക കേട്ടോ. ആൻഡ് ഡിവൈഡഡ് ബൈ n എത്രയാണ്? 10 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 48/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8 എന്ന് കിട്ടും. ഇനി A2 എന്താണ്? 0.577 ആണെന്ന് തന്നിട്ടുണ്ട്. യെസ് അഭിരാജ്, യെസ് 4.8 ആണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മളെ അപ്പർ കൺട്രോൾ ലിമിറ്റും, യെസ് ഹരി 4.8 ആണ്. സോ ഇനി നമ്മൾ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കാണാൻ പോവാണ്. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഡബിൾ ബാർ എന്ന് പറയുന്നത് എത്രയാണ്? അത് 25 ആണ്. 25 + A2 എന്ന് പറയുന്നത് എത്ര? 0.577 ആണ്. സോ 0.577 ഇൻറ്റു ആർ ബാർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കിട്ടിയിട്ടുണ്ട് 4.8 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ നടുക്ക് മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരായി? നമ്മളുടെ ലോവർ കൺട്രോൾ ലിമിറ്റായി. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? ആൻസർ എത്രയാണ് വന്നിട്ടുള്ളത്? ആൻസർ വന്നിട്ടുള്ളത് 27.77 ആണ്. യെസ് അഭിരാജ്, യെസ് കറക്റ്റ് ആൻസർ ആണ് അത് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ 25 മൈനസ് ആണ്. യെസ് കീർത്തന കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് 22.23. സോ ലോവർ കൺട്രോൾ ലിമിറ്റ് കിട്ടി, അപ്പർ കൺട്രോൾ ലിമിറ്റ് കിട്ടി. നമ്മളോട് ഇവിടെ ഇത് വരയ്ക്കാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. വരയ്ക്കാൻ പറയുമ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു എക്സ് ആക്സിസ് ഒരു വൈ ആക്സിസ് കൊടുക്കാം. ഈ എക്സ് ആക്സിസിൽ നമ്മൾ കൊടുക്കേണ്ടത് സാമ്പിളുകളാണ്. നമ്മൾ കൊടുക്കേണ്ട സാമ്പിളുകളാണ്. സാമ്പിൾ നമ്പർ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? സാമ്പിൾ നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. സാമ്പിൾ നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കുക. സാമ്പിൾ നമ്പേഴ്സ് നമ്മൾ കൊടുക്കും. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താ? അത് ആവറേജുകളാണ്. നമ്മളുടെ ആവറേജ് വാല്യൂസ് ആണ്. സാമ്പിൾ ആവറേജുകളാണ് നമ്മൾ കൊടുക്കുക. സാമ്പിൾ ആവറേജുകളാണ് നമ്മൾ കൊടുക്കുക. സോ ഇവിടെ നമുക്ക് ആദ്യത്തെ സാമ്പിളിൽ നമുക്ക് വാല്യൂ വരുന്നത് 26 ആണ്. സോ ഒന്നിൻ്റെ നേരെ നമ്മൾ 26 കൊടുക്കുക. അതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം സെൻറ്റർ ലൈനും അപ്പർ കൺട്രോൾ ലിമിറ്റ് ലോവർ കൺട്രോൾ ലിമിറ്റ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എന്താണ്? സെൻറ്റർ ലൈൻ നമുക്ക് വരുന്നത് എത്രയാണ്? 25 ആണ്. സോ അതാണ് ഇവിടെ നമ്മൾ ബ്ലൂ കളറിൽ കാണുന്നതാണ് സെൻറ്റർ ലൈൻ. നമ്മൾ നടുക്കൊരു ലൈൻ വരച്ചു. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 27.77 ആണ്. സോ 27.77 അവിടെ അടുത്ത ലൈൻ വരച്ചു. ഇനി അടുത്തത് ലോവർ കൺട്രോൾ ലിമിറ്റിൽ 22.23 അവിടെയാണ് നമ്മൾ ലോവർ കൺട്രോൾ ലിമിറ്റ് വരുന്നത്. സോ അപ്പർ കൺട്രോൾ ലിമിറ്റും സെൻറ്റർ ലൈനും ലോവർ കൺട്രോൾ ലിമിറ്റും. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിൽ ഓരോ പോയിന്റും സ്കാറ്റർ പ്ലോട്ട് വരച്ചിട്ടുണ്ടല്ലോ. സ്കാറ്റർ പ്ലോട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലേ നമ്മൾ വിട്ട കേസാണ്. സോ അവിടെ കോറിലേഷനിൽ നമ്മൾ സ്കാറ്റർ പ്ലോട്ട് കണ്ടിട്ടുണ്ട്, അവിടെ നമ്മൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ് സാമ്പിൾ എത്രയാണ്? 25. ഇപ്പോൾ 2-ന് നേരെ 25 എന്ന് കൊടുത്തു. 25 ഏതാണ്? സെൻറ്റർ ലൈനാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ആ പോയിന്റ് വന്നു. ഇത്തരത്തിൽ തന്നിട്ടുള്ള എല്ലാ പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിതെല്ലാം ജോയിൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് കാണാം ഇപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെയാണ് നമ്മളുടെ എല്ലാ വാല്യൂസും ഉള്ളതെങ്കിൽ, അതായത് ഇപ്പോൾ എൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് തന്നെയാണ് എൻ്റെ പോയിന്റ്സ് ഒക്കെ ഉള്ളതെങ്കിൽ നമ്മൾ പറയും പ്രോസസ്സ് അണ്ടർ കൺട്രോൾ ആണ് എന്ന് നമ്മൾ പറയും. ഇനി ഇതിൻ്റെ അകത്തല്ല വരുന്നത്, ഇതുപോലെ ഒരാളെങ്കിലും ഈ ഒരു റേഞ്ചിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ സമീറ പറഞ്ഞ മാതിരി എന്താണ്? ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് നമ്മൾ പറയും. അതെന്താണ്? കൺട്രോളിലല്ല, ഒരാളെന്താണ് ഈ റേഞ്ചിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ഗൗരി, അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കാം. എക്സ് ആക്സിസിൽ ബേസിക്കലി 1 2 3 4 5 6 അങ്ങനെ നമ്മുടെ നമ്പേഴ്സ് എത്ര സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ 10 എണ്ണാണെങ്കിൽ 10 വരെ നമ്മൾ നമ്പർ കൊടുക്കാം. ഇനി നെക്സ്റ്റ് വൈ ആക്സിസിലാണെങ്കിൽ എന്താണ് നമ്മൾ ആവറേജ് വാല്യൂ വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ആവറേജ് വാല്യൂ വരുന്നത് 26, 25, 23 ഈ ഒരു 20-ൻ്റെയും 36-ൻ്റെ ഇടയിലാണ് വാല്യൂസ് ഒക്കെ വരുന്നത്. സോ അതെല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുക്കാം. 20 ഞാനിവിടെ 20-ലാണ് തുടങ്ങുന്നത്. സോ അവിടെ 2 ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതുവരെ ഉണ്ട് എന്നാണ്. സോ 20, 25, 30, 35 ഇങ്ങനെ നമ്മൾ വാല്യൂസ് പോവാം. എന്നിട്ട് നമ്മൾ 25 ആണല്ലോ സെൻറ്റർ ലൈൻ. അപ്പോൾ 25-ൻ്റെ നേരെ നമ്മൾ ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ അപ്പർ കൺട്രോൾ ലിമിറ്റ് വരുന്നത് 27.77 ആണ്. അതിൻ്റെ നേരെ നമ്മൾ ലൈൻ വരയ്ക്കുക. ലോവർ കൺട്രോൾ ലിമിറ്റ് വരുന്നത് നമ്മൾ 22.23-യുടെ നേരെയാണ്. സോ അവിടെ നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കാം. സോ അടുത്ത ലൈൻ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ
അത് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി എന്താണ് സ്കാറ്റർ പ്ലോട്ട് ചെയ്യുന്ന മാതിരി തന്നെ ഓരോ ഡോട്ടും ഓരോ സാമ്പിൾ, ആദ്യ സാമ്പിളിലെ വാല്യൂ എത്രയാണ്, രണ്ടാമത്തെ സാമ്പിളിലെ വാല്യൂ എത്രയാണ്, അങ്ങനെ ഓരോ സാമ്പിളിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് പ്ലോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഏതെങ്കിലും ഒരാൾ പുറത്തുണ്ടോ, പുറത്തുണ്ടെങ്കിൽ എന്താണ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, അല്ലെങ്കിൽ എന്താണ് അണ്ടർ കൺട്രോൾ ആണെന്ന് നമുക്ക് പറയാം. സോ ഇതെന്താണ് വരുന്നത്, പോയിന്റ് ഔട്ട് സൈഡ് വരുന്നു. യെസ് അത് പറയുക, പോയിന്റ് ഔട്ട് സൈഡ് വരുന്നു. അതുകൊണ്ടാണ് എന്താണ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഓക്കെ അല്ലേ? യെസ്, എക്സാമിന് ഇത് ഒന്നെങ്കിൽ വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ വരയ്ക്കാൻ ചോദിക്കില്ല, കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയും. കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിന്റുകൾ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം എല്ലാതും എന്താണ് ഈ ഒരു റേഞ്ചിനകത്താണ്. 27നും 22ൻ്റെ ഇടയിലാണ് എല്ലാവരും വരുന്നത്. 26, 25, 23, 26, 22, 24 ഇവരെല്ലാവരും എന്താണ് ഈ ഒരു റേഞ്ചിനകത്താണ്. ഒരാൾ മാത്രം എന്താണ് റേഞ്ചിൻ്റെ പുറത്താണ്. സോ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ദ പ്രോസസ് ഇസ് ഔട്ട് ഓഫ് കൺട്രോൾ. ഇങ്ങനെ അകത്താണ് വരുന്നതെങ്കിൽ എന്താണ് അണ്ടർ കൺട്രോൾ എന്ന് പറയും. ഇനി അതല്ല ഏതെങ്കിലും ഒരു പോയിന്റ് പുറത്തേക്ക് വന്നാൽ നമ്മൾ പറയും ദ പ്രോസസ് ഇസ് ഔട്ട് ഓഫ് കൺട്രോൾ. പ്രോസസ്സ് എന്താണ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. പ്രോസസ് ഇസ് ഔട്ട് ഓഫ് കൺട്രോൾ. ഓക്കെ അല്ലേ? സോ ഇനി നെക്സ്റ്റ് യെസ് നമ്മൾ എസ് എ പാർട്ടിലേക്ക് വരികയാണ്. കാൾ പേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അതിന് ഇക്വേഷൻ നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇക്വേഷൻ എന്താണ് വരുന്നത്, ആർ ഇസ് ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻ ടു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ. ഇതാണ് എന്ത് ആറ് കാണാനുള്ള ഇക്വേഷൻ. തിയറിയിൽ ഇപ്പോൾ ഈ ചാപ്റ്ററിലാണെങ്കിൽ തിയറി ചോദിക്കുക കോറിലേഷൻ എത്ര ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്, അതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. എത്ര ടൈപ്പ് ഓഫ് കോറിലേഷൻ ഉണ്ട്. പിന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മളെ എസ്റ്റിമേഷനുള്ള ചാപ്റ്ററിൽ പാരാമീറ്റേഴ്സിൽ ഒരു ഗുഡ് എസ്റ്റിമേറ്റർ ആവാൻ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്. അൺബയാസ്ഡ് ആയിരിക്കണം, സഫിഷ്യൻ്റ് ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതേപോലെ ഉള്ളൊരു സംഭവമാണ് എന്ത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഉജ്വൽ സെയിം ബെഞ്ച്, എനിക്കും തലവേദന എടുക്കുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നാളെ നമുക്ക് എക്സാം അല്ലേ. എക്സാം ആകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സഹിച്ചേ പറ്റുള്ളൂ. നാളെ എക്സാം ആണ്, നാളെ തുടങ്ങുകയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. നാളെ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബിസിനസ്സാണ്. സോ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, പഠിച്ചു പോകാനുള്ള സമയമൊക്കെ ഉണ്ട് നമുക്ക്. സോ പറഞ്ഞെങ്കിൽ ഇനി അടുത്ത ചാപ്റ്റർ പറയുമ്പം അതിൻ്റെ നിന്ന് വരുന്ന നമുക്ക് തിയറി പറയാം. പിന്നെ ഓക്കെ തിയറി ബാക്കി വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലെ യൂസസ്, അതേപോലെ തന്നെ ഇൻഡെക്സ് നമ്പറിൻ്റെ യൂസസ്, ഇതൊക്കെ നമ്മളോട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ്, അത് നമ്മളിപ്പോൾ ചോദ്യം വരുന്നുണ്ട്, അതൊക്കെ തിയറി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ചോദിച്ചിട്ടുള്ള ടെസ്റ്റിങ്ങിൽ സിഗ്നിഫിക്കൻസ് ലെവൽ, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, പിന്നെ പവർ ഓഫ് എ ടെസ്റ്റ്, ക്രിട്ടിക്കൽ റീജിയൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, ചെറിയ ആൾക്കാരെ പരി ചോദിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളർ റാസി വരുന്നത് നമ്മളുടെ യൂസസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് ഇതുപോലെ ടേബിൾ വേണം. 5 കോളംസ് ഉണ്ടായിരിക്കും. എക്സ് വൈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആദ്യത്തെ 2 കോളം സെറ്റാണ്. എക്സ് വൈ എങ്ങനെ കിട്ടും, ഈ എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, എക്സ് വൈ കിട്ടും. പിന്നെ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, ഈ എക്സ് വാല്യൂകളിലെല്ലാം സ്ക്വയർ ആണെന്ന് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്, ഈ വൈ വാല്യൂവിൻ്റെ എല്ലാം സ്ക്വയർ ആണെന്ന് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. റാസി ടൈം സീരീസിലാണെങ്കിൽ നമ്മുടെ എന്താണ് ടൈം സീരീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് ഓഫ് ടൈം സീരീസ്, സെക്യുലാർ ട്രെൻഡ്, പീരിയോഡിക് മൂവ്മെൻറ്റിൽ തന്നെ സൈക്ലിക് വേരിയേഷൻ ഉണ്ട്, സീസണൽ വേരിയേഷൻ ഉണ്ട്, പിന്നെ ഇറഗുലർ വേരിയേഷൻ. അൺബയാസ്നെസ് യെസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്, യെസ് മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. റമീസ് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാച്ച് ദ ഫോളോയിങ്. ഫിറോസ് അപ്പത്തേന് ആൻസർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. സോ നമുക്ക് സമയമില്ല, വേഗം ചെയ്യാം. സോ എക്സ് വൈ ഇവിടെ നമുക്ക് n എത്രയാണ് വരുന്നത്, n is equal to 1 2 3 4 5 6 7 8, n is equal to 8 ആണ്. സോ ദിസ് is equal to 8 into സിഗ്മ എക്സ് വൈ എന്ന് വെച്ചാൽ എത്രയാണ്, അത് 739 ആണ്. മൈനസ് സിഗ്മ എക്സ് കിട്ടിയിട്ടുണ്ട് എത്രയാണ്, 79 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് എത്രയാണ്, 70 ആണ്. ഇനി ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് വെക്കുമ്പോഴോ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു n എത്രയാണ്, 8 ആണ്. ഇൻറ്റു 8 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 809 ആണ്. മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 79 ആണ്. 79 എന്താണ്, സ്ക്വയർ ആണ്. ഇനി റൂട്ട് ഓഫ് 8 ഇൻറ്റു
8 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാലോ അത് വരുന്നത് 700 ആണ്. മൈനസ് പിന്നെ സിഗ്മ വൈ എത്രയാണ് 70. സോ 70 സ്ക്വയർ. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താ വരുന്നത്? ആൻസർ എന്തായിരിക്കും വരിക? ഈ ആദ്യം മുകളിലത്തെ ആളെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 382 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 231 ഇൻറ്റു റൂട്ട് ഓഫ് 700. ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് ഫിറോസ്, നജീബ, റാസി, സമീറ. യെസ്, നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ള കറക്റ്റ് ആൻസർ ആണ്. 0.95 ആണ് എന്ത് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. യെസ്, വെരി ഗുഡ്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് വരുന്നത് സെയിൽസ് ഓഫ് ബൈക്ക് ഫോർ 9 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആർ ഗിവൺ ബിലോ. ഇത് ടൈം സീരീസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കതിൽ 4 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, മറ്റൊന്ന് സെമി ആവറേജ് മെത്തേഡ്, പിന്നെ വരുന്ന മൂവിങ് ആവറേജ് മെത്തേഡ്, ലാസ്റ്റ് വരുന്ന മറ്റേ ട്രെൻഡ് ലൈൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡ്. സോ ഇത്തരത്തിൽ 4 മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. ചെയ്യേണ്ടത് ആദ്യം ഈ തന്നിരിക്കുന്ന ആൾക്കാരെ പ്ലോട്ട് ചെയ്യാം. അതായത് ഓരോ വർഷം 2011 എത്രയാണ് സെയിൽസ്, അത് വരുന്നത് എന്താണ് 17, 2012 23, ഇത്തരത്തിൽ ഓരോന്ന് എന്താണ് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്തതിന് ശേഷം ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് പേരിൽ തന്നെ ഉണ്ട്, കൈകൊണ്ട് ജസ്റ്റ് ഫ്രീ ആയിട്ട് വരയ്ക്കുക, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഏറ്റവും അധികം പോയിന്റിലൂടെ കടന്നു പോകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെ ഏറ്റവും അധികം പോയിന്റിലൂടെ കടന്നു പോകാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്ന ഒരു ലൈനാണ് അവിടെ വരയ്ക്കേണ്ടത്. സോ ആ ലൈൻ എങ്ങനെയായിരിക്കും ഉണ്ടാവാം? അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ഞാൻ വരയ്ക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കാം. സോ അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും കേട്ടോ. സോ ഇതാണിപ്പോൾ ഞാൻ വരയ്ക്കുന്ന ലൈൻ. സോ ഇതാണ് എൻ്റെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ സെമി ആവറേജ് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് സെമി ആവറേജ്. മെത്തേഡ് ഓഫ് സെമി ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡാറ്റയെ ഈക്വലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഈ ഡാറ്റ നോക്കിക്കേ, ഇവിടെ 2011 തൊട്ട് 2009 വരെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഓഡ് നമ്പറാണ് വന്നിരിക്കുന്നത്. ഓഡ് നമ്പറാണ്, അത് ഒറ്റ സംഖ്യയാണ് വന്നിരിക്കുന്നത്. 9 എങ്ങനെയാണ് തുല്യമായി ഡിവൈഡ് ചെയ്യാം? ഒന്നെങ്കിൽ 4 ഡിവൈഡ് ചെയ്യാം. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാളെന്താ ബാക്കിയായി പോകും. സോ ആ നടുക്കിൽ ഒരാളെ ഞാൻ കളഞ്ഞു. 2015 ഞാൻ കളഞ്ഞു. ഇപ്പോൾ നോക്കിക്കേ, ബാക്കി 4 ഈക്വൽ ആയിട്ടാണുള്ളത്, ഈക്വൽ ആയിട്ടുള്ളത്. സോ ഇനി ഇവരുടെ ആവറേജ് കാണണം. ഇവരുടെ ആവറേജ് കാണാൻ പോവാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ചെയ്യേണ്ടത് എങ്ങനെയാണ്? 17 + 23 + 26 + 27 / 4. ഇവരുടെ ആവറേജ് ആണ് എന്ത് കാണേണ്ടത്. സോ ഇവിടെ എന്ത് കിട്ടും ആൻസർ? യെസ് സമീറ, 23.25 കിട്ടും. ഇനി അടുത്ത 4 ആൾക്കാരുടെ ആവറേജ് കാണാം. 30 + 29 + 28 + 36 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 123/4. ഇതെത്രയാണ്? ഇവിടെ വരുന്നത് 93/4 ആണ്. 123/4 എന്ന് പറയുമ്പം 30.75 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് വന്നു? നമുക്കിവിടെ 2 പോയിന്റ്സ് കിട്ടി. സോ ഈ പോയിന്റ് എവിടെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? 2012 ഇവിടെ ഇടയിലാണ് വരയ്ക്കേണ്ടത്. സോ ഇവിടെ എന്ത് കിട്ടും? 23.25. സോ ഇവിടെ 23.25 മാർക്ക് ചെയ്യാം. സോ ഇതാണ് എൻ്റെ 23.25 വരുന്നത്. ഇനി നെക്സ്റ്റ് ആരാണ്? 30.75. 30.75 ഇവിടെ ആയിട്ടായിരിക്കും വരിക. സോ 30.75. സോ 2 ഡോട്ട് കിട്ടിയല്ലോ. ഇനി ഇവർ രണ്ടിലൂടെ എന്താ ഒരു സ്ട്രേറ്റ് ലൈൻ ജോയിൻ ചെയ്താൽ മതി. സോ ഇവർ രണ്ടിൻ്റെ ഇടയിലൂടെ ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. സോ ഇതിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്ത് നമ്മളെ മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ് വെച്ചിട്ട് നമ്മളുടെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. 0.945 0.95 അങ്ങനെ എഴുതണ്ട. 0.5 വലിയൊരാളാണെങ്കിൽ നിങ്ങൾക്ക് 0.95 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.94 എന്ന് കൊടുത്താൽ മതി. 2 ഗ്രാഫ്. യെസ്, ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിന് ഒരു ഗ്രാഫും അതേപോലെ തന്നെ സെമി ആവറേജിന് മറ്റൊരു ഗ്രാഫും. രണ്ടും കൂടെ ഒരെണ്ണത്തിൽ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. രണ്ടും 2 ഗ്രാഫാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രീ ഹാൻഡ് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ വരയ്ക്കുന്നതാണ്. ഇനി ഇവിടെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോയിന്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുക. ഇനി നമ്മളുടെ മോഡൽ എക്സാമിന് ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻഡെക്സ് നമ്പറിലെ. ഇൻഡെക്സ് നമ്പറിൽ ലാപ്പയർ ഉണ്ട്, പാഷേഴ്സ് ഉണ്ട്, ഫിഷേഴ്സ് ഉണ്ട്. സോ ലാപ്പയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാപ്പയറും പാഷ ഉണ്ട്, ഫിഷേഴ്സ് ഉണ്ട്. ലാപ്പയറിൻ്റെയും പാഷേൻ്റെയും കേസിൽ P1 P0 ഇതെന്താണ്? സെയിം ആണ്.
യെസ് അഭിരാജ്, ജയിക്കും എന്നുള്ളതിന് എന്താ ഉറപ്പ്? അല്ല എന്താ ഉറപ്പില്ലാത്ത? എന്തായാലും ജയിക്കും. സോ ഇവിടെ P1/P0, L എന്ന് പറഞ്ഞാൽ P1/P0 ആണ്. പിയിൽ അവിടെ P1/P0 ഉണ്ട്. ഇനി L കൺസിഡർ ചെയ്യുന്നത് ലാബ് പെയറിൽ പ്രത്യേകം ശ്രദ്ധിച്ചോ, ലാബ് പെയറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബേസ് ക്വാണ്ടിറ്റി ആണ്. ബേസ് ഇയറിൻ്റെ ക്വാണ്ടിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി P1 Pൻ്റെ ആണെങ്കിലോ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് Q1. പാഷ് കൺസിഡർ ചെയ്യുന്നത് എന്താ? കറണ്ട് ഇയറിനെയാണ്. നമ്മളുടെ ലാബ് പെയർ കൺസിഡർ ചെയ്യുന്നത് ബേസ് ഇയറിൻ്റെ ക്വാണ്ടിറ്റീനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. ഇതേ നമ്പർ ആയിരിക്കില്ല, നമ്പർ മാറ്റം വരും. അതേ നമ്പറിന് എന്നാൽ പിന്നെ എന്താ അവിടെ രസം? അതിലൊരു രസമില്ലല്ലോ, അതിലൊരു ത്രില്ലല്ലോ. സോ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് ഇതേ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് വരിക. × 100 റൂട്ട് ഓഫ് L × P. സോ തന്നിട്ടുള്ളതിൽ ഇവിടെ ഇതാണ് എൻ്റെ ബേസ് ഇയർ വരുന്നത്, ഇതാണ് ബേസ് ഇയർ, ഇതാണ് നമ്മളുടെ കറണ്ട് ഇയർ വരുന്നത്, ഇതാണ് എൻ്റെ കറണ്ട് ഇയർ. ബേസ് ഇയറിലാണെങ്കിൽ മുഹമ്മദ് സുബൈൽ നമുക്കത് പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ബേസ് ഇയറിലാണെങ്കിൽ നമ്മളിതിനെ P0 Q0 എന്നും ഇതിനെ P1 Q1 എന്നാണ് പറയാം. സോ ഇവിടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ P0 Q0, P1 Q0, P0 Q1, P1 Q1 ഇതിലേക്കുള്ള എല്ലാ വാല്യൂസും ഇതാ കണ്ടുപിടിക്കുക. ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് കുറേ ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. സോ ഇവിടെ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇനി നമ്മൾ ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ P1 Q0 എന്ന് പറയുന്നത് എത്രയാണ്? അത് 770 ആണ്. അത് പറയുന്നത് 770 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് P0 Q0 എന്ന് പറയുമ്പോൾ 708 × 100. ആൻസർ എത്രയാണ് വരുന്നത്? ആൻസർ എത്രയായിരിക്കും വരിക? ഇവിടെ നമുക്ക് വരുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 108.75 ആണ്. 108.75 ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെയോ സിഗ്മ P1 Q1 എന്ന് പറയുന്നത് 791 ഡിവൈഡഡ് ബൈ P0 Q1 എന്ന് പറയുന്നത് എത്രയാണ്? 724 ആണ്. സോ × 100 ദിസ് ഇസ് ഈക്വൽ ടു, ഇത് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ആൻസർ യെസ് ഫിറോസ് കീർത്തന, യെസ് ആൻസർ വരുന്നത് എന്താണ്? 109.25 ആണ്. ഇനി നെക്സ്റ്റ് നമ്മളെ ലാബ് പെയർ ഫിഷേഴ്സ് കാണാൻ ലാബ് പെയറും പാഷനും ജോമെട്രിക് മീൻ ആണ് കണ്ടത്. സോ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 108.75 × 109.25 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 109 എന്നായിരിക്കും കിട്ടുക. 109 ആയിരിക്കും എന്ത് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇനി നേരത്തെ നമ്മളോട് ആരോ ഒരാൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതായത് കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ കോസ്റ്റ് ഓഫ് ലിവിങ് അഥവാ അതിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ്. മറ്റൊരു പേര് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ്. സോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 × 100. ഇത് കാണാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ട്, ഇത് എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആരാണ് അത്? ലാബ് പെയറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 × 100. ഇതാണ് എന്ത്? കോസ്റ്റ് ഓഫ് ലിവിങ് അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അബി എൻ്റെ പേര് നിമ്മി നെൽസൺ എന്നാണ്. സോ അതാണ് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് അല്ലേ. സോ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ്. സോ മൂവിങ് ആവറേജിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ലീസ്റ്റ് സ്ക്വയറിലേക്ക് വരാം. സോ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞു. യെസ്, ഇനി നെക്സ്റ്റ് ഒരു തിയറി പാർട്ട് വരാണ്. ഡിഫൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. ഈ ഒരു ഇക്വേഷൻ അത് ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും സെയിം ആണ്. അതായത് f(x) is equal to probability of x less than or equal to x. ഇത് നമ്മൾ ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും സെയിം ഇക്വേഷൻ ആണ്. രണ്ടിലും എന്താണ്? സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. വ്യത്യാസം വരുന്നത് ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ആകുമ്പോൾ ഇൻ്റഗ്രേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ സിഗ്മയാണ് വരിക, എഡീഷൻ ആണ് വരിക. ഇവിടെ ഇത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇതെന്ത് വരും? സിഗ്മ P(x) എന്നായിരിക്കും വരാം. ഇവിടെ ഇതായതുകൊണ്ട് എന്താ? ഇൻറ്റഗ്രൽ ആണ് വരിക. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ ആയിരിക്കും വരിക. റിഷ ലീ സ്ക്വയർ ഇതൊരു എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമുക്കത് ഇക്വേഷൻ നമുക്കത് പറയാം.
ഉജ്ജ്വലിന് ഞാൻ വെള്ളം കുടിക്കാണ്ട് ഭയങ്കര വിഷമം, കുറേ നേരം മിസ് വെള്ളം കുടിക്കുമോ മിസ് വെള്ളം കുടിക്കുമോ. എന്നാൽ ശരി, ഞാൻ കുറച്ച് വെള്ളം കുടിക്കാം. ഇനി നെക്സ്റ്റ് നമ്മളെ പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് ചോദിക്കുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ എന്തൊക്കെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് വരുന്നത്, പ്രോപ്പർട്ടീസും എന്തൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി ക്ലാസ് എടുക്കാമല്ലോ ഉജ്ജ്വലേ. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി പ്രോപ്പർട്ടീസ് നോക്കിയാണെങ്കിൽ ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും ഏറെക്കുറെ സെയിം പ്രോപ്പർട്ടിയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ എന്താ, 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അതെന്താണ്, നോൺ ഡിക്രീസിങ് ആണ്. കാരണം എന്താ, ക്യുമുലേറ്റീവ് ആണ്, ആഡ് ചെയ്ത് പോവാണ്, അതുകൊണ്ട് എന്താ പോസിറ്റീവ് ആയിരിക്കും. സോ അത് നോൺ ഡിക്രീസിങ് ആണ്, കണ്ടിന്യൂസ് ടു റൈറ്റ് ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും, വേർ എ ലെസ് ദാൻ ബി. ഇനി അടുത്തത് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക, ഓക്കെ ഇത് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. സോ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഏതാണ് റേഞ്ച്, ഇതാണ് എനിക്ക് കാണേണ്ട ഏരിയ, 0ൻ്റെയും ഇൻഫിനിറ്റീൻ്റെയും ഇടയിലുള്ള ഏരിയ. ഇടയിൽ എത്രയാണ് നമുക്കറിയാം, ഇതിൻ്റെ ടോട്ടൽ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് എന്താണ്, അത് 1 ആണ്, നമുക്കറിയാം 1 ആണെന്ന് അറിയാം. ഇനി അതിൽ പകുതി ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ പകുതി ഭാഗം എന്താണ്, പകുതി ഭാഗം എന്തായിരിക്കും അപ്പം 0.5 ആയിരിക്കും. സോ ഇവിടെ ആൻസർ എന്താ വരുന്നത്, 0.5 എന്നായിരിക്കും നമുക്ക് കിട്ടുക. എത്രയാണ്, 0.5. സോ മൊത്തത്തിൽ ടോട്ടൽ എന്താണ് 1 ആണ്. സോ ഒരു പകുതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. യെസ് ഉജ്ജ്വല, നിനക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഇത്രയും നേരം ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആരും എന്നോട് വെള്ളം കുടിക്കും മിസ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഉജ്ജ്വല പറഞ്ഞു. സോ താങ്ക് യു, ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്തു പോവാം. സോ ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ പറയുന്നത്, മീന് 28 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് 25 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 30 കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, Z ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യേണ്ടത്. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് 25 മൈനസ് മ്യൂ എന്ന് പറയുന്നത് 28 ആണ്, സിഗ്മ എന്താണ് വരുന്നത് 5 ആണ് വരുന്നത്, ലെസ് ദാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ 30 മൈനസ് 28 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് 25 മൈനസ് 28 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -3/5 ലെസ് ദാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്താണ്, Z ആണ്, ആൻഡ് ലെസ് ദാൻ 30 മൈനസ് 28 അപ്പം എന്താണ്, അത് 2/5 ആണ്. സോ ഇനി നെക്സ്റ്റ് ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, പ്രോബബിലിറ്റി ഓഫ് -3/5 എന്ന് പറയുന്നത് -0.6 ലെസ് ദാൻ Z ലെസ് ദാൻ 0.4 ആണ്. ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 0ൻ്റെ രണ്ട് സൈഡിലാണല്ലോ ഉള്ളത്. സോ ഇതിനെങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു, കീർത്തന ആൻസർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അതേ വന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം വേഗം സ്പ്ലിറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് വരാം. 0.6 ലെസ് ദാൻ Z ലെസ് ദാൻ 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 0.4. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൽ ഈ ഒരു വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.6ന് തൊട്ടടുത്തുള്ള കോളം നോക്കുക, എത്രയാണ് ആൻസർ വരുന്നത്, 0.2257 വരും. ഇനി 0.4ൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ നോക്കുക, അപ്പോൾ നമുക്ക് 0.1554 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.3811 ആണ് നമ്മൾ ആൻസർ വരിക. 0.3811 ആണ് എന്ത് നമുക്കവിടെ ഫൈനലി ആൻസർ വരിക. ഓക്കെ അല്ലേ, അത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. ഇൻ്റർവൽ എസ്റ്റിമേഷൻ യെസ് നമുക്ക് പറയാൻ പോകുമ്പോൾ ഇൻ്റർവൽ എസ്റ്റിമേഷനിൽ ഇവിടെ നമുക്ക് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/σ√2π e⁻⁻² എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം. കാണാൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഇതെന്താണ്, നമ്മളെ സിഗ്മയാണ്. സോ ഇവിടെ സിഗ്മേൻ്റെ സ്ഥലത്ത് ആരാളുള്ളത്, 2 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ, സിഗ്മയാണ്. സോ ഇവിടെ ആൻസർ എന്ത് വന്നു, 2 ആണ് എന്ത് നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എത്രയാണ് ആൻസർ, 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. യെസ് കീർത്തന, യെസ് 2 ആണ് നമുക്ക് ആൻസർ വന്നിട്ടുള്ളത്.
യെസ് സമീറ, z ലെസ് ദാൻ 1 വരെയാണെങ്കിൽ z ലെസ് ദാൻ 1 വരെയാണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെയാണ് 1. z ലെസ് ദാൻ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1നെക്കാട്ടും ചെറുതാണ് z എന്നാണ് പറയുന്നത്. സോ ഇത്രയും ആൾക്കാരുടെ ഏരിയ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 0.5 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നേരെ മറിച്ച് നമ്മളോട് ചോദിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ 1 എന്നാണെങ്കിലോ? പ്രോബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ 1 എന്നാണെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ ഇത് 0, ഇത് 1. z എന്താണ്? ഒന്നിനെക്കാട്ടും വലുതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. z എന്താണ്? ഒന്നിനേക്കാളും വലുതാണ്. z ഒന്നിനേക്കാളും വലുതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യാം? അപ്പോൾ നമുക്കറിയാം പകുതി പോർഷൻ എന്താ? 0.5. 0.5ൽ നിന്ന് ഈ ഒരു പോർഷൻ മൈനസ് ചെയ്താൽ നമുക്ക് ഈ റെഡിൻ്റെ പോർഷൻ കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് ബ്ലോക്ക് വരുന്നതെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് 0.5 മൈനസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ കിട്ടും. ഏത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ ഫുട്ബോളർ. അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ മോഡൽ എക്സാമിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏതാ ക്വസ്റ്റ്യൻ വരുന്നത്? ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? y on x x on y. ഏതെങ്കിലും രണ്ടാൾക്കാരെ എടുക്കുക, അവരെ y on x x on y ആയിട്ട് നമ്മൾ കൊടുക്കുക. y on x ആണെങ്കിൽ വൈനൊരു സ്ഥലത്ത് വെക്കുക, ബാക്കി എല്ലാവരും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. x on y ആണെങ്കിൽ എക്സിനൊരു സ്ഥലത്ത് വെക്കുക, ബാക്കി എല്ലാവരും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ബാക്കി നമ്മുടെ byxും എക്സിൻ്റെ കൂടെയുള്ള ആളാണെന്ത്? byx, വൈൻ്റെ കൂടെയുള്ള ആളാണെന്ത്? bxy. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലെസ് ദാൻ 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്? കറക്റ്റ് ആണെന്ന് കിട്ടും. അല്ലെങ്കിൽ എന്താ? അത് തെറ്റിപ്പോയി. ഇപ്പം നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. അത്രയേ ഉള്ളൂ അവിടെയുള്ള സംഭവം. സോ ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് യെസ്. ഇനി നെക്സ്റ്റ് യെസ് തിയറി ചോദിച്ചിട്ടുണ്ട്. തിയറി എന്താണ്? 4 പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ് ആണ്. 4 പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് 4 പ്രോപ്പർട്ടീസ്? ഏതൊക്കെയാണ്? ഇഷ്ടമുള്ളത് എഴുതാം. നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന്, ഇവിടെ എന്താണ്? കർവ് എന്താണ്? സിമെട്രിക് ആണ്. നോർമൽ കർവ് ഇസ് സിമെട്രിക്. നോർമൽ കർവ് ഇസ് സിമെട്രിക്. സിമെട്രിക് ആണെന്ന് പഠിച്ചു. എബൌട്ട് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ. എബൌട്ട് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ. എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കെന്താ? സിമെട്രിക് ആണ് കർവ് എന്ന് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ്. മീനും മീഡിയനും മോഡും എന്താണ്? ഇവിടെ ഈക്വൽ ആയിരിക്കും. പിന്നെന്താണ്? ഇത് സിമെട്രിക് ആണ്, അതുകൊണ്ട് തന്നെ β1 ഈക്വൽ ടു 0 ആണ്, β2 ഈക്വൽ ടു 3 ആണ്. 4 പ്രോപ്പർട്ടി ആയി കഴിഞ്ഞു. യെസ്, ബെൽ ഷേപ്ഡ് ആണ്, സിമെട്രിക് ആണ്. യെസ്, നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? പിന്നെ വേണമെങ്കിൽ പറയാം അതെന്താണ്? യൂണി മോഡലാണ്. അത് യൂണി മോഡലാണ്. മാക്സിമം ഹൈറ്റ് എപ്പോഴാണ് വരാം? മാക്സിമം ഹൈറ്റ് എപ്പോഴായിരിക്കും വരിക? മാക്സിമം ഹൈറ്റ് നമുക്ക് വരിക എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്നുള്ള പോയിന്റിലാണ് നമുക്ക് മാക്സിമം ഹൈറ്റ് വരാം. നജീബ, നാളെ രാവിലെ ബൂസ്റ്ററിൽ പറഞ്ഞാലോ? ഒരുപാട് കുറച്ച് ക്വസ്റ്റ്യൻസ് തീർക്കാനുണ്ട്. യെസ് കീർത്തന, അസിംപ്റ്റോട്ടിക് ടു എക്സ് ആക്സിസ് ആണ്. നാളെ രാവിലെ ബൂസ്റ്ററിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കത് പറയാം. ഓക്കെ ആണോ? സ്ക്യൂനെസ്സിലാണ് β2 ഈക്വൽ ടു 3. അതായത് ഇവിടെ കുർട്ടോസിസ്. മീസോകേർട്ടിക് ആണ്. ഇത് മീസോകേർട്ടിക് ആണ്. സോ അങ്ങനെ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ പറയുമെന്ന് ആരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് 2 ആൾക്കാർ അൺബയാസ്ഡ് ആണ്. T1 T2 അൺബയാസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ആരാണ് കൂടുതൽ എഫിഷ്യൻറ്റ്? T1 ആണോ T2 ആണോ കൂടുതൽ എഫിഷ്യൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരിക്കും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുണ്ടാവുക? എന്താണ് കണ്ടത്? വേരിയൻസ് ആണ് കണ്ടത്. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ സിഗ്മ ആണെന്ന് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. അങ്ങനെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ് ഇവിടെ കേട്ടോ. ഇവിടെ സിഗ്മ സ്ക്വയർ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് 2x1 പ്ലസ് 2x2 മൈനസ് 3x3 ദാറ്റ് ഈസ് ഈക്വൽ ടു വേരിയൻസിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ആവശ്യമുണ്ട്. 2 പുറത്തേക്ക് എടുക്കുമ്പോൾ വരും. അത് 2 സ്ക്വയർ വേരിയൻസ് ഓഫ് x1 പ്ലസ് 2 സ്ക്വയർ വേരിയൻസ് ഓഫ് x2 പ്ലസ് 3 സ്ക്വയർ വേരിയൻസ് ഓഫ് x3. എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നിട്ട് പുറത്തേക്ക് എടുത്തോ പ്ലസ് ആയത്? എന്താണ് പ്ലസ് ആയത്? അതെന്താ? 3 സ്ക്വയർ വേരിയൻസ് ഓഫ് x3. ഇതെന്താണ്? വേരിയൻസിൻ്റെ കേസിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പുറത്തെത്തുമ്പോൾ നമുക്ക് എന്താണ്? പ്ലസ് കിട്ടും. പബ്ലിക് എക്സാം
ഗൗരി നമുക്ക് റിവാലുവേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ പബ്ലിക് എക്സാമിൻ്റെ പേപ്പർ അതിൻ്റെ കൂടെ നമുക്ക് അയച്ചു തരാനുള്ള കോപ്പി എന്തോ ഒരു സംഭവം ഉണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ ലീഗൽ സംഭവങ്ങൾ എനിക്കറിയില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ റിവാലുവേഷൻ അപ്ലൈ ആണെങ്കിൽ എക്സാം പേപ്പറിൻ്റെ കോപ്പി വേണോ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. അതിന് എക്സ്ട്രാ കുറച്ച് പൈസയും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോപ്പി നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്കും കാണാം, അതിൻ്റെ മാർക്ക് അവർക്കും നോക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. ഇപ്പം എന്താണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റി എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ആണെങ്കിൽ 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x1. ഇനി 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x2 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു വേരിയൻസ് ഓഫ് x3. വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. സോ 4 സിഗ്മ സ്ക്വയർ പ്ലസ് 9 സിഗ്മ സ്ക്വയർ. ആൻസർ വരുന്നത് 17 സിഗ്മ സ്ക്വയർ എന്നായിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? വേരിയൻസ് ഓഫ് T2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് 2x2 മൈനസ് 2x3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വേരിയൻസ് ഓഫ് x1 പ്ലസ് 2 സ്ക്വയർ വേരിയൻസ് ഓഫ് x2 പ്ലസ് 2 സ്ക്വയർ വേരിയൻസ് ഓഫ് x3 എന്ന് കിട്ടും. ഇതെന്താണ്? സിഗ്മ സ്ക്വയർ 2 സ്ക്വയർ 4 സിഗ്മ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 സിഗ്മ സ്ക്വയർ. അപ്പോൾ എന്താണ് ആൻസർ? 9 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ആരാണ് ഏറ്റവും വലുത്? ഏറ്റവും വലുത് വന്നിരിക്കുന്നത് 17 സിഗ്മ സ്ക്വയറും ചെറുത് വന്നിരിക്കുന്നത് 9 സിഗ്മ സ്ക്വയറും. സോ ആരാണ്? സോ ഇവിടെ എന്താണ് നമുക്ക് കിട്ടി? വേരിയൻസ് ഓഫ് T2 ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് T1. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ ആൻസർ എന്താണ് വരുന്നത്? T2 ഇസ് മോർ എഫിഷ്യൻ്റ് എന്ന് കിട്ടി. യെസ് കീർത്തന, T2 ഇസ് മോർ എഫിഷ്യൻറ്റ്. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഫിറോസ് സ്പിയർമാൻ. ഓക്കെ, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അല്ലെങ്കിൽ നിങ്ങൾ ചിലവർ ഇങ്ങനെ ഇക്വേഷൻ എഴുതാറുണ്ട് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ക്യൂബ് മൈനസ് n. ഇങ്ങനെ നമുക്ക് ആ ഇക്വേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്കൊരാളും കൂടെ വന്നു. ആരാണ്? കറക്ഷൻ ഫാക്ടർ. ഒരു കറക്ഷൻ ഫാക്ടർ കൂടെ വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ m ക്യൂബ് മൈനസ് m ഡിവൈഡഡ് ബൈ 12. ഇതാണ് കറക്ഷൻ ഫാക്ടർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരെ ഇങ്ങനെയായിരിക്കും. റാങ്ക്സ് റിപ്പീറ്റ് ചെയ്യുമ്പം റിപ്പീറ്റഡ്. അപ്പോൾ എന്ത് വരും? 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ കറക്ഷൻ ഫാക്ടർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇതായിരിക്കും എന്ത്? നമ്മൾ ആ ഒരു കേസിൽ നമ്മൾ ഇക്വേഷൻ വരാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സിമം നമുക്ക് എത്ര മണി വരെ പോവും? ഒരു 10-10:30 നമുക്ക് തീർക്കാൻ നോക്കാം. സോ ഇഫ് T is an estimate of the parameter theta, expectation of T theta ആണെങ്കിൽ ഇത് ഏതിൻ്റെ പ്രോപ്പർട്ടിയാണ്? ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? ഇത് നമ്മൾ അൺബയാസ്ഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ഇവിടെ എന്താണ്? ഇത് അൺബയാസ്ഡ് ആണ് എന്ന് നമുക്ക് കിട്ടും. T is called unbiased estimator. ഇനി ഇവിടെ നമ്മളോട് മൊമെൻറ്റ് എസ്റ്റിമേറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എസ്റ്റിമേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട്. സോ ഇവിടെ നമുക്കറിയാം നമ്മൾ ഇക്വേഷൻ എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? പോപ്പുലേഷൻ മീനിൻ്റെ മൊമെൻറ്റ് എസ്റ്റിമേറ്റ് ആണ്. അതായത് ഇവിടെ മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എക്സ് ബാർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് സാമ്പിൾ വാല്യൂസ് ആണല്ലോ. ഇതെല്ലാം കൂടെ ഇതിൻ്റെ ആവറേജ് കാണാം. 14 പ്ലസ് 12 പ്ലസ് 13 പ്ലസ് എക്സെട്രാ പ്ലസ് 15 പ്ലസ് 16 ഡിവൈഡഡ് ബൈ എത്ര വാല്യൂസ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9 10 11 12. സോ ഡിവൈഡ് ബൈ 12 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മുടെ ന്യൂമറേറ്റർ എന്തായിരിക്കും വരാം? യെസ്, മീൻ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്, എക്സ് ബാർ ആണ്. സോ 201/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 16.75 ആണ് എന്ത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളെ അസൈനബിൾ കോസസ്. ANOVA അസൈനബിൾ കോസസ് ഉണ്ട്, അതേപോലെ ചാൻസ് കോസസ് ഉണ്ട്. അസൈനബിൾ കോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോസസ് ഓർ ഫാക്ടേഴ്സ് ഹൂസ് എഫക്ട്സ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് കൺട്രോൾ. അത് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനും പറ്റും, അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റും. അതാണ് അസൈനബിൾ കോസസ് എന്ന് പറയുന്നത്. ചാൻസ് കോസസ് ആണെങ്കിലോ അത് നമുക്ക് മെഷർ ചെയ്യാനും പറ്റില്ല, ഔട്ട് ഓഫ് ഹ്യൂമൻ കൺട്രോൾ ആണ്, ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ ആണെന്ത് നമ്മളെ ചാൻസ് കോസസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ANOVA is developed on the assumption that the variation between samples is due to assignable causes. So between sample, ഈ സാമ്പിളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ്? അത് അസൈനബിൾ കോസസ് കൊണ്ടാണ്. സോഹിൻ, യെസ്, എല്ലാ ചാപ്റ്ററിലും ഇക്വേഷൻ നമുക്ക് പറയാം. അത് നമുക്ക് ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ചാപ്റ്ററിനും പറഞ്ഞു പോയിട്ടുണ്ട്. നാളെ രാവിലെ
ഒന്ന് നമ്മൾ ഫുള്ള് ബ്രഷപ്പ് ചെയ്യും. എല്ലാ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് മാത്രം എന്തായാലും ലാസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകും. നാളത്തെ ക്ലാസ്സിൽ എന്തായാലും ജോയിൻ ചെയ്യാം, നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ പോപ്പുലേഷൻ മീൻ അത് ചോദിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ എന്താണ് ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്നാലും ഇവിടെ അസംപ്ഷൻസ് ഓഫ് ANOVA നോർമാലിറ്റി, ഹോമോജനിറ്റി, അഡിറ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, ഇതാണ് നമ്മളുടെ അസംപ്ഷൻസ് ഓഫ് ANOVA എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ANOVA ടേബിൾ വന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇത്തരം കാലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാമിന് പക്ഷേ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി ഇതേപോലെ സാധാരണ ചോദിക്കുന്ന രീതിയിൽ തന്നെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ഫില്ല് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരെണ്ണം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടാൻ എന്ത് ചെയ്യണം? 19 - 8 ചെയ്താൽ മതി. 19 - 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19 - 8 ചെയ്യുമ്പോൾ നമുക്കവിടെ 11 ആൻസർ ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ TSS തന്നിട്ടുണ്ട്. ഓക്കെ, TSS നമുക്ക് തന്നിട്ടുണ്ട്. ഇനി MSB തന്നിട്ടുണ്ട്. MSB തന്നിട്ടുണ്ട് എത്രയാണ്? അത് 45.2 ആണ്. MSB എന്ന് പറയുന്നത് MSB is equal to SSB by K - 1. ഇതാണ് എന്ത് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. സോ ഇവിടെ SSB എങ്ങനെ കിട്ടും? ഇവിടെ SSB ഇല്ല, SSB നമ്മൾ കാണണം. SSB കാണാൻ MSBയും K - 1 എന്താ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ SSB is equal to MSB into K - 1. that is equal to 45.2 into 8. ഈ രണ്ടാൾക്കാർ എന്താ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ എത്രയാണ് വരിക? ആൻസർ എത്രയായിരിക്കും വരിക? ദിസ് ഈസ് ഈക്വൽ ടു 361.6. 361.6 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് MSW തന്നിട്ടുണ്ട് 3.5 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാം. MSW is equal to SSW divided by N minus K. SSW divided by N minus K. ചെയ്യേണ്ട എന്താ? ഈ രണ്ടാൾക്കാരെ എന്താ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എന്ത് കിട്ടും? 3.5 into 11. യെസ് ആൻസർ എന്താണ് വരുന്നത്? യെസ് ഹോമി, കീർത്തന, യെസ് ആൻസർ എന്താ വരുന്നത്? 38.5 എന്ന് കിട്ടും. ആൻസർ എന്താണ്? 38.5. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? TSS നമുക്ക് കിട്ടും. ഇനി ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അതിന് പകരം ഇതും നമുക്ക് യൂസ് ചെയ്യാം. TSS is equal to SSW is equal to TSS minus SSB. അത് വെച്ചിട്ടായാലും നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 38.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് F കാണാനുള്ള ഇക്വേഷൻ എന്താണ്? F is equal to MSB divided by MSE ആണ്, അതായത് MSW. that is equal to MSB എത്രയാണ്? 45.2. MSW എന്ന് പറയുന്നത് 3.5 ആണ്. എത്രയാണ്? 3.5. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ആൻസർ വരുന്നത് 9.39 എന്നായിരിക്കും. ആൻസർ എത്ര? 9.39. സോ F is equal to 9.39 ആണ്. F ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? അത് 2.95 ആണ്. സോ എന്താണ്? എഫിനെക്കാട്ടും വലുതാണെന്ത്? F ആൽഫ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് വന്നു? ഇവിടെ നമുക്ക് കിട്ടി we reject, therefore reject H0. ഇതാണ് നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഉജ്വൽ, സമ്മർ വെക്കേഷനിൽ ഇപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞല്ലോ. ഇപ്പോൾ നാളത്തെ എക്സാമും കൂടെ കഴിഞ്ഞാൽ സ്റ്റാർട്ടിൻ്റെ കഴിഞ്ഞു. അതേപോലെ ഈ മാർച്ച് കഴിഞ്ഞാൽ +2 നിങ്ങൾ പാസ് ഔട്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ +2ൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കാര്യമില്ലല്ലോ. ഇനി അടുത്തത് CA ഉണ്ട്, ACCA ഉണ്ട്, CMA ഉണ്ട്. അതിൻ്റെ +2 നമ്മളെ Xylemത്തിൻ്റെ ചാനൽസ് ഉണ്ട്. അതിൻ്റെ കരിയർ ഗൈഡൻസോ കാര്യങ്ങളോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതൊക്കെ ആയിരിക്കും ഇനി അടുത്ത നമുക്ക് ചിലപ്പോൾ ചാനൽ ഉണ്ടായിരിക്കാം. Next, decrease in the consumption due to some epidemic is associated with dash component of time series. So എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ കൺസംഷൻ കുറഞ്ഞു, പെട്ടെന്ന് വന്നൊരു ചേഞ്ച് ആണ്. IS ഗൗരി 9.39 ആൻസർ വരുന്നത്. സോ പെട്ടെന്ന് വരുന്ന ചേഞ്ചിനെ അതേതാണ്? അത് ഇറഗുലർ വേരിയേഷൻ ആണ്. ഇനി സൈക്ലിക് വേരിയേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സൈക്ലിക് വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഓസിലേഷൻ ആണ്, ഒരു ഫ്ലക്ച്വേഷൻ ആണ്. ഒരു വർഷത്തിലധികം എന്താണ് നമ്മൾ നോക്കും. മോർ ദാൻ 1 ഇയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ നമ്മളുടെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബിസിനസ് സൈക്കിൾസിന് 4 പാർട്ട് ഉണ്ട്: പ്രോസ്പെരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. F എങ്ങനെയാണ് റോങ് ആയത് ഫാത്തിമ? F കറക്റ്റ് ആണല്ലോ. ഗൗരി, ഇവർ കുറേ ആൾക്കാർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. F നമുക്ക് വരുന്നത് 9.39 45.2 ഡിവൈഡ് ബൈ 3.5.
സോറി ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടേ. 45.2/3.5 നമുക്ക് ആൻസർ വരുന്നത് 12.91 ആണ്. 12.91. സോ 12.91 ഇവിടെ 12.91 ആൻസർ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ തന്നെയാണ്. കാരണം ഇവിടെ എന്താ ഗ്രേറ്റർ ദാൻ തന്നെയാണ് വരുന്നത്. സോ നമ്മൾ റിജക്റ്റ് H0 ആണ് നമുക്ക് വരിക. റിജക്റ്റ് H0 ആണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, നാളെയും ഫുള്ള് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരും. പുതിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നാളെ നമ്മൾ വരും എന്തായാലും ജോസ്മോൻ. സോ ഇനി യെസ് 12.91. യെസ്, ഇനി നെക്സ്റ്റ് സൈക്ലിക് വേരിയേഷൻ നമ്മൾ പറഞ്ഞു. ബിസിനസ് സൈക്കിൾ 4 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത് പാഷേഴ്സ് ഇൻഡെക്സിൽ വെയ്റ്റ്സ് യൂസ്ഡ് ആർ. ഏത് വെയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്? പാഷേഴ്സ് ഇൻഡെക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കറണ്ട് ഇയർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി 4 യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. 4 യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ എന്തൊക്കെയാണ്? ഹെൽപ്പ് ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ പോളിസീസ്, സ്റ്റഡിങ് ട്രെൻഡ്, ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ എക്കണോമിക് ആക്ടിവിറ്റി, മെഷറിംഗ് റിയൽ വേജസ്, അതേപോലെ തന്നെ പർച്ചേസിംഗ് പവർ ഓഫ് മണി മെഷർ ചെയ്യാം. പർച്ചേസിംഗ് പവർ ഓഫ് മണി മെഷർ ചെയ്യാം. പർച്ചേസിംഗ് പവർ ഓഫ് മണി മെഷർ ചെയ്യാം. പിന്നെ എന്താണ്? ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ. നമ്മുടെ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ മെഷർ ചെയ്യാനും പറ്റും. ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ അത് മെഷർ ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളോട് 2 റിഗ്രഷൻ ലൈൻസ് തന്നിട്ടുണ്ട്. ഏതാണ് എക്സ് ഓൺ വൈ, ഏതാണ് വൈ ഓൺ എക്സ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം ഒരാളെ എക്സ് ഓൺ വൈ ആയിട്ടും മറ്റാളെ വൈ ഓൺ എക്സ് ആയിട്ടും എടുക്കാം. സോ ഇതിൽ ആരാണ് എക്സ് ഓൺ വൈ, ഏതാണ് വൈ ഓൺ എക്സ്, അത് പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ആരായിരിക്കും? 2x + 3y - 31 = 0. 5x + 4y - 28 = 0. സോ ഇവിടെ ഞാൻ എക്സിനൊരു സൈഡിൽ വെച്ചു, ബാക്കി എല്ലാവരും ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. x = -3/2y + 31/2. ഇവിടെ y ആണ് ഒരു സൈഡിൽ വെക്കുന്നത്, ബാക്കി എല്ലാവരും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. സോ ഇവിടെ y എന്ത് കിട്ടി? -5/4x + 28/4. ഇവിടെ bxy എന്ന് പറയുന്നത് -3/2 ആണ്. byx എന്ന് പറയുന്നത് -5/4 ആണ്. സോ bxy × byx കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -3/2 × -5/4 15/8. അതെന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ എസംഷൻ അതാണ്, തെറ്റിയെന്ന് മനസ്സിലായി. അപ്പോൾ നേരെ എന്താക്കണം? ഓപ്പോസിറ്റ് എടുക്കണം. സോ റോങ് എസംഷൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. സോ ഇതാണ് എൻ്റെ വൈ ഓൺ എക്സ് ആൻഡ് ഇതാണ് എൻ്റെ എക്സ് ഓൺ വൈ. ഇതാണ് വൈ ഓൺ എക്സ് വരുന്നത് ആൻഡ് ഇതാണ് നമ്മളുടെ എക്സ് ഓൺ വൈ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആരെയാണ്? വൈ ഓൺ എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് ഏതാണ്? 2x + 3y - 31 = 0. 2x - 31 = 0 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ഇനി നെക്സ്റ്റ് നമ്മൾ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, കോറിലേഷൻ കിട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കോറിലേഷൻ എങ്ങനെ കിട്ടും? സോ കോറിലേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? കോറിലേഷൻ എങ്ങനെ കിട്ടുക? R = ± √(bxy) × byx. യെസ് കീർത്തന, ആദ്യത്തേതാണെന്ന് നമ്മൾ വൈ ഓൺ എക്സ് വരുന്നത്, രണ്ടാമത്തെയാണ് നമ്മൾ എക്സ് ഓൺ വൈ വരുന്നത്. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത് കോറിലേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ±√(. റെസിപ്രോക്കൽസ് എന്താണ്? അപ്പം നേരെ തിരിയും. സോ ഇവിടെ എന്താ? ഇത് -2/3 ഇത് -4/5. നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ അതെന്ത് വരും? √8/15 എന്ന് കിട്ടും. സോ അതെന്താണ്? ±√8/15 എന്ന് പറയുമ്പം 0.73 ആണെന്ന് √8/15. ഇനി അത് പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ 2 റിഗ്രഷൻ കോഎഫിഷ്യൻറ്റും മൈനസ് ആണെങ്കിൽ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്താ? അത് മൈനസ് ആയിരിക്കും. ഇനി 2 ആൾക്കാരും പ്ലസ് ആണെങ്കിലോ റിഗ്രഷൻ എന്താണ്? നമ്മളെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്താണ്? അത് പ്ലസ് ആയിരിക്കും. സോ ഇവിടെ -0.73 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ എന്ത് വരും? y = 4x³ - 2x² + 7x + 9. ഇനി ആദ്യം നമ്മൾ dy/dx = 0 നമ്മൾ കൊടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഗൗരി 0.125 ആണോ? സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? നമ്മൾ 4x³. x³ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? 3x² ആണ്. മൈനസ് x² ഡെറിവേറ്റീവ് 2x ആണ്, പ്ലസ് എക്സിന് ഡെറിവേറ്റീവ് 1 ആണ്, കോൺസിന് ഡെറിവേറ്റീവ് 0 ആണ്.
So this is equal to 0. ഇതെന്ത് വരും 12x square minus 4x plus 7 equal to 0 എന്ന് കിട്ടും. ഇനി d square സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന് പ്രോപ്പർട്ടീസ് നോക്കിയാണ് ഈക്വൽ ടു 0 ചെയ്യേണ്ടത്. ഓക്കെ ലിയോ, ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഓക്കെ, സോ ഇവിടെ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുമ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ എന്താണ്, എന്നിൻ്റെ സ്ഥലത്ത് ഇവിടെ ആരാ 3 ആണ്. സോ 3 എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ, അപ്പോൾ 3x റേസ് ടു 3 മൈനസ് 1. ആൻസർ എന്ത് കിട്ടും? 3x സ്ക്വയർ എന്ന് കിട്ടും. അതേപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് 2x സ്ക്വയർ ആണെങ്കിലോ അപ്പം എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ അതെന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മളുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് ഇത് കിട്ടും. ഇനി നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനൊരു വട്ടം കൂടെ ഡെറിവേറ്റീവ് കാണാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ആദ്യം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച ആളെ ഒന്നും കൂടെ എന്താണ് ഡെറിവേറ്റീവ് കാണുന്നു. സോ ഡി ബൈ ഡി എക്സ് ഓഫ് 12x square minus 4x plus 7. So this is equal to x square ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. സോ 12 into 2x minus 4 into 1 plus 0. So this is equal to 24x minus 4 എന്ന് കിട്ടും. സോ അതാണ് നമുക്ക് ഫൈനൽ ആൻസർ വരാം. യെസ് കീർത്തന, യെസ് കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് 24x മൈനസ് 4 കിട്ടും. ഈ നെക്സ്റ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ 0 to 2 x സ്ക്വയർ മൈനസ് 2 dx ആണ്. ഇവിടെ നമ്മളെ ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുന്നത് x പ്ലസ് സി ആണ്. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പം എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 2 ഇൻറ്റു ഇവിടെ കോൺസ്റ്റൻ്റ് ആണല്ലോ, അതൊന്നും അപ്പം എന്താ ഇൻ്റഗ്രൽ എന്താ എക്സ് ആയിരിക്കും വരിക. സോ ഇവിടെ എന്ത് വരും? 2x. ഏതാണ് റേഞ്ച്? 0 to 2. സോ ഇവിടെ ആദ്യം നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ക്യൂബ് ബൈ 3 മൈനസ് 2 ഇൻറ്റു 2, പിന്നെ മൈനസ് 0 ക്യൂബ് ബൈ 3 മൈനസ് 2 ഇൻറ്റു 0. ഈ ടേം മൊത്തത്തിൽ എന്തായിപ്പോവും? 0 ആയിപ്പോവും. കാരണം 0 ബൈ 3 0 ആണ്. 2 ഇൻറ്റു 0 അത് എന്താണ്? 0 ആണ്. സോ ഇവിടെ നമുക്ക് ഫൈനലി ഇവിടെ ബാക്കി ആരാണുള്ളത്? 2 ക്യൂബ് ബൈ 3. അപ്പോൾ എന്ത് കിട്ടി? 8 ബൈ 3 മൈനസ് 4 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫൈനലി ഇത് രണ്ടും കൂടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 മൈനസ് 12 ബൈ 3 that is equal to minus 4 by 3 that is equal to minus 1.33 എന്ന് ആൻസർ കിട്ടും. ആൻസർ കിട്ടിയിട്ടുണ്ടോ? മൈനസ് 1.33 എന്നായിരിക്കും നമുക്ക് ഫൈനലി ആൻസർ കിട്ടുക. ഈ നെക്സ്റ്റ് ലോ ഓഫ് ഇംപ്രോബിൾ ഇവൻറ്റ്സ്. ഏതാണ് ലോ ഓഫ് ഇംപ്രോബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്? അത് നമ്മളെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് ബൈനോമിയലിൻ്റെ മീന് തന്നിട്ടുണ്ട്. എൻ പി ഈക്വൽ ടു 4 ആണ്. വേരിയൻസ് പറഞ്ഞിട്ടുണ്ട്. വേരിയൻസ് എന്ന് പറയുന്നത് എൻ പി ക്യൂ അത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ പി എന്താണ്? 4 ആണ്. യെസ് കീർത്തന, തന്നെ കറക്റ്റ് ആൻസർ ആണ്. സോ എൻ പി എന്താണ്? 4 ആണ്. എൻ പി ക്യൂ എന്താണ്? 3 ആണ്. സോ ഇവിടെ എൻ പി ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എന്ത് കിട്ടി? 4q ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്താ? 3/4 ആയിരിക്കും. ഈ 4 ഇപ്പുറത്തേക്ക് വന്നു. സോ 3/4 എന്ന് കിട്ടും. സോ ക്യൂ നമുക്ക് കിട്ടി എന്താണ്? 3/4 ആണെന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് പി കണ്ടുപിടിക്കാമല്ലോ. പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ പി ഈസ് ഈക്വൽ ടു 1 മൈനസ് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. സോ പി കിട്ടി എത്രയാണ്? 1/4. ക്യൂ കിട്ടി 3/4. ഇനി ആരെയും കൂടെ കാണണം? എൻ കൂടെ കാണണം. എൻ പി ഈസ് ഈക്വൽ ടു 4 ആണെന്ന് അറിയാലോ. എൻ പി ഈസ് ഈക്വൽ ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ ഇൻറ്റു പിൻ്റെ വാല്യൂ കൊടുക്കുക 1/4 ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ എൻ എന്ത് കിട്ടും? ഈ 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ 4 4 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. സോ എൻ എത്രയാണ്? അത് 16 ആണെന്ന് കിട്ടി. ഇനി നമ്മളുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൈനോമിയലിൻ്റെ കേസിൽ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് വേർ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 എക്സ് ഇസ് ഈക്വൽ ടു 0 1 2 എക്സെട്ര. ഇതാണ് എന്ത്? നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ വരുന്നത്. ഇനി ഇവിടെ എൻ എത്രയാണ്? 16 ആണ്. സി എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. പി എന്ന് പറയുന്നത് എത്രയാണ്? അത് 1/4 ആണ്. 1/4 റേസ് ടു എക്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 3/4 ആണ്.
സോ 3/4 raised to 16 minus x. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 0, 1, 2 etc. 16 വരെ ആയിരിക്കും ഉണ്ടാവുക. 16 വരെ ഈക്വൽ ടു 0 അതർവൈസ്. ഇതായിരിക്കും എന്ത്? നമ്മളെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF. നമ്മൾ ഈ ഒരു കേസിൽ PMF എന്ന് പറയുന്നത് ഇതായിരിക്കും. അതല്ലായിരുന്നോ ക്വസ്റ്റ്യൻ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Z ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ Z² ഫോളോ ചെയ്യുന്നത് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? ഈ ക്ലാസ്സിന് തുടക്കത്തിൽ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. Z² ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? Z² ഫോളോ ചെയ്യുന്നത് chi² വിത്ത് 1 degrees of freedom ആയിരിക്കും. സോ നമ്മൾ ആൻസർ വരുന്നത് എന്താണ്? chi² വിത്ത് 1 degrees of freedom. ഈ നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ള വീണ്ടും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പോപ്പുലേഷൻ സൈസ് എത്രയാണ് ഇവിടെ? n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1, 2, 3, 4, 5. n is equal to 5. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 2 ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താ? SRSWOR ആണ്. സോ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു NCN. ദാറ്റ് ഈസ് ഈക്വൽ ടു 5C2. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് വന്നു? 10 എന്ന് കിട്ടും. ഓക്കെ, 10. സോ ഇത്തരത്തിലൊരു ടേബിൾ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ ഓരോ സാമ്പിളും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ സിമ്പിൾ ആണ് സാമ്പിളിങ് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. സാമ്പിൾസ് കണ്ടു, അതിൻ്റെ എല്ലാത്തിലുള്ള സാമ്പിൾ മീനും കൂടെ നമ്മൾ കണ്ടു. സോ ടോട്ടൽ സാമ്പിൾ മീൻ നമുക്ക് കിട്ടി എത്രയാണ്? 70 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് 70 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. സോ ആൻസർ എന്ത് വരും? 7 എന്നായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ഫൈനൽ ആൻസർ എത്രയാണ്? 7 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ടെസ്റ്റ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഇസ് യൂസ്? ഏത് ടെസ്റ്റാണ് ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യാറ്? ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുക ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ? chi². സെഡും ടി എവിടെയാണ് യൂസ് ചെയ്യുക? സെഡും ടിയും നമ്മൾ യൂസ് ചെയ്യുക വേരിയബിൾസിൻ്റെ കേസിലായിരിക്കും. സെഡും ടിയും വേരിയബിൾസിൻ്റെ കേസിൽ. chi² നമ്മൾ യൂസ് ചെയ്യുക ആട്രിബ്യൂട്ട്സിൻ്റെ കേസിലാണ്. ആൻഡ് എഫ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? ANOVAയിലാണ് നമ്മൾ എഫ് യൂസ് ചെയ്യുക. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ യെസ് കീർത്തന, chi² ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫൈൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ചാൽ എന്താണ്? ആൽഫയാണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ കമ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണെന്ന് ആൽഫ എന്ന് പറയുന്നത്. പവർ ഓഫ് എ ടെസ്റ്റ് അതെന്താണ്? പ്രോബിലിറ്റി ഓഫ് റിജക്ട് H0 when H0 is false. That is equal to 1 minus beta. ഇനി ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളുടെ റിജക്ഷൻ റീജിയൻ ആണ്. അതിലൊരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ട്. റിജക്ഷൻ റീജിയനെയും ആക്സെപ്റ്റൻസ് റീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വാല്യൂ ആണ്. ഇനി നെക്സ്റ്റ് നമ്മളോട് 3 ഇയർലി മൂവിങ് ആവറേജ്. അത് നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു 3 ഇയർലി മൂവിങ് ആവറേജ് പറയുമോ മിസ് ചെയ്യുന്നുള്ളത്. സോ 3 ഇയർലി മൂവിങ് ആവറേജിൽ 3 ഇയർ വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആദ്യത്തെ 3 വർഷം എടുത്തു. അതിൻ്റെ ടോട്ടൽ കണ്ടു, അതിൻ്റെ ആവറേജ് കണ്ടു. സോ നടുക്കത്തെ ആളുടെ നേരെ എഴുതി. ഇനി അടുത്ത 3 ആൾക്കാരെടുത്തു, അതിൻ്റെ എന്താണ്? ആവറേജ് കണ്ടു. അടുത്ത 3 ആൾക്കാരെടുത്തു, അതിൻ്റെ ആവറേജ് നേരെ എഴുതി. സോ ഇത്തരത്തിലാണ് നമ്മൾ 3 ഇയർലി മൂവിങ് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്തരത്തിലാണ് നമ്മൾ 3 ഇയർലി മൂവിങ് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് നമുക്ക് വരുന്നത്. സോ ഇവിടെ കാൾ പിയേഴ്സൺ നമ്മൾ ഇക്വേഷൻ എന്താണ് വരുന്നത്? R is equal to n sigma xy minus sigma x sigma y divided by root of n sigma x square minus sigma x the whole square into root of n sigma y square minus sigma y the whole square. ഇതാണല്ലോ നമ്മൾ ഇക്വേഷൻ വരുന്നത്. ഇതാണല്ലോ ഇക്വേഷൻ. ഇനി ഇതിലെന്താ? നമ്മൾ ഇതേപോലെ എക്സ് വൈ സ്ക്വയർ വൈ സ്ക്വയർ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ എല്ലാവരും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഇവിടെ n എത്രയാണ് വരുന്നത്? 1 2 3 4 5 6 7 8. സോ n is equal to എന്താണ്? 8 ആണ്. സോ ഇവിടെ എന്ത് വന്നു? 8 ഇൻറ്റു സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? അത് 3029 ആണ്.
3029 മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 143 ഇൻറ്റു 160 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 8 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2891 മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് 143 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 8 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് 3548 മൈനസ് എത്രയാണ് സിഗ്മ വൈ എന്ന് പറയുന്നത് എത്രയാണ് അത് 160 ആണ്. സോ 160 സ്ക്വയർ. സോ എന്താണ് ഇവിടെ ഫൈനൽ ആൻസർ വരിക? യെസ് ഗൗരി, കാൽക്കുലേഷൻ മസ്റ്റാണ്. ഈ ഒരു ഇക്വേഷൻ അത് പഠിച്ചേ പറ്റൂ. അതെന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ കാൽക്കുലേഷൻ എന്നുള്ളത് വളരെ സിമ്പിളാണ്. അതിൽ വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. എക്സ് വൈ കാണാം, എക്സ് സ്ക്വയർ കാണാം, വൈ സ്ക്വയർ കാണാം, ഇതൊക്കെ ആഡ് ചെയ്യുക. വളരെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഇനി ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ആ ഒരു ഇക്വേഷൻ്റെ വാല്യൂ ആറിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെ ഇടയിലാണ്. -1ൻ്റെയും 1ൻ്റെ ഇടയിലെല്ലാം നിങ്ങളുടെ 6 കിട്ടുന്നെങ്കിൽ ആൻസർ തെറ്റിയെന്ന് ഉറപ്പിച്ചോളാം. ഒന്നും കൂടെ ഒന്ന് റീചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിലാണോ വരുന്നത് എന്ന് കൂടെ നോക്കുക. സോ ഇവിടെ ഇനി ദിസ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം 1352 ഡിവൈഡഡ് ബൈ റൂട്ട് 2679 ഇൻറ്റു റൂട്ട് ഓഫ് 2784. സോ ദിസ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്താൽ ഫൈനൽ ആൻസർ വരുന്നത് 0.495 എന്ന് ആൻസർ കിട്ടും. സോ 0.495 ആയിരിക്കുന്നത് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളോട് വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളാണ്. ഇവിടെ നമ്മൾ ചാർട്ട് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ നിന്ന് ഫൈനൽ ഔട്ട്കം എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ എക്സ് ബാർ എച്ചിൻ്റെ കൺട്രോൾ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ലൈൻ ഉണ്ട്. അത് കാണേണ്ട എങ്ങനെ എക്സ് ഡബിൾ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ബൈ എൻ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം ആഡ് ചെയ്ത് പോവാം. സോ 32 പ്ലസ് 38 പ്ലസ് എക്സെട്രാ പ്ലസ് 39 ഡിവൈഡ് ബൈ എത്ര നമ്പർ ഓഫ് സാമ്പിൾസ് ഉണ്ട്? അത് 12 എണ്ണം ഉണ്ട്. സോ ഡിവൈഡ് ബൈ 12. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 434 ബൈ 12. ആൻസർ ഫൈനലി വരുന്നത് 36.17 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇനി നെക്സ്റ്റ് അടുത്ത അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കാണാൻ ആർ ബാർ നമുക്ക് വേണം. So R bar is equal to 4 plus 7 plus 3 plus etc plus 8 plus 5 plus 6 whole divided by 12. So this is equal to 59 by 12 that is equal to 4.92 എന്ന് ആൻസർ കിട്ടും. 4.92 എന്ന് ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മളെ അപ്പർ കൺട്രോൾ ലിമിറ്റ് UCL എന്ന് പറയുന്നത് എക്സ് ഡബിൾ ബാർ പ്ലസ് A2 R ബാർ ആണ്. LCL എന്ന് പറയുന്നത് എക്സ് ഡബിൾ ബാർ മൈനസ് A2 R ബാർ ആണ്. A2 തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 0.729 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36.17 ആണ്. 36.17 പ്ലസ് A2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് വരുന്നത് 0.729 എന്നാണ്. ഇൻറ്റു ആർ ബാർ എന്താ വരുന്നത്? ആർ ബാർ വരുന്നത് 4.92 ആണ്. എത്രയാണ്? 4.92 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫൈനലി നമ്മൾ ആൻസർ വരുന്നത് 39.76 എന്ന് കിട്ടും. 39.76 എന്ന് കിട്ടും. ആർ ചാർട്ട് NP ചാർട്ട് എന്താണെന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദിത്യൻ എക്സാമിന് വരുമോ എന്നില്ലയോ എന്നുള്ളത് അത് എക്സാമിനർ ഇഷ്ടമാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 36.17 മൈനസ് 0.729 into 4.92. So this is equal to 32.583 നമുക്ക് ആൻസർ കിട്ടും. സോ ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും സെൻറ്റർ ലൈനും നമുക്ക് കിട്ടി. സെയിം 27th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡലിന് 27th ക്വസ്റ്റ്യൻ ആണോ? അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാട്ടോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. മോഡൽ എക്സാമിൻ്റെ 27th ക്വസ്റ്റ്യൻ ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതേ മോഡൽ തന്നെയാണത്. 27th ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ തന്നെയാണത്. ഇത് നമ്മളെന്താ എക്സ് ഡബിൾ ബാറും ആർ ബാറും UCLും LCLും ഇതെല്ലാം ഇപ്പം കണ്ടുപിടിച്ച അതേ രീതിയിൽ തന്നെ കാണുക. എന്നിട്ട് നമ്മൾ ഈ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരാൾ പുറത്തേക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ഒരാൾ ഈ ഒരു റേഞ്ചിൻ്റെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും പ്രോസസ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാല്യൂ ഇവർ ഔട്ട് ഓഫ് കൺട്രോൾ ആണോ അണ്ടർ കൺട്രോൾ ആണോ എന്ന് നമ്മൾ നോക്കണം. സോ ഇവിടെ നമുക്ക് എക്സ് ബാർ ചാർട്ട് വരയ്ക്കണം. സോ ഇതാണ് എക്സ് ബാർ ചാർട്ട് വരുന്നത്. നമ്മൾ സെൻറ്റർ ലൈൻ ഉണ്ട്,
ലോവർ കൺട്രോളിലും വെച്ചിട്ടുണ്ട്, അപ്പർ കൺട്രോളിലും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും നോക്കിയാൽ കാണാം ചില പോയിന്റ്സ് എന്താ, ഇതെന്താണ്, ആ ലൈനിൻ്റെ പുറത്താണ് വരുന്നത്. ഇവിടെ എന്താ, ആ ലൈനിൻ്റെ പുറത്താണ് വരുന്നത്. സോ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും പ്രോസസ്സ് എന്താണ്, ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്ന് നമ്മൾ പറയും. ഈ നെക്സ്റ്റ് ലാപ്പിയർ പാഷ ഫിഷേഴ്സ് ഇൻഡെക്സ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാലോ. നമ്മൾ അതിൻ്റെ വാല്യൂസ്, ലാപ്പിയർ എന്ന് വെച്ചാൽ എന്താണ്, സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 ആണ്. പി എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100 ആണ്. ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് L ഇൻറ്റു പി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ തന്നിട്ടുള്ള ഇതിൽ ഇത് P0 ആണ്. നമ്മളെ 2010 എന്ന് പറയുന്നത് എന്താണ്, ബേസ് ഇയർ ആണ്. ഇതെന്താണ്, ബേസ് ഇയർ ആണ്. 2015 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ആണ്, കറണ്ട് ഇയർ ആണ്. സോ ഇവിടെ ഇത് P0, ഇത് Q0, ഇത് P1, ഇത് Q1. സോ യെസ്, ഇനി ഇത് എല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇവിടെ L എന്ത് കിട്ടും, L ഇസ് ഈക്വൽ ടു സിഗ്മ P1 Q0 എന്ന് പറയുന്നത് 956 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 എന്ന് പറയുന്നത് 744 ഇൻറ്റു 100. സോ ദിസ് ഇസ് ഈക്വൽ ടു 128.49 എന്ന് കിട്ടും. 128.49 കിട്ടും. ഇനി ഇവിടെ നെക്സ്റ്റ് സിഗ്മ P1 Q1 എന്ന് പറയുന്നത് 783 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 എന്ന് പറയുന്നത് 642 ഇൻറ്റു 100. ആൻസർ വരുന്നത് 121.96 എന്നായിരിക്കും. ഇനി ഫൈനലി ഇത് നമ്മളെന്താ റൂട്ട് എടുക്കാം, 128.49 ഇൻറ്റു 121.96. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് ഫൈനൽ ആൻസർ എന്താ വരിക, ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 125.18 ആണെന്ന് നമ്മളെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുക. ഇനി കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ചൂസ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. R of XY = R of YX. അതെന്താണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ് വൈന് പൊസിഷൻ മാറ്റാം, ഒരു വിഷയമില്ല. കോറിലേഷൻ്റെ കേസിൽ, റിഗ്രഷൻ്റെ കേസിൽ അങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് 2 റിഗ്രഷൻ ലൈൻസ് വന്നിരിക്കുന്നത്. സോ ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ്. ഇനി ഇഫ് എക്സും വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ R എന്താണ്, ഇൻഡിപെൻഡൻ്റ് R 0 ആയിരിക്കും. സോ അതും ട്രൂ ആണ്. ഇനി സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ആണ്. യെസ് ഫാത്തിമ, ക്വസ്റ്റ്യൻസ് കഴിയാറായി. ഇനിയൊരു 8 ക്വസ്റ്റ്യനും കൂടെ, അതൊക്കെ 1 മാർക്കാണ്, പെട്ടെന്ന് തീരും. സോ ഇവിടെ ഫാൾസ് ഏതാണ്, ഏറ്റവും റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ഇതാണ് നമ്മളുടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്തായിരിക്കും, R ഏതിൻ്റെ ഇടയിലായിരിക്കും, -1ൻ്റെയും 1ൻ്റെ ഇടയിലാണ് ഇത് R വരുന്നത് അല്ലേ. Rൻ്റെ റേഞ്ച് എന്താണ്, Rന് എടുക്കാൻ പറ്റുന്ന കോറിലേഷൻ കോഎഫിഷ്യൻറ്റിന് കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ യെസ്, ബി ആണ് എന്ത് നമ്മൾ ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. ഇനി നെക്സ്റ്റ് ഇവിടെ x1 x2 എക്സെട്ര ഫോളോ ചെയ്ത നോർമൽ 0 1 ആണ്. സോ അത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെയൊക്കെ സ്ക്വയർ ഇതെന്താണ്, x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ എന്ന് പറയുന്നതാണ്. ദാറ്റ് ഫോളോസ് chi-square distribution with n degrees of freedom. എന്തായിരിക്കും അത്, chi-square with n degrees of freedom ആയിരിക്കും. അശ്വിൻ നമ്മളതൊക്കെ ഓൾറെഡി ചെയ്തു, chi-square ടെസ്റ്റിൻ്റെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. സോ chi-squareൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടല്ലോ അത് നമ്മൾ ചെയ്തതാണ്. പിന്നെ സ്ഥിരമായിട്ട് വരുന്നൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ എന്താണ്, x⁻n+1 / n+1 + c ആണ്. ഇവിടെ അത് എത്രയാണ് തന്നിട്ടുണ്ട്, x⁻6/6 + c ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടെ n എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ n+1ൻ്റെ സ്ഥലത്ത് ആരാളുള്ളത്, 6 ആണുള്ളത്. സോ n+1 = 6 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ n എന്താണ്, n എന്ന് പറയുന്നത് 5 ആണ്. സോ നമുക്ക് ആൻസർ എന്ത് വന്നു, 5 ആണ് എന്ത് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയേ ചെയ്യാനുള്ളൂ. ഇവിടെ 6 ആണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിന് 1 കുറച്ച് എഴുതാം, 6 ആണെങ്കിൽ 1 കുറച്ച് എഴുതാം, 5 ആണ്. ഇനി നേരെ മറിച്ച് 10 ആണെങ്കിലോ ആൻസർ 1 കുറച്ചിട്ട് n എന്തായിരിക്കും, 9 എന്നായിരിക്കും കിട്ടാം. ഇനി അതല്ല ചിലപ്പം 15 ആണെങ്കിൽ n എത്രയായിരിക്കും, 14 ആയിരിക്കും. 1 കുറച്ച് എഴുതിയാൽ മതി, അതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഈ ഒരു മോഡൽ സ്ഥിരമായിട്ട് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. യെസ്, 5 ആണ് ആൻസർ വരുന്നത്. യെസ്, റിജക്റ്റിംഗ് എ ട്രൂ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. സോ റിജക്റ്റിംഗ് H0 when it is true. ഇതേതാ, when H0 is true.
സോ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്, പക്ഷെ നമ്മളത് റിജക്ട് ചെയ്തു. അത് ഏതാ വരുന്നത്? അത് വരുന്നത് ടൈപ്പ് 1 എററാണ്. അതെന്താണ്? അത് ടൈപ്പ് 1 എററാണ്. ടൈപ്പ് 2 എററാണെങ്കിലോ ആക്സെപ്റ്റിംഗ് H0 വെൻ H0 ഇസ് ഫോൾസ്. സിഗ്നിഫിക്കൻസ് ലെവൽ ആണെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി ആണെങ്കിൽ അതെന്താണ്? സിഗ്നിഫിക്കൻസ് ലെവൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ അത്? So in next, which of the following is a correct control chart for attributes? ഇതിൽ ഏതാണ് കൺട്രോൾ ചാർട്ട്സിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ ഏതാണ് കൺട്രോൾ ചാർട്ട് വരുന്നത്? എക്സ് ബാറും റേഞ്ച് എന്താണ്? വേരിയബിൾസ് ആണ്. ഇത് വേരിയബിൾസിൻ്റെ കേസിലുള്ളതാണ്. എക്സ് ബാർ ചാർട്ടും റേഞ്ച് ചാർട്ടും രണ്ടും ആരുടെയിലാണ്? അത് നമ്മളുടെ വേരിയബിൾസിൻ്റെ കേസിലുള്ളതാണ്. അത് രണ്ടും വേരിയബിൾസിൻ്റെ കേസിലുള്ളതാണ്. ഇനി എൻ പി ചാർട്ട്, പി ചാർട്ട്, സി ചാർട്ട് ഇതെല്ലാം ഏത് കേസിലാണ് വരുന്നത്? ഇതെല്ലാം ആട്രിബ്യൂട്ട്സിൻ്റെ കേസിലാണ് വരിക. ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ. സോ ഇവിടെ ഏത് ആൻസർ വരിക? ഇവിടെ ആൻസർ വരുന്നത് എൻ പി ചാർട്ട് ആയിരിക്കും. യെസ്, സി ആണ് എന്ത് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ നെക്സ്റ്റ് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. സെൻട്രൽ ലൈൻ ഓഫ് എൻ പി ചാർട്ട്. എൻ പി ചാർട്ടിൻ്റെ സെൻറ്റർ ലൈൻ, അതിന് അപ്പർ കൺട്രോൾ ലിമിറ്റ് ലോവർ കൺട്രോൾ ലിമിറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെൻറ്റർ ലൈൻ അത് നമ്മൾ പറഞ്ഞതാണ്. സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ ലൈൻ ഇസ് ഈക്വൽ ടു എൻ പി ബാർ ആണ്. എൻ തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു 20 × 0.096 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 20 × 0.096 ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുക? ആൻസർ എന്തായിരിക്കും കിട്ടുക? ആൻസർ നമുക്ക് വരുന്നത് സെൻറ്റർ ലൈൻ വരുന്നത് 1.92 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അതാണ് അതിൻ്റെ സെൻറ്റർ ലൈൻ വരുന്നത്. യെസ് അഭിരാജ്, യെസ് നാളെ രാവിലെ നമുക്ക് ക്ലാസ് ഉണ്ട്. രാവിലെ 6 മണിക്കാണ് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. രാവിലെ 6 മണിക്ക് നമുക്ക് എക്സാം ബൂസ്റ്റർ ഉണ്ടായിരിക്കും. സ്ഥിരമായിട്ട് സാഹിത്യത്തിൻ്റെ ക്ലാസ് കാണുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് നമുക്കറിയാം. മാരത്തോൺ തലേന്ന്, എക്സാമിന് തലേന്ന് മാരത്തോണും പിറ്റേന്ന് രാവിലെ ബൂസ്റ്ററും എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എക്സാമിന് പോകുന്നുണ്ടാവുക. സോ നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. സോ ഇനി നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ, അതും മോഡൽ എക്സാമിൻ്റെ 11th ക്വസ്റ്റ്യൻ ആണോ? 11th ക്വസ്റ്റ്യൻ വരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആണ്. ഇവിടെ 30% എന്ന് പറയുന്നത് അതാണ് നമ്മളെ പി. അത് 30% ആണ്. അപ്പോൾ 0.3 കിട്ടി. അത് 0.3 ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? അത് 0.7 എന്നായിരിക്കും കിട്ടുക. സോ പി കിട്ടി, അതേപോലെ തന്നെ ക്യൂ കിട്ടി. എൻ ഇവിടെ സാമ്പിൾ സൈസ് 9 ആണെന്ന് തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എക്സാക്ട്ലി 3 അൺഎംപ്ലോയിഡ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 ആണെന്ന് കിട്ടി. സോ 9C3 0.3 ക്യൂബ് 0.7 ആൻസർ വരുന്നത് 0.2668 ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ് നെക്സ്റ്റ് വരുന്നത്. ബിസിനസ് സൈക്കിൾ അതിൽ പേരിൽ തന്നെ എന്താണ്? സൈക്ലിക് വേരിയേഷൻ ആണ്. സോ നേരെ അവിടെ കൊടുത്തു സൈക്ലിക് വേരിയേഷൻ ആണ്. സോ ആദ്യത്തെ ആൻസർ വരുന്നത് ബി ആണ്. ഇനി നെക്സ്റ്റ് സെയിൽ ഓഫ് കോട്ടൺ ക്ലോത്ത് ഇൻ സമ്മർ. സോ സെയിൽ ഓഫ് കോട്ടൺ ക്ലോത്ത് സമ്മർ സീസണിൽ അനുസരിച്ച് എന്താണ് സെയിൽ വരുന്നത്? സമ്മർ സീസണിലാകുമ്പോൾ കോട്ടൺ ക്ലോത്ത്സ്, വിൻ്റർ സീസൺ ആണെങ്കിൽ വൂളൻ ക്ലോത്ത്സ്. ഇനിയിപ്പോൾ ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെയാണ് അതിൻ്റെ, അല്ലെങ്കിൽ പെരുന്നാളൊക്കെയാണ് അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ. ഇങ്ങനെ സീസൺ, ഓരോ സീസണാണ് നമ്മൾ പറയും. സോ ഇതെന്താണ്? സീസണൽ വേരിയേഷൻ ആണ്. സോ ഡി ആണ് ആൻസർ വരുന്നത് അല്ലേ? ഡി അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ദി സെയിൽ ഓഫ് വെഹിക്കിൾ. ഒരു കാറിൻ്റെ കച്ചവടം അല്ലെങ്കിൽ ബൈക്കിൻ്റെ കച്ചവടം, എന്തെങ്കിലും ഒരു വണ്ടീൻ്റെ കച്ചവടമാണെങ്കിൽ നമ്മൾ എന്താണ്? ഒരു റേഞ്ച്, ഒരു കുറേ വർഷങ്ങളുടെ ഇടയിലാണ് നമ്മൾ നോക്കുക അല്ലേ? ഒരു റേഞ്ച് ഓഫ് ഇയേഴ്സിലാണ് നമ്മൾ നോക്കുക. സോ അത് എത്രയായിരിക്കും വരിക? അത് ഏതായിരിക്കും? അത് സെക്യുലർ ട്രെൻഡാണ്. ലോങ് ഇയേഴ്സ്, ഒരുപാട് വർഷത്തെ നോക്കുന്നുണ്ട്. സോ ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും വരിക. യെസ് ഗൗരി, എ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഫാക്ടറി ലോക്കൗട്ട്. ഒരു ഫാക്ടറി ലോക്കൗട്ട് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. സോ അതെന്താണ്? അത് ഇറഗുലർ വേരിയേഷൻ ആണ്. അതെന്താണ്? ഇറഗുലർ വേരിയേഷൻ, സി ആയിരിക്കും. Choose the correct answer for the following options given. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്ന വേരിയൻസ് ഓഫ് 2x + 4 ആണ്. പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? 2² വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് 4. കോൺസ്റ്റൻ്റെ വേരിയൻസ് എന്താ? 0 ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? 4 × വേരിയൻസ് ഓഫ് എക്സ്. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് നമുക്കറിയാം എത്രയാണ്? 4 ആണ്. സോ 4 × 4 ആൻസർ എന്ത് കിട്ടി? 16 എന്ന് കിട്ടും. സോ 16 ഇസ് ആർ ആൻസർ. ഇനി നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് മീൻ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും കാണാം? ഇക്വേഷൻ നമുക്കറിയാലോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്.
ഇതല്ലേ നമ്മുടെ മീൻ കാണാനുള്ള ഇക്വേഷൻ. എന്തായിരിക്കും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ വരാം? ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഏതാണ് റേഞ്ച് 1 to 9 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വരുന്നത് എത്രയാണ്? അത് 1/8 dx ആണ്. സോ ദിസ് ഈക്വൾ ടു കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തു, ഇൻ്റഗ്രൽ 1 to 9 എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൾ ടു 1/8. ഇൻ്റഗ്രൽ എക്സ് വെച്ചാൽ എന്താണ്? അത് x²/2 ആണ്. ഏതാണ് റേഞ്ച് വരുന്നത്? 1-ൻ്റെയും 9-ൻ്റെയും ഇടയിലാണ്. സോ ദിസ് ഈസ് ഈക്വൾ ടു 1/8 ഇൻറ്റു x². ആദ്യം 9 കൊടുക്കുക. 9 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 9²/2 കിട്ടും. 9²/2 കിട്ടും മൈനസ് പിന്നെന്താണ് 1²/2. ദാറ്റ് ഈസ് ഈക്വൾ ടു 1/8 ഇൻറ്റു ഇവിടെ വരുന്നത് എന്താ? 81 മൈനസ് 1/2. സോ നമുക്കിവിടെ ആൻസർ വരും. ദിസ് ഈസ് ഈക്വൾ ടു എത്രയായിരിക്കും വരിക? 1/8. 81 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80/2 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൾ ടു ഇവിടെ എന്ത് വന്നു? 1/8 ഇൻറ്റു 40 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൾ ടു 5 ആണ് നമുക്ക് ആൻസർ വരുന്നത് അല്ലേ? 5 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് വന്നു? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് 5 ആണ് എന്ന് നമുക്ക് ഫൈനലി ആൻസർ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് പറയാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ് പറഞ്ഞു, അതേപോലെ തന്നെ സെമി ആവറേജ് മെത്തേഡും പറഞ്ഞു. ലീസ്റ്റ് സ്ക്വയറിലാണെങ്കിൽ ട്രെൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to ax plus b ആണ്. ഇനി ഇതിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കിട്ടാൻ വേണ്ടി നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. അതാണ് നമ്മളുടെ നോർമൽ ഇക്വേഷൻസ്. അതിനെ നമ്മൾ നോർമൽ ഇക്വേഷൻസ് എന്നാണ് പറയാം. നോർമൽ ഇക്വേഷൻസ് അത് വരുന്നത് സിഗ്മ y is equal to a sigma x plus nb and sigma xy is equal to a sigma x square plus b sigma x. ഇങ്ങനെ 2 ഇക്വേഷൻസ് ഉണ്ട്. ഈ 2 ഇക്വേഷൻസ് ആണ് നോർമൽ ഇക്വേഷൻസ്. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടും. ആ എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. സോ ആ ലൈൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് നമുക്ക് ഐഡിയ കിട്ടും. ആ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വരയ്ക്കാമല്ലോ. പിന്നെ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. ഷിഫ്റ്റിംഗ് ഓഫ് ട്രെൻഡ് ഒറിജിൻ. ഷിഫ്റ്റിംഗ് ദി ട്രെൻഡ് ഒറിജിൻ. അതായത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചെങ്കിൽ ഇപ്പോൾ 2000 ആണ് നമ്മളുടെ ശരിക്കലത്തെ ഒറിജിൻ. നമ്മൾ സെൻറ്റർ വാല്യൂ 2000 ആണ്. അതിനെ ഞാനൊരു 2005 ഷിഫ്റ്റ് ചെയ്യാണ്. അത്തരത്തിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇക്വേഷൻ വരുന്നത് y is equal to a into x plus k plus b എന്നായിരിക്കും. ഇവിടെ എയും ബിയും ഒക്കെ എവിടെ നിന്ന് കിട്ടും? നമ്മുടെ നോർമൽ ഇക്വേഷനിൽ തന്നെ ഉണ്ടായിരിക്കും. ഇനി നമ്മളുടെ എക്സ് ഇവിടെ k എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഏത് ഇയറിൽ ഇപ്പോൾ 2005 ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ 2005 മൈനസ് 2000 എന്നായിരിക്കും. സോ കെ പോസിറ്റീവ് ആയിരിക്കും എപ്പോഴായിരിക്കും? നമ്മൾ മുന്നോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും. കെ നെഗറ്റീവ് ആവാം നമ്മൾ ബാക്കോട്ടേക്ക് 2000 ഇപ്പോൾ 1995 ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. സോ ഇത്തരത്തിലാണ് നമ്മൾ ഇതിനെ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ നമ്മൾ പറയാം. സുഹേൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. എന്താണ് നമുക്ക് പബ്ലിക്കിന് ചോദിക്കാൻ നമുക്കറിയില്ല. എല്ലാത്തിനെ പറ്റിയും ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. 10 മണി എന്നാണ് പറഞ്ഞാൽ ഒരു 10 ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചേ. സോ നാളെ രാവിലെ 6 മണിക്കാണ് നമുക്ക് എക്സാം ബൂസ്റ്റർ ഉണ്ടായിരിക്കുക. സോ എല്ലാവരും എന്തായാലും 6 മണിക്ക് തന്നെ ജോയിൻ ചെയ്യുക. രാവിലെ നമുക്ക് എക്സാം ആണ്. രാവിലെ നമുക്ക് ഏതൊക്കെയാണ് ഇക്വേഷൻസ്, ഈ 13 ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻസും ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകാം. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എല്ലാതും. സോ ഇനി രാവിലെ എണീറ്റിട്ട് ഫ്രഷ് ആയിട്ട് ഒന്നും കൂടി ഇക്വേഷൻസ് ഒക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ സെറ്റാണ്. നാളെ നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. യെസ് വെൽ, നാളെ രാവിലെ ലൈവ് ഉണ്ട്. രാവിലെ 6 മണിക്കാണ് നമുക്ക് ലൈവ് വരുന്നത്. സോ നാളെ രാവിലെ 6 മണിക്ക് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വരാം. മിച്ചു യെസ് ചോദിക്കൂ, എന്താണ് ഡൗട്ട്? ഓക്കെ, സോ അപ്പോൾ നമുക്കിനി നാളെ രാവിലെ 6 മണിക്ക് കാണാം. സോ ടിൽ ദെൻ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.